ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ എഫ് എം അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടേക്ക് നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ദയവ് ചെയ്ത് ഫോളോ ചെയ്യുക. അവിടെ ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. ഇൻഫോർമേറ്റീവായിട്ടുള്ള അങ്ങനെ എന്താ പറയുന്നത്, യൂട്യൂബ് ചാനലിൽ ഇല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള റീലുകളൊക്കെ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അറിയില്ല. ഇതാണെങ്കിലും യൂട്യൂബിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ യൂട്യൂബ് കുടുംബത്തിന് താങ്ക് യു സോ മച്ച്. ഹാപ്പി ന്യൂ ഇയർ. എന്താ പറയുന്നത്, 2025 നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഐശ്വര്യപൂർണമായ സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക വീഡിയോ ചെയ്യാനായിട്ടാണ്. അതിനു മുമ്പ് ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു മിസ് യുഡിസി കുമാരി. വെൽക്കം ടു ദി ഷോ. ഹായ് എവറിബഡി. ഒരു എന്താണ് ഹാപ്പി 2025 ആവട്ടെ നമുക്ക് ആദ്യം തന്നെ ഒന്നും കൂടെ അതെ അതെ, ആശംസിക്കാം. 2025 ആദ്യത്തെ വീഡിയോ ആണിത് ആഹാ. നമ്മുടെ. നമ്മുടെ അതെ. അതായത് ലിറ്ററലി നമ്മൾ ആദ്യമായിട്ട് ഒന്നിച്ചിരുന്ന് അല്ലെങ്കിൽ ഒരു 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 ഗ്രൂപ്പായിട്ടിരുന്ന് റെക്കോർഡ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. കമലഹാസൻ വീഡിയോ നമ്മളുടെ വന്നു. ബട്ട് എനിക്കൊന്ന് കമലഹാസൻ നമ്മൾ ആദ്യത്തെ ഏർലി വീഡിയോസിലൊന്നാണ് അല്ലേ, നമ്മളത് ലേറ്റ് ആയിട്ട് യൂട്യൂബിൽ ഇട്ടെന്നേ ഉള്ളൂ. ബട്ട് 2024 ജൂണിലോ ജൂലൈയിലോ, ആ അല്ലല്ല, അതിന് മുന്നേ ഏതാണ്ട് ഏപ്രിലോ അങ്ങനെ എന്തോ സമയത്ത് ഏതാണ്ട് ചെയ്തതാണ്. ആ അത് പുള്ളിയുടെ ബർത്ത്ഡേക്ക്, അതായത് നവംബറിലാണ് ബർത്ത്ഡേ, അതിന് ഇടാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ അന്നിടാതെ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മാസം കൂടെ ഏതാണ്ട് വെയിറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു വർഷം ആയേനായിരുന്നു. അതെ 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 അപ്പം കറക്റ്റ്. പക്ഷെ അത് തന്നെ അണ്ടവർ വീഡിയോ വെച്ച് ആദ്യം തന്നെ ന്യൂ ഇയർ തുടങ്ങി. അതെ. ഇപ്പോൾ നമ്മളുടെ മറ്റൊരു ഫേവറേറ്റിന്റെ സ്പെഷ്യൽ ഒക്കേഷനിലാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ചെയ്യാണ്ട് എന്ന് പിന്നെ പുള്ളി ചെയ്യാണ്ട്, ചോദിക്കുന്നത്. അതെ അതെ, പിന്നെ ചെയ്യാണ്ട് ഞാനിതിലെ വെറുതെ പോയപ്പോ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അതെ, നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ ആരെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാളാണ്. 73 വയസ്സ് തികഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് ഏഹ്, ഒരുമിച്ച് ഒരേ സ്വരത്തിൽ നമുക്ക് ആശംസിക്കാം. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ദേവ്ജി. ദേവ്ജി. ഹാഷ്ടാഗ് ദേവ്ജിക്കൊപ്പം. നമ്മൾ ഇന്ന് നമ്മള് വന്നിരിക്കുന്നത്. അതെ. നമ്മൾ ആക്ച്വലി ഒറിജിനലി പ്ലാൻ ചെയ്തിരുന്ന വീഡിയോ ഇതല്ലായിരുന്നു. പക്ഷെ പ്രോബബ്ലി അത് നമ്മൾ 2025 ആ, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി നമ്മളത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതെ, ഹോപ്പ്ഫുള്ളി വി ക്യാൻ ഡു ഇറ്റ്. അതെ, അതൊരു ബ്ലോക്ക് അതെ, ബസ്റ്റർ ആയിരിക്കും. അതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു പ്രോപ്പർ ദേവ്ജിക്കൊപ്പം ട്രിബ്യൂട്ട് വീഡിയോ. ആണിത്. അതെ, 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 അതെ. അപ്പൊ അത് നല്ലതായിരുന്നേനെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങളത് നേരത്തെ പ്ലാൻ ചെയ്താണ്. പക്ഷെ ദേവ്ജിയുടെ ഫിലിമോഗ്രഫിയിലൂടെ ഒരു ഒരു ജേർണി നടത്തിയാൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ആക്ച്വലി ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിൽമോഗ്രഫി ആണ് പുള്ളിക്കുള്ളത്. നമ്മളിങ്ങനെ ഓരോ പടം വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്തുമാത്രം പടമുണ്ട് അദ്ദേഹത്തിന് അല്ലേ? ഒരുപാട് പടങ്ങൾ ഉം, ചെയ്തിട്ടുണ്ട്. നമ്മള് ഒരു സത്യം 100-300 പടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? എത്ര ആ. പടം ഉണ്ടോ? ഒത്തിരി പടങ്ങളുണ്ട്. അത് ആക്ച്വലി നമ്മള് വെള്ളം കണ്ടോണ്ടിരുന്നപ്പോ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രീവിയസ്‌ലി ഒരു ക്ലാസിക്സ് എപ്പിസോഡില് വെള്ളമുണ്ട്. അതെല്ലാരും പോയി ചെക്ക് ഔട്ട് ചെയ്യണം. വെള്ളം ചെയ്തോണ്ടിരുന്നപ്പോ നമ്മള് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ശരിക്കും അഭിനയിക്കാൻ വരേണ്ടിയിരുന്ന ഒരാളല്ല. ദാരിദ്ര്യം ആ ആ, ഒരു പ്രായത്തിലുണ്ടായ വലിയൊരു ഒരു ബാധ്യത കാരണം വന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ പക്ഷെ നമുക്ക് മലയാളികൾക്ക് എന്തുമാത്രം പടങ്ങൾ കൊടുത്തു എന്നുള്ളത് നമുക്ക് പുള്ളിയുടെ ഫിൽമോഗ്രഫി ജസ്റ്റ് എടുത്തൊരു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഇറ്റ്സ് എ ലോങ് ലിസ്റ്റ് അല്ലേ? നമുക്കത് ഉം, എത്തിപ്പിടിക്കാൻ പറ്റിയില്ല ആക്ച്വലി. അതാണ് സത്യം. നമ്മളത് ഒരു പകുതി ഉം. വരെ നമ്മൾ കവർ ചെയ്തു. ബട്ട് ബാക്കി പകുതി കവർ ചെയ്യാൻ നമ്മളെക്കൊണ്ട് ഇറ്റ് വാസ് ടൂ ബിഗ്, ഇറ്റ് വാസ് ടൂ വാസ്റ്റ്. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെ. ദേവ്ജിയുടെ ഫിൽമോഗ്രഫി 1980 സംതിങ്ങിന് തൊട്ട് തുടങ്ങിയതാണ്. 83 തോന്നുന്നത്. 1983 തൊട്ട് ഇപ്പം അവസാനം ഞാൻ പുള്ളീനെ കണ്ടത് ഒമർ കെയുടെ ബാഡ് ബോയ്സിന്റെ ഓഹ്! അകത്താണ്. ഏഹ്, നല്ല പടമായിരുന്നു.
പക്ഷെ അത് ഒരു സർപ്രൈസ് ക്യാമിയോ ആയിരുന്നു ദേവ്ജിയുടെ. വളരെ എന്താ പറയുന്നേ, യങ്സ്റ്റേഴ്സിനൊക്കെ എന്താ പറയുന്നെ, യൂത്തന്മാരിൽ ഒരാളായിട്ട് ദേവ്ജി വരുന്ന ഒരു ഒരു സ്പെഷ്യൽ ലുക്കിലാണ് പുള്ളി അതിൽ വന്നത്. ഓൻ ഒരു കൂൾ ഡാഡായിട്ട്. 1983 നടൻ നാട് നാദം. നാദം എന്ന് പറയുന്നതാണ് പുള്ളിയുടെ ആദ്യത്തെ പടം. നാദം. യെസ്. അതിന് വേറെന്തോ യൂട്യൂബിൽ നോക്കിയപ്പോ വേറെന്തോ ഒരു ഇതൂടെ ഉണ്ടായിരുന്നു ഇതിനല്ലേ? അത് നാദം ഈ എന്ന് നാദം എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, ഇത് നമ്മള് തപ്പി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. നമ്മള് ഇത് തപ്പി, തപ്പി, തപ്പി നമുക്ക് കിട്ടാത്ത കുറെ പടങ്ങളും ഉണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിലുള്ളതാണ് ഈ നാദം. പക്ഷെ നമുക്ക് ആദ്യം കിട്ടിയത് എനിക്ക് തോന്നുന്നു അഷ്ടപതി നമുക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അഷ്ടപതി അഷ്ടപതിയില് കഷ്ടപതിയായിരുന്നു പുള്ളി. അതൊരു നൈസ് സർപ്രൈസ് ആയിരുന്നു. നല്ല അത് പടമായിരുന്നു. കുറെ നല്ല പടങ്ങളും ഉണ്ട്. അഷ്ടപതി. അദ്ദേഹത്തിന് ഭയങ്കര നല്ല നല്ല എന്താ പടങ്ങളുണ്ട്. നമ്മൾ കണ്ട് ഇരിക്കേണ്ട കുറെ നല്ല പടങ്ങളുണ്ട്. സോ യാ. അപ്പൊ ദേവ്ജിയുടെ 73-ാം പിറന്നാളിന് നമ്മള് ഏഹ്, ദേവ്ജി ക്ലാസിക്സ് ആണ് ചെയ്യുന്നത്. യെസ്. അദ്ദേഹത്തിന്റെ എന്താ പറയുന്നേ, മലയാളത്തിലെ സുന്ദരനായ വില്ലൻ എന്നാണ് അദ്ദേഹത്തിനെ പലപ്പോഴും വിശേഷിപ്പിക്കാറ്. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, മമ്മൂക്കയ്ക്ക് 73 വയസ്സാണ്, ദേവ്ജിക്ക് ഇപ്പൊ 73 ബട്ട് രണ്ടുപേരും ഇപ്പോഴും എന്താ പറയുന്ന യങ് ഒരു ആണല്ലേ? യുദ്ധന്മാർക്ക് ടഫ് അതെ. കൊടുക്കുന്ന ആൾക്കാരിൽ ഒരാളാണ്. തീർച്ചയായിട്ടും. കാരണം ദേവ്ജിനെ കണ്ടു ഇപ്പഴും കഴിഞ്ഞാൽ പറയൂ 73 വയസ്സുള്ള ആളാണെന്ന്. അല്ല അതാണ് ദേവ്ജി. മമ്മൂക്കയുടെ അത്രയും യങ് ലുക്കിംഗ് അല്ല. കാരണം ഇപ്പൊ ചെറുതായിട്ട് പുള്ളി ഒന്ന് ചെറുതായിട്ട് പ്രായം വന്ന പോലെ തോന്നാറുണ്ട്. റീസെന്റ്ലി ഉള്ള ഒരു ഉം. കോലത്തില്. പക്ഷെ എങ്കിലും പുള്ളി ഭയങ്കര എന്താ പറയുന്നെ, ആ പ്രായം പറയത്തില്ല പുള്ളിയുടെ മുഖത്ത് ഇപ്പഴും. അതും പഴയ പടങ്ങളൊക്കെ കാണാൻ എന്ത് നല്ലായിരുന്നു. പുള്ളി നമ്മുടെ ഈ റിയാസിക്ക പറയുന്ന പോലത്തെ ഒരു പുള്ളിയാണ് നമ്മുടെ ദേവ്ജി. അതെ. കാരണം റിയാസിക്ക എത്ര ഹാൻസം ആൻഡ് സെക്സി ആയിട്ടും പുള്ളി ഇപ്പൊ വില്ലനായിട്ട് നിക്കുന്നത്. അതെ. അതുപോലെ തന്നെയായിരുന്നു ദേവ്ജിയും. ദേവ്ജിയുടെ പഴയ പടങ്ങളൊക്കെ കാണണം. ഭയങ്കര അടിപൊളിയാണ് അത് പുള്ളിയെ ഞാൻ കാണാനും ഓർക്കുന്നുണ്ട്. അഭിനയാണെങ്കിലും. ഉം. ഞാനും നമ്മുടെ ചക്രപാണിയൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഏകലവ്യന്റെ അകത്ത് പുള്ളി മഹേഷ് നായർ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറിലാണ് വരുന്നത്. ഉം. നാക്കൊക്കെ കടിച്ചു മുറിക്കും, അത്രയ്ക്ക് ലോയലാണ് പുള്ളി. മറ്റേ ഇവിടെ നരേന്ദ്രപ്രസാദിന് വേണ്ടി മാധവൻ ഐ ലൈക്ക് യു, പുള്ളിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും. എത്ര ലോയലാണ്. അപ്പം അതിൻ്റെ അകത്തൊക്കെ ഭയങ്കര ഗ്ലാമറാണ് പുള്ളിനെ കാണാനായിട്ട്. അപ്പം ഈവൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ പിൻഗാമിക്കകത്തില് ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടന്റെ മോഹൻലാലിന്റെ അച്ഛനായിട്ട്. അച്ഛനായിട്ട്. ആ ആ, അതെ, അതെ. അത് നല്ലതാണ്. പുള്ളി ആ സമയത്ത് കാണാൻ ഭയങ്കര രസമാണ്. നല്ല അതെ. സുന്ദരനായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു ഒരു ദേവ്ജിക്ക് എന്താണെന്നറിയോ? ദേവ്ജിക്ക് ഒരു ഒരു ആഢ്യത്വം, ഒരു ഒരു ഐശ്വര്യമൊക്കെ ഉണ്ട് പുള്ളിയുടെ മുഖത്തിന്. പുള്ളി ഇപ്പം മറ്റേ ആരണ്യകത്തിന്റെ അകത്ത് പുള്ളി ഒരു ഒരു എന്താ പറയുന്നത്, നക്സലൈറ്റ് ആയിട്ടാണ് വരുന്നത്. താടിയൊക്കെ വെച്ച് ഒരു റഫ് ലുക്കിലാണ് വരുന്നത്. പക്ഷെ അതിൽ പോലും പുള്ളിക്കൊരു എന്താ പറയുന്ന ഒരു 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 നല്ലൊരു എന്താ പറയുന്നത്, സുന്ദരനായിട്ടുള്ള ഒരു ലുക്കാണ്. കാട്ടിലൊക്കെയാണ് ഒരു ഒരു വല്ലാത്ത കോലത്തിലാണ് വരുന്നത്. പക്ഷെ എന്നാലും അതാണ് ദേവ്ജി. എന്ത് ചെയ്യാനായിട്ട്. ദേവൻ, ഏഹ് നല്ല അറിഞ്ഞിട്ട പേരല്ലേ? ഒരു ദേവനെ പോലെ അല്ലേ? അത് സത്യം പറഞ്ഞാൽ ഈ പിൻഗാമിക്കകത്തില് ലാലേട്ടൻ പറയുന്ന ഡയലോഗ് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ചേരും ദേവന്. കാരണം പുള്ളി പറയുന്നത് ഹി വാസ് മൈ ഫാദർ, മൈ ഗ്രേറ്റ് ഗ്രേറ്റ് ഫാദർ ആൻഡ് ഐ ആം ദ ഗ്രേറ്റ് ഗ്രേറ്റ് സൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും ആ ഒരു ഗ്രേറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മുഖമാണ് അതെ. നമ്മുടെ ദേവ്ജിയുടേത്. ദേവ്ജിയുടെ പിൻഗാമിയാണ് ലാലേട്ടൻ. യെസ്, മനസ്സിലായോ? യെസ്. അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ഇതുണ്ടെങ്കിലേ ഉള്ളൂ. മകനാണ്. അതാണ്. യെസ്. അതെ. അപ്പം എനിവേസ്. ഏഹ്, നമുക്കൊക്കെ എന്താ പറയുന്നത്, ഈ ദേവ്ജീനെ ദേവ്ജി എന്ന് വിളിക്കാനായിട്ട് ഒരു പക്ഷേ പോപ്പ് കൾച്ചറിൽ ഒരു പക്ഷേ കാരണമായത് അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സ് ആയിരിക്കും ബോയ്സ് എന്ന് ഞാൻ അതെ, അതെ. വിചാരിക്കുന്നു. തീർച്ചയായും, തീർച്ചയായും. പക്ഷെ ഞങ്ങള് ഇപ്പൊ ഞാനും ചക്രവാണിയൊക്കെ ഞങ്ങൾ കോളേജില് എപ്പോഴും ഞങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തില് മലയാള സിനിമയിലെ വില്ലന്മാരെ കുറിച്ചൊക്കെ എപ്പോഴും ഞങ്ങൾ സിനിമ ഞങ്ങൾക്കൊരു എന്താ പറയുന്നത്, ഒരു എന്താ, നിങ്ങളുടെ ശ്വാസം മൂച്ചുകാട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടി ആയതുകൊണ്ട് ഡെയിലി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും. ഇപ്പം ഈവൻ നമ്മുടെ കുമ്പിടിക്കകത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഞാൻ പോരുന്നതിന് മുമ്പ് ഓരോരുത്തർക്കും പേഴ്സണലായിട്ടൊരു ഒരു ഒരു ഗിഫ്റ്റ് പോലെ വേറൊരു കൊടുത്തായിരുന്നു. ഗിഫ്റ്റ്. അതെ, ആ. അതെ. അപ്പം കുമ്പിടിക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഒരു ലെറ്റർ. ആ ലെറ്ററിന്റെ അകത്ത് ഫുള്ള് സിനിമ ഡയലോഗുകളാണ്. ഞങ്ങൾ ഡെയിലി പറഞ്ഞുകൊണ്ടിരുന്ന ഡയലോഗുകളെല്ലാം തീർച്ചയായും. എടുത്തിട്ടാണ് എഴുതി. അത് അത് പുള്ളിക്ക് എന്താ പറയുന്നത്, എനിക്ക് ഈയിടെ മെസ്സേജ് അയച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് ഇങ്ങനെ വായിക്കും. ആ ഒരു എന്താ പറയുന്ന ഒരു നൊസ്റ്റാൾജി, ഒരു മെമ്മറീസ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ. അപ്പം നമ്മുടെ ദേവ്ജീനെ കുറിച്ച് ഞങ്ങൾ അന്നേരമൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. പക്ഷെ അന്നേരമൊക്കെ ദേവ്ജി എന്നുള്ള ആ ഒരു വിളി ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഇപ്പം. ഇപ്പം അതെ, അതെ, അതെ. ബട്ട് അപ്പൂപ്പൻ ആൻഡ് ദ ബോയ്സിന് എന്തായാലും ദേവ്ജി നന്ദി പറയേണ്ടതാണ്. കാരണം അതിലൂടെ ഇപ്പം ദേവ്ജി എല്ലാവർക്കും ദേവ്ജിയായി ദേവ്ജിയായി മാറിയിരിക്കുകയാണ്. മാറിയിരിക്കുന്നു.
പക്ഷെ വൺസ് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ദേവിഡുമായിട്ടുള്ള ബാലയ്യയുടെ കാര്യം പറയുന്ന പോലെയാണ് ദേവ്ജിയുടെ കാര്യം പറയുന്നത്. ദേവ്ജി ആയി കഴിഞ്ഞപ്പോഴേ, അപ്പൊ ബാലയ്യ ആദ്യമൊക്കെ നമുക്ക് വെറും ബാലയ്യായിരുന്നു. പക്ഷെ അതെ, ബാലയ്യ അതെ. നമുക്ക് ദേവിഡു ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാലയ്യയുടെ പടങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ എൻജോയബിൾ ആണ്. ട്രൂ. അതുപോലെയാണ് ദേവ്ജിയുടെ കാര്യം പറയുമ്പോഴും. വെരി ട്രൂ. ദേവ്ജി ആയി കഴിഞ്ഞിട്ടേ, ചുമ്മാ വന്ന് നിന്നാ തന്നെ നമുക്ക് ദേവ്ജിയുടെ ഫോട്ടോ ഗൂഗിളിൽ കണ്ടാൽ തന്നെ നമുക്ക് അന്നേരം ഒരു ഒരു സ്മൈൽ, വികാരം. നമ്മുടെ ഗൂസ് ഒരു ബംസ്. രോമാഞ്ചം ഒക്കെ നമുക്ക് വരും. അപ്പം തീർച്ചയായിട്ടും. അങ്ങനെ ദേവ്ജിയുടെ ക്ലാസിക്കുകളാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് എത്ര പടാ പറയുന്നേ? 6 പടം പറയുന്നുണ്ട്. 3 വെച്ച്. നിന്റെ ഫേവറേറ്റ് 3 എണ്ണം, എന്റെ ഫേവറേറ്റ് 3 എണ്ണം. അങ്ങനെ 6 പടം. ഓക്കെ. അപ്പം ആര് തുടങ്ങുന്നു? കുമാരി തുടങ്ങുന്നോ അതോ ഞാൻ തുടങ്ങുന്നു? ഏഹ്, ഐശ്വര്യമായിട്ട് ഫസ്റ്റ് വീഡിയോ അല്ലേ? മിസ്റ്റർ ദിഗംബരൻ തുടങ്ങൂ. ഓക്കെ. എന്താണിത്? അപ്പൊ ദിഗുവിന്റെ ആദ്യത്തെ ദേവ്ജിയുടെ ആദ്യപടം ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച. ദേവ്ജിയുടെ ഓഹ്! വടക്കൻ വീരഗാഥ എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. എനിക്ക് ഒറിജിനൽ വടക്കം വീരഗാഥ മമ്മൂക്കയുടെ വടക്കം വീരഗാഥയെക്കാളും ഇഷ്ടം എനിക്ക് പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച. ദേവ്ജിയുടെ വടക്കൻ വീരഗാഥയാണ് അത്രേ നിനക്ക് ഇഷ്ടമല്ലേ? അതിലാണ് നമ്മൾ ഉജാലയിൽ മുങ്ങിയ ദേവ്ജീനെയൊക്കെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ചെയ്യാണ്ട്, പിന്നെ കാണാണ്ട് എന്നൊക്കെ ഞങ്ങള് പറയുന്ന ഡയലോഗുകളൊക്കെ അതിന്റെ അകത്തെയാണ്. അതെ, ദേവ്ജി അതെ, അതെ. പറയുന്നതാണ്. അപ്പം പിന്നെ വേറൊരു സാധനമുണ്ട്, ഹൈലൈറ്റ് ഐറ്റം. ഞാനിതുവഴി വെറുതെ പോയപ്പോ പോയപ്പോ ചുമ്മാ കേറിയതാണ്. എവിടെ? ഏഹ് കുളിക്കടവില്. ഉണ്ണിയാർച്ച കുളിക്കുന്നത് മതിലിന്റെ അപ്പുറം ഒന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് എന്താ ഇവിടെന്ന് ചോദിക്കുമ്പോ ഞാനിതിലേ വെറുതെ പോയപ്പോ എന്ന് പറഞ്ഞിട്ട്. അതും അയ്യോ! ദേവ്ജിയുടെ ആ ഉജാലെ മുങ്ങി നിന്നിട്ട് ഒരു ക്രീപ്പി സ്മൈല്. ചിരിയൊക്കെ. ഉയ്യോ! ആ ദേവ്ജിയുടെ സ്മൈൽ, നിങ്ങള് ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയുടെ സ്മൈലൊന്നും ഒന്നും അല്ല. ദേവ്ജിയുടെ മുഖത്ത് വരുന്ന സ്മൈലുകളാണ്. ക്രീപ്പി സ്മൈല്, ഹോണി സ്മൈല്, വരാത്ത ഭാവങ്ങളൊന്നുമില്ല. എന്റെ എന്റെ അടുത്ത പടത്തിലും ഇതുപോലെ ക്രീപ്പി സ്മൈലും ഹോണി സ്മൈലും സ്മൈലുണ്ടല്ലേ? ഒത്തിരിയുണ്ട്. ആഹ്. ഇത് ഇത് മുത്തുവരപുത്രി നിങ്ങൾ കണ്ടിരിക്കണം കേട്ടോ. ദേവ്ജിയും കുഞ്ചാക്കോ തീർച്ചയായും. ബോബനുമായിട്ടുള്ള ക്ലൈമാക്സ് ഫൈറ്റിൽ അവർ ഉപയോഗിക്കാത്ത വെപ്പൺസ് ഇല്ല. പക്ഷെ ലാസ്റ്റ് ഈ മറ്റേ കേക്ക് വെട്ടി വെക്കുന്ന പോലെ തല വെട്ടി വെക്കും പാവം ദേവ്ജി. #ദേവ്ജിക്കൊപ്പം. ഏഹ്, അതില് പക്ഷെ പുത്തൂരം പുത്രിക്കകത്ത് എനിക്ക് ഉണ്ണിയാർച്ചയുടെ മറ്റേ തോർത്ത് കൊണ്ടുള്ള ഫൈറ്റ് സീക്വൻസ് മെയിൻ ആയിരുന്നു കേട്ടോ. തോർത്ത് ന നനച്ച ചൂ തോർത്ത് കൊണ്ട് അടിക്കുന്ന മറ്റേ ചൂണ്ട് മർമ്മമുണ്ട്. അത് ഓർക്കുന്നില്ലേ? ചൂണ്ടുമർമ്മം. ബട്ട് അതൊന്നും ദേവ്ജിയുടെ അടുത്ത് ഇതായില്ല. പക്ഷെ അതില് ദേവ്ജീനെ ബ്രോസോൺ ചെയ്ത് കളയും. അതാണ് ഒരു പ്രശ്നം. ഉം. എല്ലാരും ചന്തു അതെ. ആങ്ങളെ ചന്തു ചന്തുവാക ആങ്ങളെ എന്നൊക്കെ പറഞ്ഞു കഷ്ടം. പാവമുണ്ട്. അല്ല അതില് നമ്മള് ദേവ്ജിയുടെ ഒപ്പമായിരുന്നു കേട്ടോ. നമുക്ക് അത് പടം കാണുന്ന ആർക്കാണേലും ദേവ്ജിയുടെ ഒപ്പം നിൽക്കാനേ തോന്നുള്ളൂ. കാര്യം ഉണ്ണിയാർച്ച ഒരുമാതിരി എന്താ പറയുന്നത്, ചന്തു ആകളെ എന്നൊക്കെ പറഞ്ഞ് ചന്തുവാങ്ങള വീട്ടി വരണംന്ന് വീട്ടിലോട്ട് പറഞ്ഞു. വരുന്നില്ലേ. ആ അപ്പൊ വീട്ടി വരണോന്ന് ചോദിച്ചാ പുള്ളി വീട്ടി വന്നു. അത് ഏത് വീട്ടിൽ വന്നു. ടൈമിന്? ആ ഏത് ടൈം? അസമയത്തായി പോയെങ്കിലും അവള് പറഞ്ഞിട്ടാണ് ദേവ്ജി വന്നത്. പാവം അത് ഒരു ഷോട്ടിൽ ഇങ്ങനെ താഴെ നിന്നുള്ള ഷോട്ട് കാണിക്കുമ്പോഴത്തേക്ക് അത് നനഞ്ഞു. നനഞ്ഞൊക്കെ ഡ്രിപ്പ് ചെയ്തൊക്കെയാണ് ദേവ്ജി നിൽക്കുന്നത്. നീല വെളിച്ചത്തിൽ, സത്യത്തിൽ അതാണ് നീല വെളിച്ചം. നീല വെളിച്ചത്തിൽ മുങ്ങി ഒരു 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 സ്മൈലൊക്കെ ആയിട്ട് പാവം ഇത്ര ഹാൻസം ആയിട്ടുള്ള ദേവ്ജീനെ വിട്ടിട്ട് അവള് തെരഞ്ഞെടുത്തിരിക്കുന്നത് ആരായിരുന്നു? കുഞ്ഞിരാമനു. ഏതാണ്ടൊരു അല്ലല്ല, ഇമ്മോർട്ടൽ കിങ്ങിന്റെ കൂടെയാണ് പുള്ളിക്കാരി പോകുന്നത്. ഡാൻസ് ചെയ്യുന്നത്. അതെ, അതെ, ആ അതെ. ഇമ്മോർട്ടൽ കിങ്ങിന്റെ കൂടെ പുള്ളി ഏതാണ്ട് ജല്ലിക്കെട്ടിലെ പോലെ കാളേനടക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെ ദേവ്ജി അല്ലേ? പക്ഷെ ആ. ദേവ്ജിക്ക് രണ്ടുപേരുണ്ടായിരുന്നു. മറ്റേ നല്ലൊരു പാട്ടൊക്കെ ഉണ്ട്. ആ, എന്തായിരുന്നു എന്റെ അയ്യോ! എന്തുവായിരുന്നു? എന്തോ ഒരു അതെന്താ തേനുള്ള പൂവിന് പൂവിന് നെഞ്ച അതുണ്ട്. പാവങ്ങള് അവരുള്ളത് കൊണ്ട്. പക്ഷെ അതിലും CR7 ആണ്. അതെ, CR7ന്റെ അതെ. മക്കളായിട്ടാണ്. വടക്കൻ അതെ, അതെ. വീരഗാഥയില് CR7 ഉണ്ട്. പക്ഷെ അത് ഈ ക്യാരക്ടർ അല്ല. അത് വേറെന്തോ ക്യാരക്ടറായിരുന്നെന്ന് തോന്നുന്നു. അരിങ്ങോടർ. ആ. യെസ്. ഇതിൽ അരിങ്ങോടർ മറ്റേ പുള്ളിയാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സ്ഫടികൻ ജോർജ് ഏതാണ്ടാന്ന് തോന്നുന്നു ഇതിന്റെ അകത്ത് അരിങ്ങോടർ. സ്ഫടികം ജോർജ് ആണ്. അതെ, അതെ. ആ അപ്പം
എന്താണേലും എന്താണെങ്കിലും അതെ. CR7ന്റെ വടക്കൻ വീരഗാഥയിലും ദേവ്ജി ഉണ്ട്. പക്ഷേ ഉദയണ്ണൻ നമ്മള് ഏതോ ഒരു പ്രീവിയസ്ലി ഒരു എപ്പിസോഡിനകത്തില് എനിക്ക് തോന്നുന്നു മമ്മൂക്ക ക്ലാസിക്സ് നമ്മള് സ്പോട്ടിഫൈയിൽ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്തില് നമ്മൾ ഈ മാധവിയുടെ കാര്യം പറയുന്നുണ്ട്. ഈ എന്താ നമ്മുടെ വടക്കൻ വീരഗാഥയിലെ മാധവിയുടെ കാര്യം. ഉണ്ണിയാർച്ച. ഉണ്ണിയാർച്ചയുടെ ക്യാരക്ടർ ചെയ്ത്. പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു വശ്യ സൗന്ദര്യം ഉണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉണ്ടല്ലോ ഉണ്ണിയാർച്ചയായിട്ട് എപ്പഴും എനിക്ക് വാണി എന്റെ ആ വിശ്വനാഥൻ. കാരണം ഉണ്ടല്ലോ എന്റെ ചൈൽഡ്ഹുഡിൽ എപ്പോഴും പുള്ളിക്കാരി ഒരു എന്താ പറയുന്ന ഒരു ആക്ഷൻ ഹീറോയിൻ ആണ് എപ്പോഴും. അതെ ഭയങ്കര അതെ അതെ. ആൾക്കാരെ അല്ലെ ഭയങ്കര ഒരു ഇടിവെട്ട് ഒരു ഒരു നായികയായിരുന്നു പുള്ളിക്കാരി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എന്റെ ഈവൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ റൈഫിൾ ക്ലബിന്റെ അകത്താണേലും പുള്ളിക്കാരിക്ക് ഒരു ഒരു മാസ് എൻട്രൻസ് ഒക്കെയാണ്, ഒരു ഒരു ഓ ഒരു ഞാൻ ഒരു കണ്ടിട്ടില്ല ഇതുണ്ട്. റൈഫിൾ ക്ലബ്ബ്. ബട്ട് ആ എനിക്ക് എന്റെ ചൈൽഡ്ഹുഡിലെ പുള്ളിക്കാരി ഈവൻ ഞാൻ കിങ്ങിനകത്തിലെ ക്യാരക്ടർ അന്ന് എനിക്ക് അത്ര ഇഷ്യൂസ് തോന്നിയില്ല. ഇപ്പൊ എനിക്കത് ബുദ്ധിമുട്ടാണേലും കിങ്ങിനകത്തിലെ ക്യാരക്ടർ കുറച്ച് പുള്ളിക്കാരി ആ ഒരു ക്യാരക്ടർ എന്താണ് IPS ഓഫീസർ എന്നുള്ള IPS IAS അസിസ്റ്റന്റോ അങ്ങനെ എന്തോ ആണല്ലേ അതിനേക്കാളും വലിയ അസിസ്റ്റന്റിലൊക്കെ IPS ആയിട്ട് മറ്റേ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ അകത്തുണ്ട്, ആദിത്യ വർമ്മ IPS. അല്ല ഇപ്പം ഞാൻ പറഞ്ഞു വന്ന പുള്ളിക്കാരി അത്ര ഒരു ആക്ഷൻ ഹീറോയിൻ ആയിരുന്നല്ലോ. അപ്പൊ എന്നെ അതെ അതെ. സംബന്ധിച്ച് ഇപ്പം ഉണ്ണിയാർച്ച എന്ന് പറയുന്നത് എപ്പോഴും വാണി വിശ്വനാഥ് തന്നെയാണ്. പിന്നെ ടോപ്പ്. തമിഴ്നാട്ടില് ഇപ്പൊ വിജയശാന്തി എന്നൊക്കെ പറയുന്ന പോലെയാണ് നമുക്ക് വാണി വിശ്വനാഥാണ്. അതുപോലെ ഒരു അങ്ങനത്തെ ഒരു ഡെഫിനറ്റ്ലി. റോളാണ്. ഞാൻ ഭയങ്കര എന്റെ അമ്മയും ഞാനും ഭയങ്കര ഫാൻസ് ആയിരുന്നു പുള്ളിക്കാരിയുടെ. കാരണം പുള്ളിക്കാരി ഇടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇടിയാണ്. നമുക്ക് കൊടുത്തു കഴിഞ്ഞാ അവന് കിട്ടിയ ആ ഇടി നമുക്ക് സുരേഷ് ഗോപി ഇടിക്കുമ്പോഴുള്ള ഒരു ഇമ്പാക്റ്റ് ഇല്ലേ? ആ ഒരു ഇമ്പാക്റ്റ് ഒരു ഫീമെയിലിന് തോന്നുന്നത് എനിക്ക് ഭയങ്കര ഭയങ്കര റെയർ ആയിട്ടാണല്ലോ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അത് ഒരു ഡെഫിനറ്റ്ലി പുള്ളിക്കാരിക്ക് പ്രസൻസ് ഒരു ഉണ്ട് സ്വാഗ് ഉണ്ട്. പുള്ളിക്കാരിക്ക്. ഉണ്ട് ഉണ്ട് അതെ. ഉണ്ട്. ഭയങ്കര ഒരു സ്വാഗ് ഉണ്ട്. അത് നല്ലതായിരുന്നു. പക്ഷെ ദേവ്ജിയുടെ സ്വാഗിന് മുമ്പിൽ ഒന്നും ഒന്നുമല്ല. അല്ലാതായിപ്പോയ അതാണ്. കറക്റ്റ്. കുഞ്ചാക്കോവനൊക്കെ വന്നിട്ട് ലാസ്റ്റ് പുള്ളിനെ ചാലഞ്ച് ചെയ്യും. മീശ പോലും അത് മുളച്ചിട്ടില്ലാത്ത ഈ പയ്യനൊക്കെ ഇത് അതെന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ കോമഡി എന്ന് പറയുന്നത് പുള്ളിയുടെ പേരും അതുപോലത്തെ ഒരു അരോമൽ പേരായി പോയി. എന്ത് ചെയ്യാൻ പറ്റും? അരോമൽ ഉണ്ണി എന്നൊക്കെ അല്ലേ? അരോമൽ ഒരു ഉണ്ണി. ക്യൂട്ട്നെസ് ഉണ്ട്. പക്ഷെ ദേവ്ജി ഇങ്ങനെ ചന്തുവായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. ഒരു ടവറിങ് പ്രസൻസ് എന്നൊക്കെ അതും പറയുന്ന പോലെ അല്ലേ? കുഞ്ചാക്കോ വന്ന് ഇറങ്ങി വാന്നൊക്കെ പറയുമ്പോഴത്തേന് മറ്റേ പുള്ളി ഒരുമാതിരി പൊഹച്ച മുറിയിൽ മറ്റേ ഇലയൊക്കെ പൊഹച്ചിങ്ങനെ ഈ ചുമന്ന കണ്ണൊക്കെ ആയിട്ട് പുള്ളി സ്റ്റീം ബാത്ത് എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് ആ വിളി അംഗത്തിന് വിളിക്കുന്നത് കഷ്ടമുണ്ട്. കളിക്കുന്നെന്ന്. അത് ഞാൻ ഇത്ര പ്രായമുള്ള മനുഷ്യനല്ലേ? ആ സമാധാനമായിട്ട് വയസ്സാം കാലത്തെങ്കിലും ഒരു സ്റ്റീം ബാത്ത് എടുക്കാന്ന് വിചാരിക്കും. അതിന്റെ ഇടയിൽ വന്നിട്ട് പക്ഷെ പുള്ളി അവസാനം ചന്തു തോറ്റു കൊടുക്കുകയാണ്. ലാസ്റ്റ് തലവെട്ടി എലയിലൂടെ എടുത്തു വെച്ചിരുന്നെങ്കിൽ പാവം ദേവ്ജി. അങ്ങനെ ആദ്യത്തെ പടത്തിൽ തന്നെ ഹാഷ്ടാഗ് ദേവ്ജിക്കൊപ്പം. ഓ, വേണമെങ്കിൽ ഒരു ട്രിവിയ പറഞ്ഞു തരാം. ഞങ്ങള് ചുമ്മാ ദേവ്ജി പടങ്ങളിലൂടെയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ജ്വലനം എന്ന് പറഞ്ഞൊരു പടം കണ്ടു ദേവ്ജിയുടെ ഇതിന്റെ അകത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ജ്വലനം എന്നാണ് പടത്തിന്റെ പേരെങ്കിൽ ദേവ്ജി ബോംബ് എക്സ്പ്ലോഷനിലും എല്ലാം മരിക്കുന്നതായിരിക്കും. എക്സ്പ്ലോഷൻ ജ്വലനം ആവും. പോലെ ആയിരിക്കും. അതെ, എക്സ്പ്ലോഷൻ, ബോംബ് എക്സ്പ്ലോഷന്റെ അകത്ത് പൊട്ടിത്തെറിക്കുന്നതായിരിക്കും എന്നാ ഞാൻ പറഞ്ഞത്. ഞാനൊരു കോമഡിക്ക് വേണ്ടി പറഞ്ഞ, പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോ ലിറ്ററലി ദേവ്ജി കാർ എക്സ്പ്ലോഡ് ചെയ്താണ് മരിക്കുന്നത്. ജ്വലിച്ച് മരിച്ചില്ലേ? അയ്യോ, എന്റെ എന്റെ അപ്പോ! പൊന്നോ, അതാണ് എനിക്ക് ദേവ്ജി. ഇത്രയധികം ഈ സന്തോഷ് കീഴാറ്റൂരിനൊക്കെയാണ് നമ്മള് ഡെത്ത് സ്റ്റാർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ദേവ്ജിക്കൊപ്പം എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല കാരണം അത് പുള്ളിക്ക് അതിന് മാത്രം ഫിലിമോഗ്രഫി ഉണ്ട്. അതിനകത്തില് പകുതി മുക്കാൽ എണ്ണത്തിലും പുള്ളി മരിക്കുകയും ചെയ്യും. എന്ത് ചെയ്യാൻ ആ പറ്റും? അത് മാത്രല്ല, അത് വെറൈറ്റി വെറൈറ്റി വെറൈറ്റിയാണ്. മരണങ്ങളൊക്കെയാണ്. അതെ, അതെ. ഇപ്പൊ ഞങ്ങള് ജ്വലനത്തിന്റെ അകത്ത് പൊട്ടിത്തെറിക്കുന്നു. ഞങ്ങള് 1990 കൂടെ തന്നെ പോയപ്പം ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു കുറെ മരണങ്ങള് ഞങ്ങക്ക് കാണാൻ പറ്റിയായിരുന്നു. വിറ്റ്നസ് ചെയ്യാൻ അതെ, പറ്റി. പാവം അതെല്ലാം ദേവ്ജി. ഒന്നായിട്ട് ഒരു മാച്ചും ഇല്ല. എല്ലാം മമ്മൂക്ക ആ കൊല്ലുന്നുണ്ട്, മമ്മൂക്കയുടെ പടത്തിൽ ചാവുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്കൂന്ന് എടുത്ത് താഴോട്ട് എറിയുന്നുണ്ട്. അങ്ങനെ പല പല ഡിഫറന്റ് ഡെത്ത്സ് ഇപ്പം ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജ്വലനം ഞാൻ പറഞ്ഞല്ലോ പൊട്ടിത്തെറിച്ചാണ് മരിച്ചു പോകുന്നത്. ഇനിയിപ്പം നമ്മള് സൺ ഓഫ് അലക്സാണ്ടർ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു വരുന്ന ദേവ്ജിയുടെ പടം എടുക്കുകയാണെങ്കിൽ അതിലും ഇതുപോലെ തന്നെയാണ്. പക്ഷെ അത് സ്പീഡ് ആയിട്ടുള്ള, സ്പീഡ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ബോംബാണ്. അപ്പൊ അത് ബ്രേക്ക് ചവിട്ടാൻ പാടില്ല. പക്ഷെ പോകുമ്പോഴത്തേക്ക് പുള്ളിക്ക് എന്താ പറയുന്നത്, കാറിന്റെ ഇറങ്ങി ഡോറ് ചാടിയാ തുറന്ന് മതി. ചാടി ഒരു പെണ്ണുമ്പിള്ള അതിന്റെ ഇടയിൽ ലിഫ്റ്റ്
പുള്ളി മാറി നിൽക്കുക വേണ്ടപ്പോൾ അവളുടെ ഒരു ലിഫ്റ്റ് ഒക്കെ പൊട്ടിത്തെറിച്ചു. അപ്പൊ ഈ 2 എക്സ്പ്ലോഷന്റെ അകത്ത് തന്നെ ഇപ്പൊ ജ്വലനത്തിന്റെ അകത്ത് റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് പൊട്ടിത്തെറിപ്പിക്കുകയാണ്. ഇതിന്റെ അകത്ത് ബ്രേക്ക് ചവിട്ടിയാൽ പൊട്ടിത്തെറിക്കുന്ന വണ്ടി. എക്സ്പ്ലോഷനിൽ തന്നെ 2 ടൈപ്പ് എക്സ്പ്ലോഷൻ നിങ്ങൾ കണ്ടില്ലേ? മൂന്നാമത്തെ ടൈപ്പ് വേണമെങ്കിൽ സ്രാവിന്റെ അകത്ത് പുള്ളി വന്ദേ മാതരം എന്ന് പറഞ്ഞിട്ട് ടെററിസ്റ്റിനെ എക്സ്പ്ലോഡ് ചെയ്യുന്നു. പിടിച്ചോണ്ടാണ് മറിഞ്ഞ് വീണാണ് എക്സ്പ്ലോഡ് ചെയ്ത് ചാവുന്നത്. അത്രേ ഉള്ളൂ. എക്സ്പ്ലോഷനിൽ തന്നെ 3 ഇനി വെറൈറ്റി ഡെത്ത് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കകത്ത് കൂട്ടുകാർ സിനിമയില് പോലീസ് സ്റ്റേഷനിൽ വെച്ച് 3 മുറ പ്രയോഗിക്കുന്നതിന്റെ ഇടയിലാണ് പാവം പറയാൻ പറ്റാത്ത മധ്യഭാഗത്തിൽ ഇടികിട്ടുകയാണ് ദേവ്ജി മരിക്കുന്നത്. റെഡ് ഇന്ത്യൻസിന്റെ അകത്താണെങ്കിൽ ഷോക്ക് അടിച്ച് ദേവ്ജി മരിക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം മരണങ്ങൾ പാവം ദേവ്ജി. എന്താണേലും ഇപ്പൊ എന്റെ സാഡ്ലി. ഫസ്റ്റ് പടം അതെ ഫസ്റ്റ് പടം പുത്തൂരം പുത്രിയാണ്. ഇതില് തലവെട്ടിയാണ് ദേവ്ജീനെ കൊല്ലുന്നത്. അപ്പം അതുവരെ നമുക്ക് തോന്നും നമുക്ക് മമ്മൂക്കയുടെ വടക്കൻ വീരഗാഥയൊന്നുമല്ല ദേവ്ജിയുടെ വെടക്കൻ വീരഗാഥയാണ് അടിപൊളി എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നിങ്ങളില് പുത്തൂരം പുത്രി കാണാത്തവരെ പോയി കാണുക. കിണ്ണൻ ആക്ഷൻ സീക്വൻസുകളും കളരി അഭ്യാസ മുറകളും ഒക്കെ ഉണ്ട്. പിന്നെ ദേവ്ജി ഉണ്ട്, CR7 ഉണ്ട്, കുഞ്ചാക്കോ ഏഹ് ബോബനുണ്ട്. കുഞ്ചാക്കോ ബോബനുണ്ട്, വാണി വിശ്വനാഥ് ഉണ്ട്, ജോമോളുണ്ട്. ജോമോൾ. ജോമോളാണ് കുഞ്ചാക്കോയുടെ പേരല്ലേ? പേര് ഓക്കെ. ജസ്റ്റ് അപ്പൊ അത് കാണണം. പിന്നെ ഇതിലെ അരിങ് ഓർഡർ ആയിട്ട് നമ്മുടെ സ്ഫടികം ജോർജ് ആണ്. കണ്ടോ ഈ കോംബോ ഒക്കെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതാണ്. പിന്നെ ഒരു ഇതില് ത്രീസം സോങ്ങും ഉണ്ട്. സിദ്ദിഖിക്കയാണ്. ഇതൊന്നും പോരെങ്കിൽ പക്ഷെ നല്ല പാട്ടാ കേട്ടോ. ദേവ്ജീനെ വശീകരിച്ചു പക്ഷെ അവരും ചന്തുവാങ്ങളാന്ന് പറഞ്ഞു കളയും. അതാണ് ദേവ്ജി. തേനുള്ള പൂവിന്റെ നെഞ്ചിലെന്നോ അങ്ങനെന്തോ ആണ് ആ പാട്ട് തുടങ്ങുന്നത്. അല്ല ഹോണിപ്പാട്ടാണ്. പാട്ടിലുടനീളം അവര് ദേവ്ജീനെ ഇങ്ങനെ തേനുള്ള പൂവിന്റെ നെഞ്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഊഞ്ഞാലയിലൊക്കെ ഇരുത്തിയിട്ടൊക്കെ ലാസ്റ്റ് ചന്തുവാങ്ങളെന്ന് വിളിക്കുമ്പോ ഞാൻ പോള് പുല്ല് ഡിപ്രസ്ഡ് ആയിട്ട് പുള്ളി മറ്റേ അന്നത്തെ മറ്റേ ട്രാവൽ ബാഗ് ഉണ്ടല്ലോ സഞ്ചി അതൊക്കെ തൂക്കിയിട്ട് ഓ ഇറങ്ങിപ്പോകും പാവം. ഞാൻ പോണ് പുല്ല് ഒരുത്തി ചന്തുവാങ്ങളെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞിട്ട് പാതിരാത്രി കണ്ട തോടും പുഴയെല്ലാം നീന്തി കിടന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആട്ടി ഇറക്കി വിട്ടു. ഇവിടെ തേനുള്ള പൂവിന്റെ നെഞ്ചെന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരുത്തിയിട്ട് ചന്തുവാങ്ങളെന്ന് വിളിച്ച് അപമാനിക്കുന്നു. നമുക്ക് അങ്ങോട്ടുണ്ടല്ലോ ദേവ്ജിയോട് കഷ്ടം തോന്നും നമുക്ക്. ഒരു ഞാൻ മനുഷ്യനെ ഇങ്ങനെ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ആളല്ലേ അപമാനിക്കാൻ പാടുണ്ടോ പാവം ദേവ്ജി. അതുകൊണ്ട് ഞങ്ങൾ ഫുൾ ടൈം ദേവ്ജിയുടെ സൈഡായിരുന്നു കേട്ടോ. ഉണ്ണിയാർച്ചയുടെ ന്യായങ്ങളൊക്കെ കുറെ അതിൻ്റെ അകത്തൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യമില്ലാതെ പ്രതികാരവും വെക്കും. ദേവ്ജിയാണ് പ്രതികാരം ചെയ്യേണ്ടത് അല്ലേ? ആ കറക്റ്റ്. മറ്റേ പാവം തേനുള്ള പൂവിന്റെ അകത്ത് ഏതെങ്കിലും ഒരു പുള്ളിക്കാരിയായിട്ട് ഒരു കുടുംബമൊക്കെ ആയി സെറ്റായി ആകണ്ടായിരുന്നു. കുഞ്ചാക്കോനെ കഷ്ടമുണ്ട്. പോലെ ഒരു ആരോമെല്ലാം വളർത്തിയിട്ട് ഉണ്ണിയാർച്ചക്കെതിരെ വേണമായിരുന്നു പുള്ളി പ്രതികാരം ചെയ്യാനായിട്ട്. നമുക്കങ്ങനെ തോന്നും. ഈവൻ ഇപ്പൊ MT വടക്കം വീരഗാഥ എഴുതി വെച്ചിരിക്കുന്നത് ചന്തുവിനോട് ഇത്തിരി നമുക്കൊരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള രീതിയിൽ ചന്തുവിന്റെ ആ ഇത് പറഞ്ഞുകൊണ്ടാണ്. അതെ അതെ. പക്ഷെ അതില് മമ്മൂക്കയുടെ ക്യാരക്ടറിനോട് പോലും എനിക്ക് ഇത്രയും സഹതാപം എനിക്ക് ദേവ്ജീനെ കണ്ടപ്പോഴാണ് ശരിക്കും ചന്തുവിന്റെ ഫീലിങ്സ് മനസ്സിലായത്. അപ്പം യെസ്. അതാണ് യാ, യാ. അപ്പം പിന്നെ കണ്ടിരിക്കണം നിങ്ങള്. ഉണ്ണിയാർച്ചയ്ക്ക് സ്പെഷ്യൽ എബിലിറ്റീസ് ഒക്കെ ഉണ്ട്. പുള്ളിക്കാരിക്ക് ഇങ്ങനെ ചുണ്ട് ആരെങ്കിലും പുള്ളിക്കാരിനെ മറുമുറുക്കാൻ. ഒളിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ അന്നേരം റെഡ് ലൈറ്റ് ഫ്ലാഷ് ചെയ്യും ഓ ലിറ്ററലി. അതുമുണ്ട്. ശരിയാണ്. കറക്റ്റ്. അങ്ങനെയാണ് ദേവ്ജി മതിലിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കുന്നത്. ഞാനിത് വഴി പോയപ്പോ വെറുതെ കേറിയതാ. അതെ. അല്ല അതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? ദേവ്ജിയുടെ ഏയ്. മുറപ്പെണ്ണല്ലേ? ഉം. മുറപ്പെണ്ണ് എന്താ പറയുക അത് അതൊരു പാവം ദേവ്ജി അതില് ആക്ച്വലി അങ്ങനത്തെ ഒരു സീക്വൻസ് മറ്റേനകത്തിലില്ല. മറ്റേ ചന്ദനലേപ സുഗന്ധം പാട്ടിനകത്തില് മമ്മൂക്ക ഇങ്ങനെ കൊളക്കടവിൽ കൂടെ നടക്കുന്നുണ്ടല്ലോ. അതിന് കുഴപ്പമില്ല. കുഴപ്പമില്ല. അതിനാർക്കും പ്രശ്നമില്ല. പാവം ദേവ്ജി അവിടെ പോയി മതിലിന്റെ അപ്പുറം ഒളിഞ്ഞിരുന്നതിനാണ് ഇതാ ഞാൻ പറഞ്ഞേ. ഇങ്ങനെയുള്ള എന്ത് ഓരോ കാര്യങ്ങൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് ദേവ്ജിയോട് പാവം തോന്നും. ചന്തുവിന്റെ സൈഡിലേ നമുക്ക് നിക്കാൻ തോന്നത്തുള്ളൂ. മറ്റേതിന്റെ കറക്റ്റ്. അകത്ത് പോലും തോന്നുകയില്ല നമുക്ക്. അത് ഇതില് സിദ്ദിഖാണ് ഇതില് നമ്മുടെ സുരേഷ് ഗോപിയുടെ റോൾ ചെയ്യുന്നത്. ആ കറക്റ്റ് കറക്റ്റ്. ആ മറ്റേ ആ, അയ്യോ എന്തായിരുന്നു അത്? അതല്ലേ ആരോമൽ. ആ ക്യാരക്ടർ ആരോമൽ എന്നല്ലേ പേര്?
ആ ക്യാരക്ടറ് ആ ആരോ ക്യാരക്ടറാണോ ആരോമൽ? ആരോമൽ ചേകവറാണ് സിദ്ദിഖ്. യെസ്. ഓ, ഇത് ആരോമൽ ഉണ്ണിയാണോ മറ്റവൻ? കുഞ്ചാക്കോവൻ കുഞ്ച് ആരോമൽ ഉണ്ണിയാണ്. യെസ്. കുഞ്ചാക്കോ ആ. ഉണ്ണിയാണ്. ഏഹ്, കണ്ടാലും ഉണ്ണി. ആ കണ്ടാലും ഒരു ഉണ്ണിലുക്കാണ്. അതെ. പാവം അല്ലേ? പൊടിമീശ ടീൻ മുളയ്ക്കാത്ത എനിക്ക് തോന്നുന്നു പ്രായത്തില് പുള്ളിയുടെ ആ ഒരു ടീനേജോ അല്ലെങ്കിൽ ഏർലി 20സിലുള്ള പടം ആകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം അത്രേ ഉള്ളൂ. ഉം. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ അത്ര ഒരു 15 to 18 പറയത്തുള്ളൂ. ഭയങ്കര കുഞ്ഞു കണ്ണാപ്പി ചെക്കന്റെ കൂട്ട് തോന്നും. പക്ഷെ മമ്മൂട്ടിയുടെ ചന്തുവിനെ പോലെയല്ല, ദേവ്ജിയുടെ ചന്തു ഇത്തിരി ടെററാണ് കേട്ടോ. കണ്ണൊക്കെ ചുമപ്പിച്ച് ഒരു ഒരു Yeah. ഇച്ചിരി ടെറർ ലുക്കിലാണ് പുള്ളി വരുന്നത്. കറക്റ്റ്. എന്താണേലും അപ്പൊ അതാണ് പുത്തൂരം പുത്രി. നിങ്ങൾ കണ്ടിരിക്കണം തീർച്ചയായും. വളരെ ഐക്കോണിക് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. ഞാനിതിലേ പോയപ്പോ പിന്നെ പിന്നെ വരാണ്ട് എന്നോ പിന്നെ അന്ന് അതിലെന്തായിരുന്നു ലിറ്ററലി പറയാം, നമ്മളീ പിന്നെ ചെയ്യാണ്ട് പിന്നെ കാണാണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ആ ഒറിജിനൽ ഡയലോഗ് മറന്നുപോയി. ഒറിജിനൽ എന്താണ്? പിന്നെ പിന്നെ വരാണ്ടെന്നാന്ന് തോന്നുന്നു. അതായത് അങ്ങനെ എന്തോ എന്തോ ആ എന്തോ ആ, വീട്ടിലോട്ട് വിളിക്കുമ്പോഴത്തേനും പിന്നെ വരാണ്ടെന്ന് അങ്ങനെ ആ പറയുന്നതാണോ? അങ്ങനെ എന്തോ അങ്ങനെ എന്തോ ആണെന്ന് പറയുന്നത്. എന്തോ ഇതാണ് എന്താണേലും. അപ്പൊ അത് നിങ്ങൾ കാണണം തീർച്ചയായും. യെസ്. അപ്പം കുമാരി പറയൂ, കുമാരിയുടെ സെക്കൻഡ് ചോയ്സ് എന്താണ്? ഐ മീൻ എന്റെ ഫസ്റ്റ് ചോയ്സ് എന്താണ്? ഫസ്റ്റ് ചോയ്സ് നമ്മുടെ ഒരു ഹൊറർ കൊമഡി അല്ല. പക്ഷെ നമുക്ക് കൊമേഡി ആയിട്ട് തോന്നും. ഹൊറർ ഉം. ഹോണി അല്ല, ഹൊറർ ഹൊ- റൊമാൻറ്റിക് പടമാണ്. ആണോ? അല്ല, Yeah. ഹൊറർ ഹോണി വേറൊരു സാധനമുണ്ട്. അത് ഇച്ചിരി അല്ല, ഇച്ചിരി അത് അങ്ങോട്ട്. അതിന് പറ്റിയ ഒരു ഒരു ആളെ കൂടെ കൊണ്ടുവരണം അതിന്. അത് യെസ്, ഞങ്ങളൊരു യെസ്. സെപ്പറേറ്റ് ഇതായിട്ട് ചെയ്യാന്ന് ഓർത്തു. അല്ല, അടുത്ത പാർട്ടിലോ വല്ലതും ചെയ്യാന്ന് ഓർത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഉം. ഇത് 1990 ഇറങ്ങിയ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന നമ്മുടെ ഓ, ദേവ്ജിയുടെ പടമാണ്. ഇച്ചിരി ഓൾഡ് തിരിച്ച് പടമാണ്. ബട്ട് പുള്ളിയെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. സുന്ദരൻ അതിനകത്ത് കാണാൻ. നൈസാണ് പുള്ളിയെ കാണാൻ. ഇതില് ഏഹ്, ലിറ്ററലി എന്ന് വെച്ചാൽ സുന്ദരൻ ടു ദ ലെവൽ വേർ ഈവൻ ബ്രഹ്മരക്ഷസ് കാണ്ട് എന്താ പറയുന്നത്, എന്നാ ഇഗ്നോർ ഹിസ് ചാം. റെസിസ്റ്റ് ഹിസ് ചാം. ആ, അതെ, 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 അതെ അതെ. അതെ. അത് ഒരെണ്ണം അല്ല, രണ്ടെണ്ണം. 2 രക്ഷസ് രണ്ടെണ്ണം. ഉണ്ട്. രണ്ടെണ്ണം. അത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇല്ല, ഇല്ല. ഒരിക്കലും കാര്യം പറ്റില്ല. ദേവ്ജി അത്രയും ഗ്ലാമറാണ്. ദേവ്ജിനെ ആ. ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു സ്മൈലൊക്കെ ഉണ്ട്. ഒരു 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 എന്താ പറയുന്നത്, റൊമാൻറ്റിക് സ്മൈലുണ്ട് ദേവ്ജിയുടെ. ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. റൊമാന്റിക് ഹോണി സ്മൈലും ഉണ്ടെന്ന്. പുള്ളി ഏഹ്. കടപ്പുറത്ത് പോയിരുന്നിട്ട് പുള്ളിക്കാരി നമ്മുടെ ഫസ്റ്റ് ബ്രഹ്മരക്ഷസിനെ റൊമാൻസ് ചെയ്യുന്നുണ്ട്. റൊമാൻസ് ചെയ്യുമ്പോ പുള്ളി ഇങ്ങനെ മൗനത്തിൻ ചിറകിൽ പറന്നുയർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആദ്യം ഒരു ചെറിയ സ്മൈൽ, പിന്നെ ഒന്നും കൂടെ ഒരു വലിയ സ്മൈൽ, അങ്ങനെ സ്മൈൽ ചെയ്യുന്നുണ്ട്. ഹോണി ആയിട്ടും ഒരു റൊമാൻറ്റിക് ആയിട്ടും ഒക്കെ. ആ. അതൊക്കെ കണ്ട് എന്റെ ദൈവമേ! ബ്രഹ്മരക്ഷസിന് ബേബിയുടെ ബ്രഹ്മരക്ഷസ് ഉണ്ടാവാഞ്ഞത് ഭാഗ്യം. പ്രേതായതോണ്ടേ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ യാ. ദേവ്ജിക്ക് വേണമെങ്കിൽ ഇപ്പം വടക്കൻ വീരഗാഥ പുത്തൂരം പുത്രിയായിട്ട് ചെയ്ത പോലെ ഭാർഗവി നിലയം വേണമെങ്കിൽ, ഇത് ദേവ്ജിയുടെ ഭാർഗവി നിലയമാണോ ആ, ഇന്നസെൻസ്? അറിഞ്ഞൂടാ. ആയിരിക്കാം. ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ആയിരിക്കാം. ഇതില് രണ്ട് ഭാർഗവി കുട്ടിമാരുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതെ. ശരിയാണല്ലേ. ബ്രഹ്മരക്ഷസുകളായിട്ട്. ആ, ഏകദേശം അതുപോലത്തെ ഒരു കഥയാണ്. കാരണം ഭാർഗവീ നിലയത്തിന്റെ അകത്തില് ഈ ബ്രഹ്മരക്ഷസിന്റെ അകത്തിലെ ബ്രഹ്മരക്ഷസിനെ ആക്ച്വലി അസോൾട്ട് ചെയ്തിട്ട് നമ്മുടെ ലാലു അലക്സ് ആണ് ഇതിനകത്തിലെ വില്ലൻ. ആ, അതെ. സോ ലാലു അലക്സും ഗ്യാങ്ങും കൂടെ അസോൾട്ട് ചെയ്തിട്ട് പുള്ളിക്കാരിയെ കൊല്ലുന്നതാണ്. അപ്പൊ ആ ഒരു ഫിസിക്കൽ അസോൾട്ട് പരിപാടി ഒഴിച്ച് നിക്കെ ആ, നോക്കുമ്പോ ദേവ്ജി ആ വീട് വാങ്ങിക്കുന്ന വാങ്ങിക്കുക. അല്ലേ? അതെ, ഓ, അതെ. അപ്പൊ മറ്റേതുപോലെ ശരിയാ, തന്നെ. ദേവ്ജിയുടെ ഭാർഗവി നിലയായത്. കറക്റ്റ്. മറ്റേതുപോലെ തന്നെ. അതാ ഞാൻ മറ്റേതില് പറഞ്ഞത്. വാടകയ്ക്ക് താമസിക്കാൻ വരുന്നു, ഇതില് ആ, ദേവ്ജി ആ വീട് വാങ്ങിച്ച്. വരുന്നു. കാര്യം ലാലു ഉം. അലക്സ് എങ്ങനെയാലും ഈ വീട് തലേന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് ആർക്കെങ്കിലും വിൽക്കാന്നുള്ള ക്യാമ പ്ലാനിലാണ്. ആ വരുന്നത്. പക്ഷെ സെയിം ആണ്. ശരിയാ. എന്നിട്ട് ആ പ്രേതത്തിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. ആ, ഇതിനകത്തിലാണെങ്കില് രാത്രിയില് പുള്ളിക്കാരി അവിടെ ഇരുന്ന് വീണ വായിക്കുമ്പോ എന്തിനാ വന്നേ? ആരാന്ന് പോലും ചോദിക്കത്തില്ല. ഏതോ റാൻഡം ഡ്യൂഡൊക്കെ അല്ല, ഒരു ലേഡി അവിടെ വന്നിരിക്കും. പക്ഷെ ദേവ്ജിക്ക് അതൊന്നും പ്രശ്നമില്ല. ദേവ്ജിക്ക് പെണ്ണാണോ? അത് പ്രശ്നമല്ല. അപ്പൊ ആദ്യത്തെ ബ്രഹ്മരക്ഷസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരുടെ കൂട്ടുകാരി വരുന്നുണ്ട്. കൂട്ടുകാരിയായിട്ടാണ് പിന്നീട് അല്ല, അത് ദേവ്ജി. പുള്ളി റോങ് ആയിട്ടൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെ മറ്റേ പുള്ളി അവിടെ ഇരുന്നിട്ട് മറ്റേ പ്രകായ ചെയ്തിട്ട് പോയിട്ട് മറ്റേ ബ്രഹ്മരക്ഷസിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് കൂടെ ചെറുതായിട്ടൊന്ന് കിടക്കുന്നത്. ഐ മീൻ ജസ്റ്റ് ലിറ്ററലി ചുമ്മാ കെട്ടിപ്പിടിച്ച് ആ, കിടക്കത്തേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും അതെ. ചെയ്യും തോന്നുന്നു. പുള്ളിയുടെ പുള്ളിയുടെ മെയിൻ ആയിട്ട് മറ്റേ ആദ്യത്തെ ബ്രഹ്മരക്ഷസ് ആണ്. പക്ഷെ ഈ ഏഹ്, പുള്ളിക്കാരി ഹെൽപ്പ് ചെയ്യാൻ വരും.
അത് യെസ്. ആദ്യം വരുമ്പത്തേക്ക് ഏതാണ്ട് അവിടത്തെ ഏതാണ്ട് അപ്പുറത്തെ ഇല്ലത്തെയാന്നൊക്കെ പറഞ്ഞോണ്ടാണല്ലേ വരുന്നേ. നീ ഇല്ലത്തെ എന്താ ഇവിടെന്നൊക്കെ വേലക്കാരിയാന്ന് തോന്നുന്നു. ചോദിക്കുന്നത്. നീ ഏതാടി ആ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് നീ ഏതാണ്ടി നായനല്ലേ. പുള്ളിക്കാരി എന്തോ ഞാൻ തൊട്ടപ്പുറത്തെ ഇല്ലത്തെ ഈ പുള്ളിക്കാരി ആദ്യം വേറെന്തോ പറയുന്നത് അല്ലേ. ഞാൻ ആ. ഇവിടെയൊക്കെ ഉള്ള എന്തോ ഞാൻ ദൂരേന്ന് വരുന്നതെന്നോ പഴയ വരുന്നാന്ന് രാത്രിയില് അന്തേവാസിയാന്നോ. കേറിയതാന്നോ എന്തോ അങ്ങനത്തെ എന്തോ റാൻഡം ഷിറ്റ് ഒക്കെ പറയും. പിന്നെ ഒന്നിച്ച് രാത്രി ഒന്നിച്ച് കിടന്ന് എല്ലാ ഡിങ്കോൾഫി എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ചോദിക്കും, "നീ സത്യം പറ, നീ ബ്രഹ്മരക്ഷസ് എല്ലാം കഴിഞ്ഞിട്ട്." പിന്നെ കഴിയുന്നതിന് മുന്നേ അതൊന്നല്ല പുള്ളിക്ക് ആദ്യമേ മനസ്സിലായി. പിന്നെ പാവം ദേവ്ജിയുടെ ചാമിനെ റെസിസ്റ്റ് ചെയ്യാൻ ബ്രഹ്മരക്ഷസിന് പറ്റില്ലല്ലോ. അപ്പം എന്താ ചെയ്യാ. റൈറ്റ്. കഷ്ടം തന്നെ. അങ്ങനെ. പക്ഷെ ക്ലൈമാക്സില് നമ്മുടെ ബാലൻ കെ നായർ ഒരു മന്ത്രവാദിയായിട്ട് വരുന്നുണ്ട്. ഓ യാ 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 ആൻഡ് കറക്റ്റ്. ബ്രഹ്മരക്ഷസിനെ അടക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഡെഡ് ബോഡിയൊക്കെ കൊണ്ടുവന്ന് എന്തോ ശവപൂജ ചെയ്യുന്നു. മറ്റേ ഇതിന്റെ അകത്ത് മറ്റേ ദിഗംബരന്റെ പടത്തിന്റെ അകത്ത് ശവപൂജ ചെയ്യുന്ന പോലെ ഇതിലൊരു ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ബ്രഹ്മരക്ഷസിനെ അടക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരി ഒരു വലിയ അസ്ഥികൂടൊക്കെ ആയിട്ട് പുള്ളിനെ ചവിട്ടി ഈ പഞ്ചറാക്കുന്നുണ്ട്. നല്ല രസമാണ് അതിന്റെ അല്ല, ക്ലൈമാക്സ് ഒക്കെ കാണാൻ. ആക്ച്വലി ഇതൊരു ഭയങ്കര എൻജോയബിൾ ഹൊറർ ഫിലിം ആയിരുന്നു. ആക്ച്വലി ഉണ്ടല്ലോ, നമുക്കങ്ങനെ പന്ന പടാണെന്ന് പറയാനും ഇല്ല പറ്റത്തില്ല. നല്ല അതൊരു പടമാണ്. നല്ല പടമാണ്. അത് കണ്ടോണ്ടിരിക്കാൻ ഒരു അത്യാവശ്യം നല്ല പടമാണ്. ഒരു പ്രോപ്പർ വില്ലൻ ഉണ്ട്. ഒരു നല്ല കഥയുണ്ട്. ആം, പിന്നെ നല്ല പ്രേതങ്ങൾ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന പ്രേതങ്ങളുണ്ട്. പിന്നെ ഉം. നല്ലൊരു ഹീറോയും ഉണ്ട്. നല്ല അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര നല്ലതാണ്. അത്യാവശ്യം ഡെവലപ്മെന്റ് ഉണ്ട് കഥയില്. പിന്നെ നമ്മൾ ഇപ്പത്തെ കാലത്തിരുന്ന് കാണുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. പക്ഷെ ഇത് ആദ്യം ഇറങ്ങിയ ഗ്രൂപ്പിലുള്ള പടമായതുകൊണ്ട് ഇത് ഒറിജിനൽ ആണല്ലോ ഇൻ എ വേ. നമ്മള് ഉം. കണ്ടിട്ടുള്ളത് പിന്നീട് വന്ന കഥകളാണല്ലോ. അപ്പം അതെ. ദിസ് ഈസ് വൺ ഓഫ് ദ ഒജി എന്താണ് ഗോസ്റ്റ് ഫിലിംസ്. അപ്പൊ അത് എനിക്ക് ആക്ച്വലി ഇത് ഭയങ്കര നല്ല പടം. ബ്രഹ്മരക്ഷസ് അത്യാവശ്യം നല്ല പടമാണ്. പിന്നെ ഇച്ചിരി ദേവ്ജിയുടെ ഇച്ചിരി നോട്ടിനെസ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ദേവ്ജി ഇച്ചിരി ഇത്തിരി ഹോണിയാണെന്നേ ഉള്ളു. വേറെ കുഴപ്പമൊന്നുമില്ല. അതെ അതെ. വേറെ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പടം വക നല്ലതാണ്. സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ദേവ്ജീനെ കാണാൻ വേണ്ടി തന്നെ കാണാവുന്ന ഒരു പടമാണ്. ഷോർട്ട് ഫിലിമാണ് കേട്ടോ. നമുക്കിത് ഒത്തിരി ലോങ് പടമല്ല. പെട്ടെന്ന് തീരും. ഞങ്ങളിത് കണ്ടോണ്ടിരുന്നപ്പോ ഞങ്ങള് പറയുകയും ചെയ്തു. ഒരു 1 1/2 അവർ, 145 അത്രയും കണ്ട് ഒരു ചെറിയ പടമാണിത്. പെട്ടെന്ന് അങ്ങ് തീരുകയും ചെയ്യും. അത് അവസാനം ദേവ്ജി പാവം എവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ പുള്ളിക്കാരി അങ്ങ് നടന്നു പോകും. നിങ്ങൾ ജീവിച്ചോളാൻ പറഞ്ഞോണ്ട്. അതെ. ദേവ്ജി ഫ്രീ കഷ്ടം. ആയി. ദേവ്ജിക്ക് കുടുങ്ങണ്ടേ വന്നില്ല. ദേവ്ജി വിചാരിച്ച് സർപ്രൈസിംഗലി ഇതിൽ ദേവ്ജി ഡെഡ് ആയില്ല. ഈവൻ ഇല്ല ദോ ഹി ഇല്ല. ഡേറ്റഡ് എ ബ്രഹ്മരക്ഷസ്. അതാണ്. Yeah, you know, അതാണ് അപ്പം പുള്ളിയുടെ പെവർ. അപ്പൊ ദേവ്ജി മരിക്കാത്ത പടങ്ങളൊക്കെ ഞങ്ങക്ക് എക്സ്ട്രാ ഹാപ്പി ആയിട്ടുള്ള ഒരു അനുഭവമായതുകൊണ്ട് ഇതും തീർച്ചയായും. നല്ലൊരു. ഇത് പുള്ളി ഒരു ഹിസ്റ്റോറിയനോ അങ്ങനെന്തോ ആണ്. എന്നിട്ട് ഹിസ്റ്റോറിയൻ ആർക്കിയോളജിസ്റ്റോ അങ്ങനെന്തോ ഒരു സാധനം കൂടെയാണ്. അത് അത് തപ്പിയും പക്ഷെ കൂടെയാണ് പുള്ളി അത് അത്യാവശ്യം വാങ്ങിക്കുന്നത്. ആ. മന്ത്രവിദ്യകളൊക്കെ അറിയാവുന്ന ഒരാളും കൂടെയാണ്. പരകായ എന്തോ എന്തോ ഇതൊക്കെ അതെ, ചെയ്യുന്നു. അതെ, അതെ, പരകായ അതെ. കറക്റ്റ്. പരകായയോ ഏതാണ്ടൊക്കെ എന്തോ മന്ത്രമൊക്കെ ചെയ്യുന്നുണ്ട്. ഉണ്ട്. യെസ്, യെസ്. നല്ല രസമുള്ള എനിവേസ് ഒരു പടമാണ്. അതാണ് ഇപ്പം ബ്രഹ്മയക്ഷസ് കുമാരിയുടെ. ആണ് എന്റെ ഫസ്റ്റ് ഫിലിം. നിങ്ങള് ആ, ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്കൊരു 1 അവർ ടൈം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റിയ ഒരു ഫൺ എന്റർടൈനിങ് ഫിലിം ആയിരിക്കും അത്. പോയി അതെ. കാണുക. യെസ്. പുത്തൂരം പുത്രിയുടെ അത്ര എന്റർടൈനിങ് ലെവൽ വരില്ല. പക്ഷേ ഉണ്ട്, ഉണ്ട്. എന്റർടൈനിങ് ആണ്. അത് അത്രയില്ല. ബട്ട് ഉണ്ട്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഉത്തരംപുത്രി ഇച്ചിരി ഇച്ചിരി ലോങ് ആണ്. അതിനകത്ത് കഥകൾ ഒത്തിരി ഉണ്ടല്ലോ. പക്ഷെ ഇത് കുറച്ചുകൂടെ ഷോർട്ട് ഫിലിമാണ്. അതാണ് ഇതിന്റെ പുത്തൂരം ഭംഗി. പുത്രിയുടെ സ്കിപ്പ് എന്റർടൈൻമെന്റ് ലെവൽ വേറൊരു സ്റ്റൈലും കൂടെയാണ്. ഇത് നല്ല റൈറ്റ്. പടമാണ് ആക്ച്വലി. പുത്തൂരം അതെ, അതെ, പുത്രി അതെ. പോലത്തെ എന്റർടൈൻമെന്റ് അല്ല. അല്ല, 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 അല്ല. ഇത് നല്ല അപ്പം പടമാണ്. യെസ്. ലാലു അപ്പം അലക്സിന്റെ പേടി ലാലു അലക്സ് രാത്രിയിൽ പാവം എന്താ ഫസ്റ്റ് നൈറ്റിന് ഇച്ചിരി ഓ നോട്ടി ആവാതെ അതൊക്കെ ഇത്തിരി ഭീകരമാണ്. പുള്ളി വിചാരിക്കും പാവം. എന്റെ വൈഫ് അതിനെ ഒന്ന് കെട്ടിപ്പിടിക്കാം ഒരു ഉമ്മയൊക്കെ കൊടുക്കാന്ന് വിചാരിച്ച് അത് അങ്ങോട്ട് തിരിയുമ്പോഴത്തേനും ഓ മൈ ഗോഡ്. അവിടെ ഈ ഓ മൈ സ്വർഗത്തിലെ ഗോഡ്. കട്ടുറുമ്പ് എന്നൊക്കെ പറയുന്ന പോലെ സ്വർഗത്തിലെ ബ്രഹ്മരക്ഷസായിട്ട് വന്ന് ഓ അയ്യോ അത് മുഖമൊക്കെ അല്ലേ പുള്ളി ആ ഇച്ചിരി ഭീകരം. ഞെട്ടുന്നതൊക്കെ. ഓ ഉം. അത് ഇത്തിരി പിന്നെ ടെററാണ് അതൊക്കെ. സ്കെലിട്ടൻ തൂങ്ങി ആടി പേടിപ്പിക്കുന്നത് അങ്ങനത്തെ മനോഹരമായിട്ടുള്ള കുറെ ക്ലൈമാക്സിൽ കാര്യങ്ങൾ. ഒരു ജൈക്കാൻഡിക് സ്കെലട്ടൺ ഒക്കെ വരുന്നൊക്കെ ഉണ്ട്. അതൊക്കെ പൊളിയാണ്. കാണണം നൈസാണ്. ഡെഫിനറ്റ്ലി. നിങ്ങൾ ഡെഫിനറ്റ്ലി പോയിട്ട് ചെക്ക് ഔട്ട് ചെയ്യണം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം. അതെ. ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് ഫിലിം ഇൻ എ വേ. ഉം. നമുക്ക് ഇപ്പൊ കാണുമ്പോ ഇച്ചിരി റെപ്പിറ്റേഷൻ ഒക്കെ തോന്നും. പക്ഷെ ഇതൊരു OG ഫിലിമാണ്. അന്നത്തെ കാലത്തെ ആദ്യ പ്രേതപ്പടങ്ങളുടെ പാറ്റേൺ ഒന്ന് ഫോമായി തുടങ്ങുന്ന സമയത്തുള്ള പടങ്ങളിലൊന്നാണ്. സോ ഡെഫിനറ്റ്ലി യു ഷുഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഉം. ഇപ്പം എൻ്റെ അടുത്ത പടം എന്ന് പറയുന്നത് ഇത് ആഹ്, നല്ലൊരു പടമാണ് ആക്ച്വലി. നല്ല പടമാണ്.
അതായത് എം.ടി. വാസുദേവൻ നായരുടെ തിരക്കഥയിൽ വന്ന ഒരു സിനിമയാണ്. ആരണ്യകം എന്നാണ് ഈ സിനിമയുടെ പേര്. ഇതില് ദേവ്ജി ആണോ ലീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവ്ജി അല്ല ലീഡ്. പക്ഷേ ദേവ്ജി ആണ് ലീഡ്. കാര്യം ഇതില് നമ്മുടെ അനുരാഗ് സിംഗം വിനീത് ഏട്ടനുണ്ട്. വിനീതുണ്ട് ഇതിന്റകത്ത്. വിനീതിന്റെ ഒരു ഒരു യങ് വിനീതാണ്. വളരെ ഒരു ടീനേജ് പ്രായത്തിലൊക്കെ ഉള്ള ഒരു ഓഹ്! ഒരു വിനീതാണ്. ഇതിനകത്തില് ദേവ്ജി അല്ല ഹോണി. ആ അതെ. മനോഹരനായിട്ടല്ല, മോഹനേട്ടനായിട്ട് വരുന്ന വിനീതാണ് ഹോണി. മോഹനേട്ടൻ എന്നാണ് ഏഹ്, മോഹനൻ എന്നാണ് വിനീതിന്റെ പേര്. അപ്പൊ ഇതിലാണ് മറ്റേ പാട്ടുള്ളത്. മറ്റേ എന്തായിരുന്നു ഒളിച്ചിരിക്കാൻ. "ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊതുക്കി വെച്ചില്ലേ." ആ, നല്ല ആ, പാട്ടാണ്. ഭയങ്കര നല്ല ഫേമസ് പാട്ടാണ്. ആയിട്ടുള്ള ഒരു പാട്ടാണ്. യെസ്. ആ. പക്ഷെ ഇതില് മെയിനായിട്ട് അതായത് നമ്മുടെ ഞാനിത് കണ്ടോണ്ടിരുന്നപ്പം കുമാരിയോട് പറഞ്ഞു, ഓം ശാന്തി ഓശാന ഈ പടം കണ്ടിട്ടാണോ നമ്മുടെ ജൂഡ് എടുത്തത് എന്നെനിക്ക് തോന്നി. കാര്യം ഇതിലെ നായിക ഒരു ഓം ശാന്തി ഓശാനയിലെ നസ്രിയാണ്. അതായത് ആഹ്. പഴയ കാലത്തെ നസ്രിയ ആക്കിക്കൊണ്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് പുള്ളിക്കാരുടെ ആക്ടിവിറ്റീസ് ഒക്കെ അതുപോലെയാണ്. ഭയങ്കര ക്യൂട്ട്സ്. ചുട്ടിത്തനം, യാഹ്. ക്യൂച്ചി പയ്യാണ് അതില്. അതെ, അതെ, അതെ. ചുട്ടിത്തനവും ആ. കുട്ടിത്തനവും ഒക്കെ ഉള്ള. അത് മാത്രല്ല പുള്ളിക്കാരി അന്നത്തെ ഒരു സോഷ്യൽ നോർംസും നമ്മുടെ ആ ഒരു സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഡ്രസ്സ് ധരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം. അല്ലെങ്കിൽ ദേ ആർ എക്സ്പെക്ടഡ് ടു ഗെറ്റ് മാരീഡ് ടു എ പേഴ്സൺ. അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു സോഷ്യൽ കൺസ്ട്രക്ട്സിനെയൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് എന്താണ് പുള്ളിക്കാരി അതിനെയൊക്കെ അതിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയെ നാട്ടുകാരെല്ലാം ഭ്രാന്തി എന്നാണ് വിളിക്കുന്നത്. സോ അതെ. അമ്മിണി രസകരം. എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പേര്. അതെ, അതെ. 16 വയസ്സുള്ള ഒരു ബാലികയായിട്ടാണ്. അപ്പം പുള്ളിക്കാരിയുടെ എന്താ പറയുന്നേ, ഒരർത്ഥത്തിൽ നോക്കിയ ഒരു കമ്മിങ് ഓഫ് ഏജ് അതെ, പടം അതെ, അതെ. എന്നൊക്കെ പറയാവുന്ന രീതിയിൽ പറയാം. പുള്ളിക്കാരിയിലൂടെയാണ് കഥ പോകുന്നത്. പുള്ളിക്കാരിയാണ് അതിലെ എന്താ പ്രൊട്ടഗണിസ്റ്റ്. ഫൈൻഡിങ് നീമോ എന്ന് പറയുന്ന പോലെ ഫൈൻഡിങ് ദേവ്ജിയാണ് ഈ പടത്തിന്റെ ഒരു അതെ. സോഴ്സ്. ഫൈൻഡിങ് ദേവ്ജി, അമ്മിണി ഫൈൻഡിങ് ദേവ്ജി യാഹ്. എന്നുള്ള രീതിയിലാണ്. ഞങ്ങള് ഈ ആരണ്യകം ആക്ച്വലി ഞങ്ങളുടെ വിരാട്ടപർവം എപ്പിസോഡിന്റെ അകത്ത് ഞങ്ങള് മെൻഷൻ ചെയ്തായിരുന്നു. ആക്ച്വലി ഇതിനൊരു നക്സലൈറ്റ് ആയിട്ട് ദേവ്ജി വരുന്നതെന്ന്. ആ. എനിക്ക് ആക്ച്വലി ഈ പടത്തിനൊരു സെപ്പറേറ്റ് എപ്പിസോഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ദേവ്ജി പടങ്ങളായതുകൊണ്ടും ഇതൊരു നല്ല പടമായതുകൊണ്ടും ഇങ്ങനെ ഈ ക്ലാസിക്സിൽ ഉൾപ്പെടുത്താമെന്ന് ഞങ്ങൾ ഓർത്തു. കാരണം ഇതൊരു ക്ലാസിക് പടമാണ്. ദേവ്ജിയുടെ വൺ ഓഫ് ആക്ച്വലി ദി ഒരു ബെസ്റ്റ് ക്ലാസിക്കാണ്. പടമാണ്. ആ, ശരിക്കും ക്ലാസിക് ആണ്. യെസ്. മറ്റേത് കൾട്ട് ക്ലാസിക്, ഇത് ഒറിജിനൽ അതെ. ഇത് ക്ലാസിക്. ഒറിജിനൽ ക്ലാസിക്. നല്ലൊരു പടമാണ് ആക്ച്വലി. അതെ. എം.ടി. ഇപ്പം വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയണ്ട. ആ, കുറെ അതെ. കാര്യങ്ങൾ ആക്ച്വലി ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സോഷ്യൽ കൺസ്ട്രക്ട്സിന്റെ കാര്യങ്ങളല്ലാതെ തന്നെ ആം, ആനിമൽ സ്റ്റഫിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. ഉം. ഇതിനകത്തില് ഒരു ഇങ്ങനെ ഹൈ കാസ്റ്റിലുള്ള ഒരു ആൾക്കാരുണ്ട്. അവരുടെ ഫാമിലിയിലുള്ളയാണ് ഈ പെൺകുട്ടി. അപ്പൊ അവര് ഹണ്ടിങ്ങിന് പോയിട്ട് ഈ ആനിമൽസിനെല്ലാം സ്റ്റഫ് ചെയ്ത് അവരുടെ വീട്ടിൽ വെച്ചിട്ട്, അപ്പൊ അതിന് അഗൈൻസ്റ്റ് പറയുന്നുണ്ട്. സോഷ്യൽ ക്ലാസുകൾക്ക് അഗൈൻസ്റ്റ് ഉള്ള അതാണ്. പുള്ളി നക്സലാണല്ലോ. അപ്പൊ ഉം. എന്താ ലോവർ കാസ്റ്റിന് അനുഭവിക്കേണ്ടി വരുന്ന കുറെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അവരെങ്ങനെയാണ് മിസ്ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. കേരളത്തിലെ അന്നത്തെ ആ ഒരു കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. ഈ അതെ. ക്ലാസ് ഡിവിഷൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒപ്രഷൻ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി പറഞ്ഞു വന്ന ഒരു പടമാണ്. ആ, നെടുമുടി വേണു ആണ് ഇതില് പുള്ളിക്കാരിയുടെ മുത്തശ്ശനായിട്ടാണെന്ന് തോന്നുന്നു വരുന്നത് അല്ലെ, അമ്മിണിയുടെ മുത്തശ്ശനായിട്ട് ഒരു ഒരു ആ. ഒരു തമ്പ്രാനായിട്ട് ഒരു ഫ്യൂഡൽ ലോർഡ് ആയിട്ടാണ്. പക്ഷേ പുള്ളിക്ക് ഇച്ചിരി ഈ പറഞ്ഞ പോലെ പെങ്കൊച്ചിന്റെ വീട്ട് ഭ്രാന്താണ് പുള്ളിക്ക്. പുള്ളി കാക്കയ്ക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന ആ, നെടുമുടിയാണ്. അമ്മിണി ലിറ്ററലി എന്താ പറയുന്നേ, മൃഗങ്ങളോട് പക്ഷികളോടൊക്കെ അമ്മിണിയുടെ ഇൻട്രോയിൽ തന്നെ പുള്ളിക്കാരി ഏതാണ്ട് ഒരു കിളിയുടെ അടുത്തോ കുയിലിന്റെ അടുത്തോ ഏതാണ്ട് ഉം. വർത്താനം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഞാനിവിടെ ഉം. തിരിച്ചു വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഹോസ്റ്റലിലെ വിശേഷമൊക്കെ പറയും. അപ്പൊ അമ്മിണി ഒരു പ്രത്യേക തരം ക്യാരക്ടറാണ്. ഇപ്പൊ ഇവള് കുമാരി ഇപ്പം സ്റ്റഫിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. മുത്തശ്ശന്റെ തല ഇതുപോലെ ഈ വീട്ടിൽ സ്റ്റഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് അമ്മിണി ചോദിക്കുന്നത്. അപ്പം അതില് പാർവതിയുടെ Yeah. ക്യാരക്ടറുണ്ട്. പാർവതി മോഹനേട്ടന്റെ വധുവാകാൻ വേണ്ടി റെഡി ആയിരിക്കുന്നതാണ്. മോഹനേട്ടനാണ് വിനീത്. വിനീത് സാൻ ഫ്രാൻസിസ്കോയാണോ അതുപോലെ എന്തോ എന്തോ ഒരു ഇവിടുന്ന് ന്യൂഡൽഹിയിലോ അങ്ങനെ അയ എന്തോ എന്തോ ആണ്. അവിടെയാണ് വിനീതിന്റെ ഫാമിലിയൊക്കെ. അപ്പൊ വിനീത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ റിലേറ്റീവ് ആണ്. അമ്മിണിയുടെ മുറച്ചെറുക്കനാണ്. ബട്ട് പാർവതിക്കാണ് മോഹനേട്ടൻ എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത്.
യാ. പാർവതി മോഹനേട്ടന്റെ പുറകെ നടക്കുകയാണ്. മോഹനേട്ടനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. അമ്മിണിക്കതൊന്നും ആ മോഹനേട്ടന്റെ മൈൻഡ് പോലും ഇല്ല. ഇല്ല. അതെ, അതെ. പക്ഷേ മോഹനേട്ടൻ അമ്മിണീനെയാണ് ഇഷ്ടം. അമ്മിണിയാണെങ്കിൽ ഇമ്മാതിരി ഡയലോഗുകളൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ ഈ മുത്തശ്ശന്റെ തല ഇതുപോലെ സ്റ്റഫ് ചെയ്ത് വെക്കുവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ഡയലോഗുകളൊക്കെയാണ് അമ്മിണി പറയുന്നത്. പിന്നെ നമ്മുടെ മലയാള സിനിമയിലൊക്കെ സ്ഥിരം തമ്പ്രാനായിട്ടൊക്കെ വരുന്ന മറ്റേ നമ്മുടെ ജയറാമിന്റെ മറ്റേ പടം ഉണ്ടല്ലോ, ആനപ്പടം. എന്താ അതിന്റെ പേര്? പട്ടാഭിഷേകം. ആ. പട്ടാഭിഷേകത്തിന്റെ അകത്ത് ജ്വല്ലറി കൊണ്ട് വിൽക്കാൻ പോകുന്ന ആ ഒരു തമ്പുരാനുണ്ടല്ലോ. മോഹിനിയുടെ അച്ഛനായിട്ട് വരുന്നത്. മോഹിനിയല്ലേ പുള്ളിക്കാരുടെ പേര്? മോഹിനിയുടെ ആഹാഹാഹാ. അച്ഛനായിട്ട് വരുന്നത്. ആ. പുള്ളി മരിച്ചുപോയി. ആനപ്പടമല്ല. ആനയ്ക്കും മോഹിനിക്കും ഒരേ പേരുള്ള പടമാണോ അത്? ആ, കല്യാണി. ആ. കല്യാണി ഓക്കെ, എന്നുള്ള ഓക്കെ. കല്യാണി. ആ. ഓക്കെ, ഓക്കെ. ഇപ്പൊ പട്ടാഭിഷേകം. മനസ്സിലായി ഏത് പടമാന്ന്. ഓക്കെ. ആനപ്പടം വേറെ ഉണ്ട്. മറ്റേ ആ. പുള്ളി, കാരണം അയ്യോ, ജയറാമൻ ആനപ്പടം എന്ന് പറയുന്നത് ഇച്ചിരി കോമൺ ആണല്ലോ. ഇച്ചിരി 2, 3 ആ, പടങ്ങളുണ്ടല്ലോ. അല്ല, അപ്പം ഒരു മെയിൻ ആയിട്ട് ഒരെണ്ണം ഉണ്ട്. രമ്യ നമ്പീശനുള്ള ഒരെണ്ണം ഉണ്ട്. അതിന്റെ അയ്യോ! പേര് ഞാൻ അതിന്റെ മറന്നുപോയി. പേരും അങ്ങനെ എന്തോ ഒരു ആനപ്പേര് തന്നെയായിരുന്നു ആ, അല്ലേ? എന്തോ ആ. ഒരു പേരാ. ആ. ശരിയാണ്. യെസ്. ആ, ഇതില് കല്യാണിയാണ്. ജയറാമിന്റെ ആ. ആനയുണ്ടല്ലോ. ആ. മനസ്സിലായി. ആ. ആ. അപ്പം അപ്പൊ അതില് തമ്പ്രാനായിട്ട് വരുന്ന പുള്ളിയാണ് ജഗന്നാഥ വർമ്മ. പുള്ളി നിങ്ങള് വേറൊരു ഇതിന്റെ അകത്തും കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും തീരെ സ്റ്റാമിന ഇല്ല എന്ന് സ്റ്റാമിനയില്ലേ? മുസ്ലിം മുസ്ലിം പവർ. പവർ എക്സ്ട്രയുടെ അന്ന് ടിവിയിൽ ഇത് വന്നോണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്കൊന്നും മനസ്സിലായില്ല എന്തായിരിക്കും ഇവര് ഈ സ്റ്റാമിന കൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ളത്. എനിക്കറിയത്തില്ലായിരുന്നെടാ. ഞാൻ എനിക്ക് ഓർത്ത് വല്ല ഈ അത്ലറ്റിക്സിനൊക്കെ കൊടുക്കുന്ന വല്ല സപ്ലിമെന്റ് പോലത്തെ സാധനമാണെന്ന് ഞാൻ എടി ഓർത്തോണ്ടിരുന്നത്. ഇതുപോലെ തന്നെ വേറൊരു സാധനമുണ്ട്. അത് കുമാരി കൽപ്പം കുമാരി അതും എനിക്കറിഞ്ഞൂടാ. ആരിമാരുടെ അതും അറിയത്തില്ലായിരുന്നു. ഇപ്പഴാണ് ആ, എനിക്ക് ഇതാണ് എന്താ അന്ന് എന്തായിരുന്നു മറ്റേ നമ്മുടെ സിംബുവിന്റെ ഒരു സാധനം ഉണ്ടല്ലോ. ഇത് അപ്പപ്പൊരിയല്ല ഇപ്പപ്പൊരി. ഇപ്പൊ പുരിയത്. ആ, അതെ, അതെ. പുള്ളീനെ അപ്പൊ ഇത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഡയലോഗ് ഓർമ്മ വരുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും തീരെ സ്റ്റാമിന ഇല്ല എന്ന് പറയുന്ന സാധനം. അപ്പൊ പുള്ളി ഇതിന്റെ അകത്ത് നെടുമുടി വേണുവിന്റെ മകനായിട്ടാണ്, ഈ മറ്റേ അമ്മിണിയുടെ അങ്കിൾ ആണ് പുള്ളി. അപ്പം ആൻഡ് ഇതില് ദേവ്ജിയുടെ കുറെ ഞങ്ങള് ദേവ്ജി പടമാണെന്നും പറഞ്ഞുകൊണ്ട് കാണാതിരുന്നിട്ട് ഏതാണ്ട് പടം ഏതാണ്ട് 3/4 മണിക്കൂർ ഏതാണ്ട് ആയി കഴിയുമ്പോഴേ ഏതാണ്ടാണ് ദേവ്ജി വരുന്നത്. ഒരു 15 മിനിറ്റ് 20 മിനിറ്റോ അങ്ങനെ ഏതാണ്ട് ഒത്തിരി നേരം കഴിഞ്ഞിട്ടാ പടം ഒരു ഏതാണ്ട് ഒരു ഇന്റർവെൽ പോയിന്റിനൊക്കെ അടുത്തെത്തുന്ന സമയം ഏതാണ്ടാകുമ്പോഴാണ് ദേവ്ജിയുടെ എൻട്രി വരുന്നത്. ദേവ്ജി വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ. പിന്നെ പുള്ളി ഇതിലൊരു ജന്മിത്ത വ്യവസായം എന്നൊക്കെ വ്യവസ്ഥക്കെതിരെ പോരാടുന്ന ഒരു നക്സലൈറ്റ് ആയിട്ടാണ്. ഈ അമ്മിണി ഉണ്ടല്ലോ, കാടിന്റെ നടുക്ക് ഏതാണ്ട് ഒരു 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 ഏരിയ കണ്ടുപിടിച്ച് അവിടെ വൃത്തിയാക്കി അമ്മിണി വക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെക്കും പുള്ളിക്കാരി. അവിടെ അവിടെ വന്നിരുന്ന് അതാണ് പുള്ളിക്കാരിയുടെ ഹാങ് ഔട്ട് പ്ലേസ്. മോഹനേട്ടൻ പിന്നെ ഇച്ചിരി ക്രീപ്പി ആയതുകൊണ്ട് സാധാരണ ദേവ്ജിയാണ് ക്രീപ്പി. പക്ഷെ ഇതില് മോഹനേട്ടൻ അഥവാ അനുരാഗ് സിംഗം ആണ് ഇതില് ക്രീപ്പി. അത് പുള്ളി ഫോളോ ചെയ്ത് വന്ന് അമ്മിണിയുടെ ഈ ഹാങ് ഔട്ട് പ്ലേസ് കണ്ടുപിടിക്കും. അമ്മിണിക്ക് സർപ്രൈസിങ് ആയിട്ടൊരു ഒരു ഗിഫ്റ്റ് കൊടുക്കും. അത് ഇച്ചിരി കുറച്ച് ഒരു ഉമ്മയാണ് കണ്ടോണ്ടിരുന്ന കൊടുക്കുന്നത്. ആ, കണ്ടോണ്ടിരുന്ന ഞാൻ അൺകംഫർട്ടബിൾ ആയി. അതുപോലത്തെ ഒരു ഉമ്മയായിരുന്നു. ഇല്ല, നമ്മള് പലതരം ഉമ്മകള് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ കവിള് കടിച്ചു പറിച്ച് തിന്നുന്ന ഉമ്മ ആദ്യായിട്ട്. അമ്മിണി പാവ ഷോക്കായി. അമ്മിണി ഒരുമാതിരി ട്രോമറ്റൈസ്ഡ് ആയി പോയി. എന്തുകൊണ്ടാണെന്ന് കണ്ട നമ്മളും ട്രോമറ്റൈസ്ഡ് ആയി പോകും. അത് കഴിഞ്ഞിട്ടാ മറ്റേ പാട്ട് വരുന്നത്. മറ്റേ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെന്ന്. മുട്ടി വിളിച്ചു. ആ, അതെ. ഇതിനകത്ത് കുറെ പാവം. നല്ല പാട്ടുകളും ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള കേൾക്കാൻ നമ്മൾ കേട്ടിട്ടുള്ള ഒളിച്ചിരിക്കാൻ എല്ലാരും കേട്ടിട്ടുള്ള പാട്ടായിരിക്കും. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ അത്യാവശ്യം പഴയ പാട്ടുകൾ കേൾക്കുന്നവർക്ക് അറിയാവുന്ന ഒരു പാട്ടാണ്. ഇറ്റ്സ് ഇറ്റ്സ് ആക്ച്വലി ഉം. ഫേമസ് ആ ഒരു സമയത്ത്. ആ, പിന്നെ ഇതിനകത്തൊരു ക്യൂട്ട് ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ. അതായത് പണ്ട് ഏഷ്യാനെറ്റിനകത്തില് നഖക്ഷതങ്ങൾ എന്ന് പറയുന്ന ഒരു പടം വരുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അമ്മയ്ക്ക് ഇങ്ങനെ സാഡ് എൻഡിങ് ഉള്ള പടങ്ങൾ കാണാൻ ഇഷ്ടമല്ല. വരുമ്പോ വെക്കത്തില്ല. അമ്മ പറയുന്നത് എന്തിനാ ഈ സാഡ് ഒക്കെ കാണുന്നത്, എന്റെ ആവശ്യമില്ലെന്ന് ഇങ്ങനെ പറയും. അപ്പൊ നഖക്ഷതങ്ങൾ ഞങ്ങളെ കാണിക്കത്തില്ല. അപ്പം കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങള് നിർബന്ധം പിടിച്ച് നഖക്ഷതങ്ങൾ ഇരുന്ന് കണ്ടു. അപ്പൊ അതിന്റെ അകത്തില് സാഡ്ലി എന്താണ് നമ്മുടെ മോനിഷയും നമ്മുടെ വിനീതേട്ടനും പിന്നെ ഈ സലീമ എന്ന് പറയുന്ന നമ്മുടെ ഈ അമ്മിണി ക്യാരക്ടർ ചെയ്യുന്ന ഈ പെൺകുട്ടിയാണ്. ഈ 3 പേരാണ് ഇതിനകത്തിലെ മെയിൻ. ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി പോലെയാണ്. പക്ഷെ അതിന്റെ ഉം. അകത്തില് നമ്മുടെ മോഹനേട്ടന് വിനീതിന്റെ ക്യാരക്ടറിന് നമ്മുടെ മോനിഷയാണ് ഇഷ്ടം. അവര് രണ്ടുപേരും
ആണ് ഒരു പെയർ. ഓൾദോ മറ്റേവരുമായിട്ട് ഈ അമ്മിണിയായിട്ടുള്ള കല്യാണം, അമ്മിണിയുടെ ക്യാരക്ടറുമായിട്ടുള്ള കല്യാണമാണ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതെങ്കിലും, അങ്ങനെ ആ. അവര് പോയി മരിക്കുന്ന അങ്ങനെയാണ്. അവര് ആ പെണ്ണിനെയാണ് മോനിഷയാണ് വിനീതേട്ടന് ഇഷ്ടം. അപ്പൊ എനിക്ക് ഇവരൊന്നിക്കണംന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ അമ്മിണിയുടെ ക്യാരക്ടർ സലീമ എന്ന് പറയുന്ന ആ ഒരു അവര് രണ്ടുപേരുടെ ഒന്നിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അത് ഞാൻ ഈ പടത്തിൽ ഫൈനലി ഒന്നിച്ചു. ഞാൻ ഫൈനലി വിചാരിച്ചു ഈ പടത്തിലെങ്കിലും ഒന്നിച്ചല്ലോ എന്ന്. അപ്പൊ ദാണ്ടടാ ഇല്ല. മോഹനേട്ടന്റെ കുണ്ടയ്ക്ക് വെടിവെച്ചു കൊന്നു. അതായത് ഓ ഓ, ഈ പടത്തിന് സത്യം പറഞ്ഞ ആരണ്യകം എന്നല്ല 9 തോട്ടകൾ എന്നാണ് പേരിടേണ്ടത്. കാരണം ദേവ്ജി മിക്ക പടത്തിലെ പോലെ ഹാഷ്ടാഗ് ദേവ്ജിക്കൊപ്പം വെടിയേറ്റ് മരിക്കുകയാണ്. 9 വെടിയേറ്റാണ് മരിക്കുന്നത്. പക്ഷെ മോഹനേട്ടനും സർപ്രൈസിംഗിലി വെടിയേറ്റാണ് മരിക്കുന്നത്. അതായത് ഈ ക്രീപ്പി ആയിട്ടുള്ള മറ്റേ കവള് കരണ്ട് തിന്നുന്ന ഉമ്മ കൊടുത്തതിന് ശേഷം നമ്മുടെ അമ്മിണിക്ക് ദേവ്ജിയുടെ ക്യാരക്ടറിനോട് ഒരു 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 പ്രത്യേക വാത്സല്യവും അടുപ്പമൊക്കെ ഉണ്ട്. ഈവൻ ദോ ദേവ്ജി ഇച്ചിരി റഫ് ആൻഡ് ടഫ് ആണെങ്കിലും അമ്മിണിയുടെ മറ്റേ പുള്ളി എന്തോ 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 നിരീക്ഷകനാണെന്നല്ലേ ഏതാണ്ടല്ലേ ആ, പറയുന്നത്, ബേർഡ് ബയോകെമിസ്ട്രി. വാച്ചറാണ്. ആ, ബേർഡ് ബേർഡ് വാച്ചറാണ്. വാച്ചർ. ഉം. ബേർഡ് വാച്ചർ എന്ന് പറയുമ്പോ നമുക്ക് മറ്റേ പട്ടണപ്രവേശത്തിലെ ബേർഡ് വാച്ചർ ടു 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 ബുൾഫിഞ്ചിനെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം തീർച്ചയായും. അതുപോലെയാണ് ദേവ്ജി ഇതിലെ ബേർഡ് വാച്ചർ ആണെന്ന് പറഞ്ഞ് അമ്മിണീനെ പറ്റിക്കും. ബട്ട് സ്റ്റിൽ അമ്മിണിക്കൊപ്പം ഏതാണ്ട് പുസ്തകങ്ങളൊക്കെ കൊടുക്കും വായിക്കാനൊക്കെ അല്ലേ, നല്ല ഏതാണ്ടൊക്കെ ബുക്കുകളൊക്കെ അതെ, കൊടുത്ത്. അതെ, അതെ. ഏതോ ലൈബ്രറിന്ന് ബോറോ ചെയ്തതാന്നോ എവിടുന്നോ എടുത്തതാന്നൊക്കെ പറഞ്ഞിട്ട് ആ, കൊടുക്കുന്നുണ്ട്. അപ്പം അപ്പൊ നമ്മള് വിചാരിക്കും ദേവ്ജിയുടെ ആയിരിക്കുംന്ന്. പക്ഷെ ആ, അല്ല, ദേവ്ജിയുടെ മോഹനേട്ടന്റെ. പേരാണിത്. പക്ഷെ കാര്യം മോഹനേട്ടൻ ക്രീപ്പിയാണ്, ദേവ്ജി ആണെങ്കിൽ ഭയങ്കര നൈസായിട്ടാണ് നൈസ്. പുള്ളിക്കാരിയോട് അതെ. പെരുമാറുന്നത്. ഞാനാണ് ദേവ്ജിയുടെ കൂടെ പോകത്തുള്ളൂ. ഇതെന്തോന്ന് ഇത് ഇങ്ങനത്തെ ആ, ഉമ്മയൊക്കെ ചെവിട്ടി അടിച്ച് വിളിക്കാനുള്ള അവന്റെ ഇല്ല പുറകെ പോകത്ത്. മോഹനേട്ടൻ എന്താ പറയുന്നെ അർബൻ ലുക്കിലൊക്കെയാണ് വരുന്നത്. നല്ല മോഡേൺ ആ. ആയിട്ട് നല്ല മഞ്ഞുമയ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു കണ്ട ഒരു ഡീസന്റ് പയ്യൻ എന്നുള്ള ലുക്കാണ്. പക്ഷെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണ്. ബട്ട് ദേവ്ജി ആണെങ്കിൽ താടിയൊക്കെ വളർത്തി റഫ് ആൻഡ് ടഫ് റാഗ്ഡ് ആയിട്ട് ലുക്കാണ്. അതെ, ആ അതെ. റാഗ്ഡ് ലുക്കിലാണ്. പക്ഷെ ദേവ്ജിയാണ് ആക്ച്വലി നൈസായിട്ട് പെരുമാറുന്നത്. കാരണം അവിടെ തന്നെ ഒരു സ്ഥിരം നമ്മളെയൊക്കെ ഒരു ഒരു ക്ലീഷേ ബ്രേക്കർ. ക്ലിഷേ ബ്രേക്കിംഗ്, അതെ, സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല. അവിടെ തന്നെ അത് ബ്രേക്ക് ചെയ്യുക അങ്ങനത്തെ ഒരു പടമാണ്. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗന്നാഥവർമ്മ, അതായത് ഇവരുടെ അങ്കിൾ ഉണ്ടല്ലോ, അങ്കിളിന്റെ ആ വീട്ടിൽ വെച്ച് ഇവർ ഈ ഫ്യൂഡൽ ലോർഡിന്റെ വീട്ടിൽ വെച്ചിട്ട് രാത്രിയിൽ ഒരു നക്സലൈറ്റ് ആക്രമണം ഉണ്ടാകും. ആക്രമണം ഉണ്ടാകുമ്പോഴത്തേക്ക് ഭയങ്കര ഫയറിംഗ് ഒക്കെയാണ്. അപ്പൊ ജഗന്നാഥവർമ്മ ഒരു ഡബിൾ ബാരൽ ഗണ്ണൊക്കെ എടുത്ത് പുറത്തോട്ട് ഓടുന്നുണ്ട്. അത് പുറത്തോട്ട് ഓടിയിട്ട് ചന്നം പിന്നെ വെടിവെപ്പ. ചന്നം പിന്നെ വെടിവെപ്പ്. വെടിയൊക്കെ വെച്ച് കഴിഞ്ഞ് പുള്ളിക്ക് ഏതാണ്ട് വെടിയൊക്കെ കൊള്ളാം. അതിന് ആരാണ്ടൊക്കെ തട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ടല്ലേ ആ, വെടിയൊക്കെ ഈ കൊണ്ടിട്ട്. അവിടെ ഫ്രണ്ടിൽ അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു തീ കത്തിച്ചോ എന്തോ തീ കത്തിക്കുന്നു അങ്ങനൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ആ, കിടന്ന് തന്നെ വെടി കൊണ്ട് കുറെ എണ്ണം ഈ തീ കത്തിച്ച കുറെ എണ്ണം ചാവുന്നുണ്ട്. ആ. ഉം. ദേവ്ജിക്ക് വെടി കച്ചി കൊള്ളുന്നുണ്ട്. ആ, കച്ചിക്കുറുവോ ഏതാണ്ട ആ, കച്ചിത്തുറു ഏതാണ്ടെന്ന് തോന്നുന്നു തീ കത്തിക്കുന്നേ, കത്തിക്കുന്ന. ആ. വൈക്കോക്കോനെയോ ഏതാണ്ട് കത്തിക്കും. അപ്പൊ വെടിവെക്കും. ജഗന്നാഥ വർമ്മ ഇറങ്ങിയിട്ട് വെടിയൊക്കെ വെക്കും. വെടിവെച്ച് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഞാൻ ഒന്ന് രണ്ട് വെടി വെച്ചിട്ടുണ്ട്. ഏതോ ഒരുത്തനിട്ട് വെടി കൊണ്ടിട്ടുണ്ട്. അവിടെ എങ്ങാനും രാത്രിയാണല്ലോ, അപ്പൊ ചത്തുമരച്ച് കിടപ്പുണ്ടാവും എന്നുള്ള രീതിയിൽ ഒരു ഡയലോഗ് പറയും. അപ്പൊ നമ്മൾ ഓർക്കും ഓ ദേവ്ജി വെടികൊണ്ട് പക്ഷെ പുള്ളി പുള്ളിയുടെ വെടികൊണ്ട് ചാവുന്നത് നമ്മുടെ മോഹനേട്ടനാണ്. മോഹനേട്ടന്റെ കുണ്ടിക്ക് വെടികൊണ്ടാണ് മോഹനേട്ടൻ മരിക്കുന്നത്. എന്തോ പറയും 3 വെടി ഏതാണ്ട് വെച്ചിട്ടുണ്ട്. ഏഹ് ഒരെണ്ണം ശരിക്കും ദേവ്ജിക്ക് കൊള്ളുന്നുണ്ട്. ദേവ്ജിയുടെ കാലേലോ കയ്യിലോ അല്ല, എവിടെ പുള്ളി ഒരെണ്ണത്തിൽ പറയുന്ന കേറുന്നുണ്ട്. ഡയലോഗ് ആ, 3 വെടി ഞാൻ വെച്ചു, ആ, ഒരെണ്ണമെങ്കിലും കൊണ്ട് കാണും. ഒരെണ്ണം കൊണ്ടു, അത് ദേവ്ജിയുടെ കാലിലിട്ടാണ് കൊണ്ടത്. ബാക്കി രണ്ടെണ്ണം കേറിയത് മോഹനേട്ടന്റെ മുതുകത്ത് എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പുള്ളി പറയും, എന്നിട്ട് പോലീസുകാർ രാവിലെ വന്നിട്ട് പറയും ബോഡി കിട്ടിയില്ല. അത് സത്യം പറഞ്ഞ ഒരു കോമഡി സീൻ അല്ല. പക്ഷെ അൺഐറോണിക്കലി അത് ഭയങ്കര ഫണ്ണിയാണ്. ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറയില്ലേ. 3 വെടി വെച്ചു, ഒരെണ്ണം കൊണ്ടിട്ടുള്ളൂ, ഒരുത്തനിട്ട് വെടി കൊണ്ടിട്ടുണ്ട്, ബോഡി കിട്ടിയില്ലെന്ന്. കിട്ടിയ ബോഡി പക്ഷെ മോഹനേട്ടന്റെ ബോഡിയായിരുന്നു. അയ്യോ,
പാവം. അപ്പൊ ഇവരൊക്കെ ഞങ്ങളോർത്തു. ഭയങ്കര ഭയങ്കര ഉം. കുഞ്ഞി പിള്ളേരുമാണ് ആക്ച്വലി അല്ലേ? കാരണം ആ. മോഹനേട്ടനാണെങ്കിലും എനിക്ക് തോന്നുന്നു ബിഎ കഴിഞ്ഞ് അമ്മിണിക്ക് എംഎക്ക് കേറാനെങ്ങാണ്ട് അമ്മിണിക്ക് പോകുന്നതേ ഉള്ളൂ. അമ്മിണിക്ക് തന്നെ അമ്മിണിക്ക് 10ാം തന്നെ ക്ലാസ് എങ്ങാണ്ട് 16 വയസ്സേ ഉള്ളു ഉം. അമ്മിണിക്ക്. അതെ, അതെ. മോഹനേട്ടൻ ഒരു എന്താ പറയുന്നെ, ഒരു മേ ബി ഒരു 18 ആ. 19 അങ്ങനെയാണ്ടേ കാണത്തുള്ളൂ. അല്ല ചിലപ്പോ ബിഎ കഴിഞ്ഞിട്ട് നിക്കാന്നല്ലേ പറഞ്ഞത്. കാരണം 20. മാസ്റ്റേഴ്സ് പിഎച്ച്ഡി എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് ഇതിനകത്തില്. ആ. ഉം. 21 അങ്ങനെ ഏർലി 20സ് ആയിരിക്കും എന്താണെങ്കിലും. കൊച്ചു കൊച്ചു പിള്ളേരാണ് അതെല്ലാരും. പയ്യനാണ്. ഉം. അത് കാണാൻ പക്ഷെ ദാരുണമായിട്ടുള്ള ഒരു എന്ത്? ബോഡി ഒന്നും കിട്ടിയില്ലെന്ന്. എങ്ങനെ കിട്ടാനാ? നക്സലൈറ്റിനെ വെടിവെക്കാൻ പറഞ്ഞപ്പോ വീട്ടിലുള്ളവരെ തന്നെ വെടിവെച്ച് വീഴ്ത്തിയിട്ട് ബോഡിയൊന്നും കിട്ടിയില്ല. ഓടി രക്ഷപ്പെട്ട് കാണും. എന്താണേലും അങ്ങനെ മോഹനേട്ടന്റെ ഡെത്ത്, പക്ഷെ മോഹനേട്ടന്റെ ഡെത്ത് ഇത്തിരി ട്രോമാറ്റിക് ആണ് അമ്മിണിക്ക്. കാരണം അമ്മിണി ആദ്യം സ്നേഹിച്ച് തുടങ്ങിയല്ലോ. ആ അതെ. 2 ട്രോമകൾ കൊടുത്തു. പുള്ളി ആദ്യം ഒന്ന് ഉമ്മ വെച്ചൊരു ട്രോമ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സ്നേഹിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അടുത്ത ട്രോമ. ബട്ട് പാർവതിയാണ്. പാർവതി ഡിപ്രസ്ഡ് ആവും. കാര്യം പാർവതീനെ എന്താ പറയുന്നെ, കല്യാണം ആലോചിച്ച് മുറച്ചെറുക്കനായിരുന്നല്ലോ. വെച്ചേക്കുവായിരുന്നു. ഉം. കല്യാണം ആലോചിച്ച് വെച്ചേക്കുവായിരുന്നു ആ. അവർക്ക്. അപ്പം പാർവതിയുടെ വീട്ടുകാരെല്ലാരും. ഫിയാൻസേ ആയിരുന്നു. പക്ഷെ ഉം. മോഹനേട്ടൻ ഓൾറെഡി അമ്മിണീനെ മനസ്സിൽ വെച്ചിട്ട് അവരൊരുമിക്കാനായിരുന്നു അത്രേ ഉള്ളൂ. പ്ലാൻ. യാ. അമ്മണിക്ക് വീട്ടില് പട്ടി വിലയായിരുന്നു കേട്ടോ എല്ലാരും കൊടുത്തോണ്ടിരുന്നത്, മോഹനേട്ടനും ദേവ്ജി ഒഴികെ. അപ്പം ആ സിനാരിയോ കണ്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് നഖക്ഷത ഓർത്തത്. കാരണം ഈ നഖക്ഷത്തിലെ ഈ ഒരു സിനാരിയോ ഉണ്ടല്ലോ. അതായത് പാർവതിയുടെ ഫിയാൻസെയാണ് വിനീത്. ബട്ട് ഹി ലൈക്സ് അനദർ ഗേൾ. അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. ആ സാധനം ഉം, തന്നെയാണ് നഖക്ഷതങ്ങളിലുള്ളത്. പക്ഷെ അതിലും അമ്മണിക്ക് പട്ടി വിലയാണ്. അമ്മിണി അതിനകത്തിൽ എന്തോ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് മിണ്ടാൻ പറ്റത്തില്ല. എന്തോ എനിക്കത് വ്യക്തമായിട്ട് ഓർമ്മയില്ല. പക്ഷെ അമ്മിണിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ആ വീട്ടുകാര് ഇതിലും ഉണ്ടല്ലോ. അലക്കാത്ത മാത്രം. അമ്മിണി കുറച്ച് ഡിഫറെന്റ്ലി തിങ്കിങ് ആയിട്ടുള്ള ഒരു ആളാണ്. നമ്മുടെ നോർമൽ രീതിയിലുള്ള ചിന്താഗതികളല്ല അമ്മിണിയുടെ. ആ ഒരു എക്സെൻട്രിക് എനർജി മാച്ച് ചെയ്യാനായിട്ട് മോഹനേട്ടനെ പറ്റൂ. കഴിയത്തുള്ളൂ. അതെ, അതെ, അതെ. അതെ. ആക്ച്വലി ദേവ്ജിക്ക് പറ്റുമായിരുന്നു. പക്ഷെ അതിനുള്ള ചാൻസ് കിട്ടിയില്ല പാവം പുള്ളിക്ക്. ദേവ്ജിക്ക് ഉണ്ടല്ലോ, ദേവ്ജിക്ക് ഒരു കുറച്ചുകൂടെ എന്താ പറയുക, അമ്മണി ഒരു ചെറിയ പെങ്കൊച്ചല്ലേ. അപ്പം യാഹ്. മോഹനേട്ടനാണ് കറക്റ്റ് പേര് അവരുടെ ഒരു ഉം. പ്രായം വെച്ചിട്ട്. ദേവ്ജിക്കൊരു പക്ഷെ വി ബോത്ത് റൂട്ടഡ് ഫോർ ദേവ്ജി. ദേവ്ജി അതെ. ദേവ്ജി അമ്മിണി ഒന്നിക്കുവാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇല്ല, ഇല്ല, അമ്മിണി ഇല്ല. കാരണമാണ് ദേവ്ജി ഡെഡ് ആവുന്നത് ആക്ച്വലി. അതെ, അതെ, അതെ. കാര്യം ക്ലൈമാക്സിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ദേവ്ജി ഓൾറെഡി കാലിന് വെടികൊണ്ട് കിടക്കുവാണല്ലോ. അപ്പൊ അമ്മിണി ദേവ്ജിനെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും ദേവ്ജിയുടെ വെടികൊണ്ടാണ് വിനീത് മരിക്കുന്നതെന്ന് ദേവ്ജി പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ദേവ്ജിയുടെ വെടികൊണ്ടാണ് വിനീത് മരിച്ചതെന്ന്. കാരണം ജഗന്നാഥ വർമ്മ ഇരുട്ടത്ത് ദേവ്ജിനെ വെച്ച വെടികളിൽ 2 കൊണ്ടിട്ട് തന്നെയാണ് മോഹനേട്ടൻ മരിച്ചത്. പക്ഷെ ദേവ്ജി കുറ്റം സമ്മതിക്കുന്നുണ്ട്, എന്റെ വെടികൊണ്ടാണ് മരിച്ചതെന്നുള്ള രീതി. അപ്പം ഇങ്ങനെ പോരാട്ടത്തിന് വേണ്ടിയിട്ട് നക്സലൈറ്റുകളുടെ ഈ പോരാട്ടത്തിനിടെ ഇന്നസെൻസ് മരിക്കുന്ന സിനാരിയോനെ പറ്റിയിട്ട് അമ്മിണി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പാവന്റെ മോഹനേട്ടൻ എന്ത് പിഴച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ ദേവ്ജി പറയുന്നുണ്ട് അൺഫോർച്ചുനേറ്റ് ആണ്, ബട്ട് കൊളാട്രൽ ഡാമേജ് എന്നൊക്കെയുള്ള രീതിയിലാണ് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ദേവ്ജി പറയുന്നുണ്ട്. ഇപ്പം എന്താണേലും ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്കും ദേവ്ജി ആക്ച്വലി പോലീസ് ദേവ്ജിയുടെ ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് തന്നെ അമ്മിണീനെ ഫോളോ ചെയ്ത് വന്നിട്ടാണ്. കാര്യം ഈ അമ്മിണി പോലീസുകാരനായിട്ട് നമ്മുടെ CR7 ആണെന്ന് തോന്നുന്നു വരുന്നല്ലേ. CR7 അല്ലേ ഈ ആരായിരുന്നു എനിക്ക് അത് ലാലു അലക്സ് ആണോ? അല്ലല്ല ലാലു അലക്സ് ആണോ CR7 ആയതുപോലെ എനിക്ക് ആ തോന്നുന്നു. CR7 ആയിരിക്കും. എന്നാ എനിക്കത് ഓർക്കുന്നില്ല ആരായിരുന്നെന്ന്. CR7 പോലീസുകാരായിട്ട് വരുന്നത്. ഓക്കെ. പോലീസ് ഓഫീസറാണ്. അപ്പം ദേവ്ജീനെ പിടിക്കാൻ വേണ്ടി വന്ന് പുള്ളിയുടെ പേര് ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. എന്തോ ഒരു പേര് പറയുന്നുണ്ട്. ബട്ട് അതാണോ ഒറിജിനൽ പേരെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. കോളേജ് സമയത്ത് ഒരു 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 ഇതുണ്ട്. എന്തോ പീറ്റർ എന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറയുന്നുണ്ട്. പിന്നെ വേറെന്തോ പേരിലാണ് പുള്ളി അറിയപ്പെടുന്നത്. പുള്ളീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും പുള്ളി പേരൊന്നും പറയുന്നൊന്നുമില്ല. അപ്പം ദേവ്ജീനെ പിടിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഇവര് നോക്കുമ്പോഴത്തേക്ക്, അതായത് അപ്പുറം ഇപ്പുറമൊക്കെ മലയും ഒരു എന്താ പറയുന്നത്, ഒരു വരണ്ട ഭൂമി പോലെയൊക്കെയാണ്.
അപ്പൊ ഈ മൊട്ടക്കുന്നും അപ്പുറം ഇത് മാത്രമുള്ള സ്ഥലത്തോട്ട് ഈ പെണ്ണ് എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നുള്ള രീതിയിലാണ് നമ്മളാണേലും സംശയിക്കുമല്ലോ. ഇവിടെ ഒരു മനുഷ്യനും പോവാത്ത ഏരിയയിലോട്ട് ഇവളെന്തിനാണ് നടന്നു പോകുന്നത് എന്നുള്ള രീതിയിൽ. അങ്ങനെ അവളെ ഫോളോ ചെയ്തിട്ട് പോലീസുകാര് ദേവ്ജി ഉള്ള ലൊക്കേഷനിൽ വരുന്നു. ദേവ്ജി പക്ഷെ ഇവൾ അതിന്റെ അവിടെ വന്ന് നിന്നിട്ട് കഥ പറയാൻ പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ദേവ്ജി ലേറ്റ് ആവും. പെട്ടപ്പോഴേക്കും പോലീസ് ചുറ്റും വളയും. എൻ്റെ ദേവ്ജി മലയൊക്കെ ഇറങ്ങി പാവം വെടികൊണ്ട കാലും കൊണ്ട് ഞൊണ്ടി ഞൊണ്ടി വരുമ്പോഴത്തേക്കും പോലീസുകാരെല്ലാം കൂടെ സറൗണ്ട് ചെയ്ത് വെടിവെക്കുകയാണ്. അതും അന്നത്തെ കാലത്തെ പോലീസുകാരുടെ തോക്കല്ലേ. ഇപ്പം ഈ ആനയൊക്കെ വെടിവെച്ച് വീഴ്ത്തുന്ന ടൈപ്പ് തോക്ക് വെച്ചിട്ട് 9 തവണ ഞങ്ങളിരുന്ന് എണ്ണി എത്ര വെടിവെച്ച കേൾക്കുന്നുണ്ടെന്ന്. 9 തവണ ദേവ്ജി വെടിയേറ്റ് മറിഞ്ഞു വീഴുന്ന ഒരു ദാരുണ രംഗമാണ്. അങ്ങനെയാണ് ആരണ്യകം അവസാനിക്കുന്നത്. ആരണ്യകം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആദ്യം ഈ അരക്കില്ലമാണ് എൻ്റെ മനസ്സിലോട്ട് വന്നത്. ഞാനോർത്ത് ആ ഒരു സെൻസിലായിരിക്കും. അതിൻ്റെ ഈ അരക്കില്ലം ഉണ്ടാക്കിയ മരത്തിന് പേര് അങ്ങനെ എന്തോ ആണ് എന്നുള്ളൊരു ഇതിലാണ് ഞാനോട്. കാര്യം അത് അങ്ങനെയാണല്ലോ. ഈ അരക്കില്ലം പറയുന്നത് നമ്മുടെ മഹാഭാരത കഥയ്ക്കകത്ത് പാണ്ഡവരെ വധിക്കാൻ വേണ്ടിയിട്ട് ഇവര് ഒരു കൊട്ടാരം പോലെ ഉണ്ടാക്കും. അത് ഉണ്ടാക്കുന്നത് ഈ അരക്കില്ലം എന്നാണ് അതിന് പറയുന്നത്. അത് ആ തടി പെട്ടെന്ന് തീ പിടിക്കുന്ന തടിയാ. അപ്പൊ അതില് രാത്രി തീ വെച്ച് കൊളുത്തി അവരെ കൊല്ലാന്നുള്ള രീതിയിലാണ് പാണ്ഡവർക്കെതിരെ കൗരവർ പ്ലാൻ ചെയ്യുന്നത്. ബട്ട് പാണ്ഡവർ അതിന് പകരം ഏതാണ്ട് ഡമ്മികളെ സെറ്റ് ചെയ്ത് വെച്ച് അവർ രക്ഷപ്പെടും. അപ്പം ആ, അതിലവര് അതുപോലെ ഈ വനവാസത്തിന് പോന്ന കാണ്ഡത്തിന്റെ പേരും ആരണ്യകം എന്ന് ആരണ്യം തന്നെയാണ്. എന്നാണ്. അതെ. അതാണ് അതിന്റെ ശരിക്കുള്ളത്. ഞാൻ പറഞ്ഞ ഞാൻ ആ, ഓർത്തോണ്ടിരുന്ന കേട്ടത് അങ്ങനെയാണെന്ന്. അങ്ങനെയാണ്. അതെ, അതെ. ആ. ബട്ട് പക്ഷെ ആ ഒരു സെൻസിൽ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്തായിരുന്നു അങ്ങനെയാണെങ്കിൽ ദേവ്ജി ഡെഡ് ആവുമല്ലോ. നമ്മൾ ഈ ടൈറ്റിൽ വെച്ച് ഡീകോഡ് ചെയ്യുമല്ലോ. ഇപ്പൊ ജ്വലനം ഡീകോഡ് ചെയ്തതുപോലെ ലിറ്ററലി ജ്വലിച്ചതുപോലെ അതുപോലെ ദേവ്ജിയുടെ മിക്ക പടത്തിലും അതൊരു ഒരു വേണേ അതൊരു ട്രിവിയ ആയിട്ട് തന്നെ പറയാം. ദേവ്ജി ഹാഷ്ടാഗ് ദേവ്ജിക്കൊപ്പം പറയുന്ന പടങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മിക്ക പടത്തിലും ടൈറ്റിലിൽ തന്നെ സൂചന ഉണ്ടാവും ദേവ്ജിയുടെ ഡെത്ത് എന്താന്ന്. ഇപ്പൊ സൈമൺ പീറ്റർ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ദേവ്ജിയുടെ ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള ഒരു പടമുണ്ട്. അതിൽ സൈമൺ പീറ്റർ ആയിട്ടാണ് ദേവ്ജി. ആ നിനക്ക് വേണ്ടി പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ദേവ്ജി തുടക്കത്തിലെ ഡെഡ് ആയിരിക്കും. അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ വേറെ പടങ്ങളൊക്കെ നോക്കിയാലും അതുപോലെ തന്നെയാ. ദേവ്ജിയുടെ ഇങ്ങനത്തെ ഡെത്തുകളൊക്കെ ടൈറ്റിലിൽ തന്നെ അവര് റിവീൽ ചെയ്യും എന്താണ് ദേവ്ജിയുടെ ഫേറ്റ് എന്നുള്ളത്. അപ്പോ അതാണ് ആരണ്യകമാണ് എൻ്റെ പടം. നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ക്ലാസിക്, ശരിക്കും ക്ലാസിക് ആയിട്ടുള്ളവ. ഞങ്ങൾ ഇത്രയും ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്ത് പറഞ്ഞാലും അത് നമ്മളെന്താണെന്നറിയാം, നമ്മൾ ദേവ്ജി ആയതുകൊണ്ടേ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് നോട്ടീസ് ചെയ്യും. അതെ, ആ അതെ, അതെ. അത് ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഈ കൂറപ്പടമൊക്കെ കാണുന്നതുകൊണ്ട് കൂറപ്പടമൊക്കെ ഭയങ്കര ക്ലാസിക് ആയിട്ടും ക്ലാസിക് പടങ്ങളിലൊക്കെ ഇത്തരം ചില മൊമെന്റുകളൊക്കെ ഭയങ്കര ഫണ്ണി ആയിട്ടും തോന്നാറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ കണ്ട് എൻജോയ് ചെയ്ത ഒരു പടമാണ് ആരണ്യകം. നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം യെസ്, അതാണ് എൻ്റെ രണ്ടാമത്തെ പടം. കുമാരി പറയൂ, കുമാരിയുടെ അടുത്ത പടം യെസ്. എന്താണ്? അപ്പൊ ഞങ്ങളിത് ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. കൾട്ട് ക്ലാസിക്കുകള് എന്ത് 2 അറ്റത്തും. അതായത് 3 പടം വെച്ചിട്ടാണല്ലോ. ഫസ്റ്റ് പടവും തേർഡ് പടവും കൾട്ട് ക്ലാസിക്കും, ഇടയ്ക്കുള്ളത് ക്ലാസിക്കും എന്നാണ് നമ്മൾ പ്രോപ്പർ തീരുമാനിച്ചത്. ക്ലാസിക്, പ്രോപ്പർ ക്ലാസിക് എന്ന് ക്ലാസിക്. വിളിക്കാവുന്ന. അതെ. അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പൊ എന്റെ ക്ലാസിക് ഫിലിം ഒരു ഫേമസ് പാട്ടാണിത്. ഈ ഫിലിമിന്റെ ടൈറ്റിൽ തന്നെ ഒരു ഫേമസ് പാട്ട് ആ ഫിലിമിലെ തന്നെ പാട്ടാണ്. ബട്ട് ആൾക്കാർക്ക് കൂടുതൽ അറിയാവുന്ന ആ പാട്ടായിരിക്കും. ഒരു മിന്നാ മിനുങ്ങിന്റെ നുറുങ്ങുവട്ടം എന്നാണ് ഫിലിമിന്റെ പേര്. 1987 ഫിലിമാണ്. മെല്ലെ മെല്ലെ മുഖപടം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. അതിന്റെ അറ്റത്ത് ഈ ഒരു മിന്നാ മിനുങ്ങിന്റെ അങ്ങനെയാണത് നുറുങ്ങു പോകുന്നത്. വെട്ടം. ആ. യെസ്. അപ്പൊ ആ ഞാനേ പാട്ട് ഈ ടൈറ്റിൽ കേട്ടപ്പോ ഞാന് കുമാരിയോട് ചോദിച്ചു, ഇപ്പം ജ്വലനം ജ്വലിച്ചതുപോലെ ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന് പറയുമ്പോ ദേവ്ജി ഡെഡ് ആവുമോ എന്ന് ദേവ്ജിയല്ല. ഞാൻ ചോദിച്ചു. ആഹ് ബട്ട് ദേവ്ജി അല്ല. അൺഫോർച്യുനേറ്റ് ഇന്നത്തെ പടങ്ങളെല്ലാം ഞാൻ എടുത്ത 2 പടങ്ങളും ഇതുവരെ ദേവ്ജി മരിച്ചിട്ടില്ല. നീ എടുത്ത 2 പടത്തിലും ദേവ്ജി മരിക്കുകയും ചെയ്തു. ഓ ആ സാഡ്ലി. ശരിയാ. എനിക്ക് കണ്ടോ ഹാപ്പി ദേവ്ജി പടങ്ങൾ മാത്രം. ഇതിനകത്ത് ദേവ്ജി മരിക്കുന്നില്ല. മരിക്കാത്ത പടമാണ്. ഐ ആം ഹാപ്പി. സോ
ഇത് ആക്ച്വലി ഒരു പ്രോപ്പർ ക്ലാസിക് പടമാണ്. ജോൺ പോൾ ആണ് എഴുതിയത്. ഭരതന്റെ പടമാണ്. ഭരതൻ ഡയറക്റ്റ് ചെയ്ത പടമാണ്. അപ്പം ഇത് സ്വാഭാവികമായിട്ടും നല്ല പടമായിരിക്കുമല്ലോ. അത് ഉം. ഇതിനകത്തിലും അത് ആക്ച്വലി പടം ഭയങ്കര ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിരുന്നു. കേരള സ്റ്റേറ്റ് അവാർഡ് നെടുമുടി വേണുവിന് കിട്ടിയ പടമാണ് ബെസ്റ്റ് ആക്ടറിന്. കാരണം ഇത് നമുക്കിപ്പോ കമ്പയർ ചെയ്യാനാണെങ്കിൽ മൂന്നാം പക്കം ഇത് കണ്ടിട്ടില്ലാത്തവർ മൂന്നാം പക്കം കണ്ടിട്ടുണ്ടെങ്കിൽ മൂന്നാം പക്കത്തിലെ തിലകന്റെ ഒരു അവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഏകദേശം ഇതിനകത്തിൽ നെടുമുടി വേണുവിന് ഒരു എന്താ ലോസ്റ്റ് ചൈൽഡ് അല്ലെങ്കിൽ പിള്ളേർ ആ ഒരു ദുഃഖം, ഒരു ഡീപ്പ് ചിൽഡ്രൻ നമ്മുടെ ജീവിതത്തില് പിള്ളേർ ഉണ്ടായില്ലെങ്കിലുള്ള ഒരു വിഷമം എന്നുള്ള ഒരു ഡീപ്പ് സോറോ ഉണ്ടല്ലോ, അതാണ് പുള്ളിയുടെയും പുള്ളിയുടെ വൈഫിന്റെ ഒരു അവസ്ഥ. ഓ, ഇതിലാണോ മറ്റേ കൊച്ചുമകനെ ആ കൊണ്ടുവന്നിട്ട്? ആ ആ ആ ആ, ഓക്കെ ഓക്കെ ഓക്കെ. ആ, അതാണ്. ആ അത് ഈ പടമാണിത്. പടമല്ലേ? യെസ്. ഓക്കെ. അപ്പൊ ഇതൊരു ഭയങ്കര നല്ല പടമാണ്. ഒരു ചെറിയ ജിസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. പാർവതി ആക്ച്വലി ഈ കപ്പിളിന്, അതായത് ശാരദയും നെടുമുടി വേണുവും ഒരു കപ്പിളാണ്. അവർക്ക് പിള്ളേരില്ല. അവരുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ മോളാണ് പാർവതി. പാർവതിയുടെ അമ്മ മരിക്കുകയും അപ്പനൊരു വിമനൈസറാണ്. ഭയങ്കര എന്താണ് പെണ്ണുപിടിയനാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അവിടുന്ന് രക്ഷപ്പെട്ട് ഇവരുടെ അടുത്ത് വന്ന് താമസിക്കുകയാണ്. ആദ്യം ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ പെണ്ണിനെ. നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ആണോ അച്ഛന്റെ റോൾ ചെയ്ത്? അത് എനിക്ക് ആരായിരുന്നുന്ന് ആക്ച്വലി ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കാണെങ്കി ഞാൻ പറയാം. എനിവേയ്സ് എന്താണ് ഇന്നസെന്റ് ഓർക്കുന്നില്ല. ഞാൻ ആരായിരുന്നെന്ന് ഓർക്കുന്നില്ല. ഇന്നസെന്റ് ഉണ്ട് പടത്തിനകത്ത്. പക്ഷെ ആരായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. എനിവേയ്സ് ഈ പെണ്ണ് ഇവിടെ വന്ന് താമസിക്കുകയും ഇവർക്ക് ഈ പെണ്ണിനെ മോളായിട്ട് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് വരികയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ പാർവതി അവരുടെ റിയൽ മകളായി മാറുകയാണ്. നമ്മുടെ നെടുമുടി വേണുവിന്റെയും ശാരദയുടെയും. അപ്പം അങ്ങനെ അവര് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ജീവിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു മിനുങ്ങിന്റെ പഠിക്കൊണ്ട് നമ്മുടെ ദേവ്ജി വരുന്നത്. ദേവ്ജി. ആ. ദേവ്ജി റൊമാൻസ് ചെയ്യാൻ വരുന്നതാണ് പാർവതീനെ. അപ്പം പുള്ളി റൊമാൻസ് ചെയ്ത് പുള്ളിക്കാരിയെ ആ പാട്ടിനകത്തിൽ തന്നെ പ്രഗ്നന്റ് ആക്കും. എന്നിട്ട് ഓ, പ്രഗ്നൻസി ഡെലിവറിയില് പുള്ളിക്കാരി മരിച്ചു പോകുന്നേ. മരിക്കുന്നത്. അതെ, അതെ, ആ, അതെ. ഓക്കെ അപ്പൊ ഓക്കെ. എന്ത് സംഭവിക്കുന്ന് വെച്ചാ പുള്ളിക്കാരൻ ഈ പാട്ട് കഴിയുമ്പോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി യുഎസിന് തിരിച്ചു പോകും. എന്നിട്ട് ഇവരുടെ ഈ പാർവതിയുടെ വിസയും ടിക്കറ്റും ഒക്കെ ശരിയാക്കാൻ വേണ്ടി അവിടെ പോയേക്കുവാ. അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരി പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. പക്ഷെ പുള്ളിക്ക് തിരിച്ചു വരാനും പറ്റത്തില്ല ഇവരുടെ എല്ലാം ശരിയാക്കാതെ. അപ്പം പ്രഗ്നൻസി ടൈമില് ഇവര് മോളെ ഭയങ്കര കാര്യമായിട്ട് നോക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അന്നത്തെ കാലത്തെ മെഡിക്കൽ സിസ്റ്റത്തിന്റെ ആണോ എന്താന്നറിയില്ല. പുള്ളിക്കാരിക്ക് സി സെക്ഷൻ വേണ്ട വരും പ്രഗ്നൻസിയുടെ ടൈമില്, ഡെലിവറിയുടെ ടൈമില്. സി സെക്ഷൻ ചെയ്യുകയും മരിച്ചു പോവുകയും ചെയ്യും കോംപ്ലിക്കേഷൻ കാരണം. എന്നിട്ട് ആ കൊച്ച് ഒരു ആൺകൊച്ചാ ഉണ്ടാകുന്നത്. ആ ആൺകൊച്ചിനെ വളർത്തി ഇവര് വലുതാക്കുക. ദേവ്ജി ഓൾറെഡി തിരിച്ചു വരുമെങ്കിലും ദേവ്ജിക്ക് ഭാര്യയില്ലാതെ കൊച്ചിനെ വളർത്താനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് പുള്ളി തിരിച്ചു പോകും യുഎസിലേക്ക്. അപ്പം ഈ കപ്പിളാണ് പിന്നീട് കൊച്ചിനെ വളർത്തുന്നത്. കൊച്ചിനെ വളർത്തി കുറെ നാൾ കഴിയുമ്പോൾ വളർന്ന് വലുതായി കഴിയുമ്പോഴത്തേനും ബിഗ് ബിഗ് സൺ ആയി, ഇനി എന്റെ എംപയർ ഭരിക്കാൻ എനിക്ക് എന്റെ സൺ വേണമെന്ന് പ്രോഡിഗൽ സൺ പറയുന്നത്. റിട്ടേൺസ് എന്നൊക്കെ പറയുന്നല്ലേ? പുള്ളിയുടെ ആ പിൻഗാമിയായിരുന്നു. പിൻഗാമിയും. അപ്പൊ പുള്ളി പിൻഗാമിയെ തപ്പി വരുന്നതാണ്. ബട്ട് വരുമ്പോഴത്തേനും അവർക്ക് കൊച്ചിനെ വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല. എന്താ ഉം പറഞ്ഞാ ഉം. അവരാണല്ലോ കൊച്ചിനെ വളർത്തി വലുതാക്കിയത്. ഞങ്ങളെന്തിനാ കൊച്ചിനെ വിട്ടുകൊടുക്കുന്നേന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് അവര്. പക്ഷെ സാഡ്ലി ആ കൊച്ചൻ തിരിച്ച് പോകുവാണ്. ഇവള് അതായത് ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ദേവന് കൊച്ചിനെ കൊണ്ടുപോകാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പനാണല്ലോ. അപ്പൊ ദേവന് എങ്ങനെ ലീഗലി നോക്കിയാൽ പോലും കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇവരെന്താ ചെയ്യും? ഇവര് മുറി അടച്ചകത്ത് കയറിയിരിക്കും. ഞങ്ങള് വരുന്നില്ല, നീ പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് മുറി അടച്ചകത്ത് കയറിയിരിക്കും. പക്ഷെ ആ കൊച്ചൻ പോകുന്ന പോലും അവർക്ക് കാണാൻ പറ്റത്തില്ല. അവസാനം അവർക്ക് കാണണം എന്നുണ്ട് എന്നുള്ള രീതിയിൽ കൊച്ചൻ കിടന്ന് കരയുമ്പോഴെങ്കിലും വെളിയിലോട്ട് ഇറങ്ങി വരുമെങ്കിലും അവർക്ക് കാണാൻ പറ്റില്ല. അതാണ് അങ്ങനെ ഒരു സാഡ് എൻഡിങ്ങിലാണ് നിൽക്കുന്നത്. ഓൾദോ അപ്പനും മോനും ഒന്നിക്കെങ്കിലും ആ ഗ്രാൻഡ് പേരൻസിന് അവര് വളർത്തിയ ആ മോൻ ഇല്ലാതാകുകയാണ്. അതാണ് ആ ഒരു സാഡ് പടമാണ്. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണാം. ബ്യൂട്ടിഫുൾ സോങ്സ്, നല്ല അപ്പൊ സിനിമാറ്റോഗ്രഫി ദേവ്ജിയാണ് കാര്യങ്ങളൊക്കെ. ഇതില് വില്ലൻ. ദേവ്ജി വില്ലൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഐ റൊമാന്റിക് മീൻ ഹസ്ബൻഡ്. ഇന്നവേ കാര്യം. പിന്നെ കഷ്ടപ്പെട്ട് മക്കളില്ലാതെ അവസാനം കിട്ടിയ പാർവതീനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് കഴിയുമ്പോ അതിനെ കൊണ്ടുവന്ന് കറക്റ്റ്. എന്താ പറയുന്നത്, ഭാര്യയാക്കി പ്രഗ്നന്റ് ആക്കി അതിനെ കൊല്ലും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ കൊച്ചിനെ വളർത്തിക്കൊണ്ടുവന്ന് അതൊരു പരിവായി കഴിയുമ്പോഴത്തേക്ക് ബിസിനസ് എംപയർ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളി അതിനെ കൊണ്ടുപോകും. അപ്പൊ അവരുടെ ഐസിലൂടെ നോക്കുവാണെങ്കിൽ വില്ലനാണ്. യെസ്, കറക്റ്റ്. വില്ലനാണ് ദേവ്ജി. അത് കല്യാണം കഴിപ്പിച്ച് വിടുമ്പോഴ് അവർക്കൊരു ചെറിയ അതായത് പാർവതി പോകുമല്ലോ യുഎസിലോട്ട്. അപ്പൊ പാർവതിയെ ആ. വിടുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഹാപ്പിലി പക്ഷെ ദേവ്ജി പുള്ളിക്ക് ആ ഒരു വിഷമം അങ്ങ് തീർത്തു കൊടുക്കും.
എണ്ണം തേക്കുമായിട്ട് പാർവതീനെ എന്തിനാ യുഎസ് ആക്കുന്നത്? യുഎസിലാണ് അറ്റ്ലീസ്റ്റ് തിരിച്ചെങ്കിലും വരും. ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി. എടാ, ഇതാ ഞാൻ പറഞ്ഞത്. വെൻ ഇറ്റ് കംസ് ടു ദേവ്ജി, ഈവൻ ക്ലാസിക് ഫിലിം ബിക്കംസ് കൾട്ട് ക്ലാസിക്. ഇത് ആക്ച്വലി ഈ പടം ഇറങ്ങിയ സമയത്തല്ല ഞാനിത് കാണുന്നത്. കാരണം നോർമലി ഇത് ഇച്ചിരി പക്ഷെ പഴയ ഈ പടം പാട്ട് ആയതുകൊണ്ട് ഭയങ്കര ഫേമസ് ആണ്. അതെ, അതെ. ഭയങ്കര ഫേമസ് ആണ്. അവരുടെ ആ ഒരു അപ്പൊ ഞാൻ ഈ പടം കാണുമ്പഴേ എനിക്ക് തോന്നുന്നു എന്റെ ദേവ്ജി ഓർമ്മകളിലുള്ള ആദ്യ ഓർമ്മകളിലുള്ള ഒരു സാധനമാണിത്. കാരണം ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, ആരാ ഈ പാട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മയ്ക്ക് ഈ പഴയ പാട്ട് കേൾക്കുന്ന പരിപാടി ഉള്ളതുകൊണ്ട് ഈ പഴയ പാട്ടിന്റെ നമ്മള് ടിവിയിലാണല്ലോ കേൾക്കുന്നത്. അപ്പൊ നമുക്ക് ആളെ കാണാമല്ലോ. റേഡിയോ അല്ല ടിവി കാണുമ്പോ. അപ്പൊ ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, "ഇതാരാ ഇത്ര സൗന്ദര്യമുള്ള ഈ മനുഷ്യൻ? ഈ പുള്ളിയെ ഞാൻ ദേ- വേറെ കണ്ടിട്ടില്ലല്ലോ." ദേവൻ വെറുതെ ദേവൻ ആണോ പേരിട്ട്? അത് എന്ത് ലിറ്ററലി രസാന്നറിയോ? ആ പാട്ടിന്റെ അകത്ത് കാണാം. അവരുടെ റൊമാൻസ് സോങ് ആണത്. ഭയങ്കര രസാണ് പുള്ളിയെ കാണാൻ. സുന്ദരനാണ് അതിനകത്ത് കാണാന്. എക്സ്ട്രാർഡിനറിലി ഹാൻസം ആണ് പുള്ളി അതിനകത്തില്. സോ ഡെഫിനറ്റ്ലി ഹാൻസം ദേവ്ജിയെ കാണണമെങ്കിൽ റൊമാൻസ് ചെയ്യുന്ന ക്യൂട്ട് ദേവ്ജിയെ കാണാം. ഇതിനകത്ത് ഹോണി അല്ല കേട്ടോ പാവം പുള്ളി. കുറച്ച് റൊമാന്റിക് ഡീസന്റ് ആണ്. ആണ്. ഡീസന്റ് ആണ്. അതുകൊണ്ട് കാണണമെങ്കിൽ ഡെഫിനറ്റ് പിന്നെ ഒരു ഒരു ഇതെന്ന് പറഞ്ഞാല് റീസെന്റ്ലി നമ്മുടെ സഫാരി ചാനലില് ജോൺ പോൾ എന്ന് പറയുന്ന എഴുത്തുകാരനുണ്ടല്ലോ. സ്ക്രിപ്റ്റ് ഉം. റൈറ്ററും ഒക്കെയാണ്. അപ്പൊ അദ്ദേഹം ഈ റീസെന്റ്ലി ആണ് മരിച്ചുപോയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം വഴിയും ഞാൻ ഇങ്ങനെ പുള്ളി ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയാണ് ഇത് എഴുതിയത്. പുള്ളിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പം ജോൺ പോൾ എഴുതിയ പടമാണിത്. സോ ഇഫ് യു വാണ്ട് ടു വാച്ച് ഇറ്റ് അല്ല നിങ്ങൾക്കത് ഡെഫിനറ്റ്ലി ദേവ്ജി ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണണം. പുള്ളിയുടെ ഒരു ഉറപ്പായും ക്ലാസിക് കണ്ടിരിക്കണം. ആണിത്. അതെ. യെസ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം. ഇപ്പം ഇപ്പൊ ആരണ്യകം, പിന്നെ നമ്മള് ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ട്, അങ്ങനെ 2 ക്ലാസിക് പടം പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായും അടുത്ത പടം അടുത്തതൊരു കൾട്ട് ക്ലാസിക്. കൾട്ട് ക്ലാസിക് ആയിരിക്കും. പക്ഷെ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന പടം ക്ലാസിക് ലിസ്റ്റില് ഉൾപ്പെടുത്തേണ്ട ഒരു പടമാണ്. വളരെ വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ചിത്രമാണ്. വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മള് കാലത്തിന് മുന്നേ സഞ്ചരിച്ച പടം എന്നൊക്കെ പറയില്ലേ. സയൻസ് ഫിക്ഷൻ ആണല്ലേ? സയൻസ് ഫിക്ഷൻ പടമാണ് ദേവ്ജിയുടെ. അപ്പൊ യെസ്. ആദ്യം ഞാനൊരു എന്താ പറയുന്ന ഹിസ്റ്റോറിക്കൽ പടം, ഒരു പീരിയഡ് ഡ്രാമ പറഞ്ഞെങ്കിൽ ഇത്തവണ ഞാനൊരു സയൻസ് ഫിക്ഷൻ പടവുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടിച്ചാത്തന്റെ റീലിന്റെ അകത്ത് ഞാൻ പറയാൻ വരുവായിരുന്നത്. ആ ആൾക്കാരിങ്ങനെ കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങള് ഇതിന്റെ അകത്ത് ഞാൻ കുട്ടിച്ചാത്തന്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ അകത്ത് ഇങ്ങനെ പറയുന്നത് മലയാളത്തിൽ അങ്ങനെ സയൻസ് ഫിക്ഷൻ പടം എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഈ പടത്തിന്റെ കാര്യം ഞാൻ അന്നേരം ഞാനിങ്ങനെ കമന്റിന്റെ ഓർത്തില്ല. അകത്ത് ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ, അതായത് ഇപ്പൊ നമുക്ക് കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. കുട്ടിച്ചാത്തൻ സയൻസ് ഫിക്ഷൻ അല്ല, ബട്ട് എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഭരതൻ എഫക്റ്റ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഭരതൻ എഫക്റ്റ് സയൻസ് ഫിക്ഷൻ അല്ല, അതൊരു മിത്തിക്കൽ ഇതൊക്കെ ഉണ്ട്. ഹനുമാന്റെ ഇതൊക്കെ ഉണ്ടല്ലോ അതിന്റെ അകത്ത്. അപ്പൊ ആ ഒരു ഇതിലുണ്ട്. ഞാൻ നയൻ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ നോക്കുക ഗഗനചാരി. സയൻസ് ഫിക്ഷൻ. ഉം. പക്ഷെ ഗഗനചാരി ഒരു പ്രോപ്പർ സയൻസ് ഫിക്ഷൻ അല്ല എന്നൊക്കെയാണ് ഓ, ഒരു ഇത് പറയുന്നത്. അതൊരു ഏലിയൻ പടാന്നാ ഞാൻ ഓർത്തത്. അല്ലേ? ഞാൻ ആ കണ്ടിട്ടില്ല ആ പടം. അതങ്ങനെ ഏലിയൻ ഒരു പടം. അത് ആ ഒരു ഇതിൽ പെടുത്താൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഓ, ഞാനിങ്ങനെ ഐ ഹാവ് ഓർത്തത് നെവർ അപ്പൊ ഏത് വാച്ച്ഡ് ദ പടം, മൂവി. പക്ഷെ ഇതെന്തായാലും പെടുത്താൻ പറ്റുന്ന ഒരു ഇതെന്താണേലും പടം. ഡെഫിനറ്റ്ലി. അപ്പം കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു ചിത്രമാണിത്. പേര് കാലചക്രം എന്നാണ് ഇതിന്റെ പേര്. ടൈറ്റിലിൽ തന്നെയുണ്ട് കാലചക്രം. അപ്പൊ ഇതിലെ ദേവ്ജിയുടെ ക്യാരക്ടറിന്റെ പേര് നനജി എന്നാണ്. അപ്പം പക്ഷെ ഒരു കാര്യമുണ്ട്. നീ ഒരു ഉം, ദേവ്ജി സാഡിസ്റ്റിക് ഫാനാണ്. എല്ലാം ദേവ്ജി മരിക്കുന്ന പടങ്ങളാണ് നീ ദേവ്ജി ക്ലാസിക്സിലിട്ട്. മരിക്കുന്ന അതെ അതെ. ഞാൻ എടുത്ത പടത്തിലെല്ലാം ദേവ്ജി മരിക്കും. ഹാഷ്ടാഗ് ദേവ്ജിക്കൊപ്പം. അപ്പോ ഇതിലും സ്വാഭാവികമായും, പക്ഷെ ഇതിലെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ദേവ്ജി മരിക്കുന്നത് നമ്മളെ കാണിക്കുന്നില്ല, ഇംപ്ലൈ ചെയ്യുന്നുണ്ട് ദേവ്ജി മരിക്കുന്നു എന്നുള്ള രീതിയിൽ, ബട്ട് കാണിക്കുന്നില്ല. അപ്പൊ ഇതില് നാനാജി എന്നാണ് ദേവ്ജിയുടെ ഇതിന്റെ പേര്. ദേവ്ജിയുടെ ക്യാരക്ടർ ശ്രമിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഡോൾഫ് ഹിറ്റ്ലറിന്റെ ജീവകോശം എടുത്തിട്ട് അത് ക്ലോൺ ചെയ്ത് ഹിറ്റ്ലറിനെ പുനർജീവിപ്പിക്കുക പ്രസന്റ് ടൈമിൽ എന്നുള്ളൊരു ഇതാണ് ദേവ്ജിയുടെ ടാർഗറ്റ്. അപ്പം ദേവ്ജി പുനർജീവിപ്പിച്ച ക്ലോണിന്റെ പേര് അഗ്നിവേഷ് എന്നാണ്. ഓ, ബബർ. കിടിലം പേരല്ലേ, അഗ്നിവേഷ്. അപ്പം അഗ്നിവേഷ് ആയിട്ട് വരുന്നത് നമ്മുടെ ആ പുള്ളിയുടെ പേര്, ഉം, പുള്ളി നമ്മുടെ ബിഗ് ബോസിന്റെ അകത്തൊക്കെ വന്നിട്ടുണ്ട്. മലയാളം ബിഗ് ബോസിലെ ഏതോ ഒരു ഓ, സീസണിന്റെ മലയാളം ബിഗ് അകത്തുണ്ട്. ബോസിലുണ്ടോ? ആ പുള്ളി ഞാൻ പറയാം, സിദ്ധാർത്ഥ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിക്ക് ഫിക്സ് വരുന്ന ഒരു പടം ഉണ്ടല്ലോ. മറ്റേ മമ്മൂട്ടിക്ക് ഇച്ചിരി അതിന്റെ അകത്ത് ഒരു
രംഭയുടെ പുറകെ നടക്കുന്ന ഒരു പുള്ളിയുണ്ട്. അത് അങ്ങേരുടെ പേര് എന്തുവായിരുന്നു അതിന്റെ പേര്? ഉം, ആ, ഷിജു എ.ആർ ഷിജു. അങ്ങനെയാണ്. ആ, ആ. അത് തന്നെ പുള്ളി. പുള്ളിയാണ്. യെസ്. അപ്പൊ പുള്ളിയാണ് ഇതിന്റെ അകത്ത് അഗ്നിവേഷ് ആയിട്ട് വരുന്നത്. ഇപ്പം ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സോനു ശിശുപാൽ ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ ക്ലോണിനെ ഉണ്ടാക്കിയത് ജഗദീഷാണ് ഇതിന്റെ അകത്ത് ഡോക്ടറായിട്ട് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ? മാത്സ് ജഗദീഷിന്റെ സയന്റിസ്റ്റ്. മാഡ് സയന്റിസ്റ്റ് ആണ്. പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി മാഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ പടത്തില് കട്ട വെറുപ്പീരായിട്ടുള്ളത് ജഗദീഷാണ്. ജഗദീഷിന്റെ വെറുപ്പിക്കൽ കുറച്ചുണ്ട്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. കാര്യം അതിന്റെ കോൺസെപ്റ്റ് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഇത് ഏതാണ്ട് 2002 അങ്ങനെ ഏതാണ്ട് സമയത്ത് ഏതാണ്ട് ഇത് ആ, ഇറങ്ങുന്നേ. അതെ, അതെ. 2002 പടമാണ്. ആ പക്ഷേ അപ്പൊ ഓൾദോ നീ എന്നോട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ഞാനും ദിഗംബരനോട് ഒരു സംസാരത്തിൽ ഇങ്ങനെ ദിഗംബരൻ പറയുന്നുണ്ടായിരുന്നു, എന്തിനായിരിക്കണം ഈ ഷിജു ഡ്യൂഡിനെ എടുത്തു വെച്ചിരിക്കുന്നത് എന്നോട് ചോദിച്ചു. പക്ഷെ എനിക്ക് പുള്ളി ഉണ്ടല്ലോ ആ ഹിറ്റ്ലറിന്റെ കുഞ്ഞിമീശ വെച്ചിട്ട് ഒരു ഗെറ്റപ്പിൽ വരുന്ന നീ ഓർക്കുന്നുണ്ടോ? ആ ആ ഒരു ഗെറ്റപ്പില് പുള്ളിക്കാരന് ഒരു ഹിറ്റ്ലർ ലുക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പുള്ളി ആ, ഇച്ചിരി ഉണ്ട്. ഒരു ജർമ്മൻ ലുക്കിംഗ് ലുക്കൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം, നല്ലായിരുന്നു. നൈസ്. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരനെ കാസ്റ്റ് ചെയ്തത്. ഒരു 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 മലയാളി ഹിറ്റ്ലറായിട്ട് വരുവാണെങ്കിൽ പറ്റിയ ഒരു ഒരു ലുക്കിലുണ്ടായിരുന്നു. അപ്പം അഗ്നിവേഷിനെ കൊണ്ടുവന്ന്, അതായത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്ലോബൽ ഡൊമിനേഷൻ ആണ് അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ഹിറ്റ്ലറിനെ തിരിച്ച് കൊണ്ടുവന്ന് ഇവരുടെ കമ്പനിയുടെ പേര് ഏതാണ്ട് എന്തോ സ്വസ്തിക്കോ അത് മറ്റേ ആ, അനിമലിന്റെ അകത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഓർത്ത് ആ, അത് അങ്ങനെന്തോ അതുപോലത്തെ ആയിരുന്നെന്ന് എന്തോ തോന്നുന്നു. ആണ്. എന്തോ യാ. സ്വസ്തിക് ലിമിറ്റഡോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടെന്തോ ആണ്. അപ്പം പക്ഷേ കുറച്ച് പേർ ചേർന്ന് ഈ ഒരു പ്ലോട്ടിനെ എന്താ പറയുന്നത് തകർക്കാൻ ശ്രമിക്കുന്നു. അതില് ഒരാളാണ് നമ്മുടെ സിദ്ദിഖ് ഇക്ക ഉണ്ട് ഇതില്. ഒരു പോലീസ് ഓഫീസറായിട്ട് ഏതാണ്ടാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ബട്ട് ഇതിനകത്ത് നായകൻ എന്ന് പറഞ്ഞുള്ളതൊക്കെ ഒരു ഒരു പഴയ ഒരു പഴഞ്ചന്മം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു യാ. നായകനുണ്ട്, ഒരു വേസ്റ്റ് നായകൻ. ബട്ട് അതാരാന്ന് പോലും അറിയാൻ പാടില്ലല്ലേ? ലിറ്ററലി പേരറിയാൻ പാടില്ലാത്ത ആരോ ഒരാള്. നീ പറയുന്നു, കുമാരി പറഞ്ഞു മുമ്പ് ഏതോ പടത്തിന്റെ അകത്തൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ അകത്ത് കാണുന്നത്. ഇതിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാനും മാത്രം ഒന്നും ഇല്ലാത്ത ഒരു വളരെ മികച്ച ഒരു അഭിനയമാണ്. പ്രത്യേക എക്സ്പ്രഷൻസ് ഒന്നും വരാത്ത ഒരു ഒരു തരം ഒരു അഭിനയമാണ്. ബട്ട് നമ്മൾ അതൊന്നും ഫോക്കസ് ചെയ്യില്ല. നമ്മൾ ഓൺലി നാനാജി ആൻഡ് ഹിസ് ലവ് ഫോർ അഗ്നിവേഷ്. അതിലൊരു അവസാനം ഒരു വളരെ ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഇതിൽ അഗ്നിവേശിന് ഒരു പ്രശ്നമുണ്ട്. ഈ ക്ലോൺ ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, പ്യുവർ ജീൻ അല്ലാത്തതിന്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിയുടെ തൊലിയൊക്കെ ഒരുമാതിരി ഈ പാമ്പൊക്കെ പടം പൊഴിക്കുന്ന പോലെ തൊലിയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. ബട്ട് എന്നാലും അഗ്നിവേശിനോട് അവസാനം നാനാജിക്ക് എന്താണെന്നറിയോ, നാനാജി ഏഹ്, ഒരു ഹിറ്റ്ലറിന്റെ ഒരു ക്ലോണായിട്ട് അഡോൾഫ് ഹിറ്റ്ലറിന്റെ ആ ഒരു ഒരു എന്താ പറയുന്നത്, വീണ്ടും അഡോൾഫ് ഹിറ്റ്ലറിനെ കൊണ്ടുവന്ന് ആ ഒരു ഡൊമിനേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ അഗ്നിവേശനം ഉണ്ടാക്കിയതെങ്കിലും നാനാജിക്ക് അതിലും കണ്ടോ ഒരു ഈസ്റ്റർ എഗ് ഉണ്ട്, നാനാജി. അതായത് ഡാഡി എന്നുള്ള ഒരു ഒരു മീനിങ്ങിൽ അല്ലേ? യാ. അതാണ് ഡാഡി പുള്ളിയുടെ ജി. പേര്. ഡാഡി ഗിരിജയാണ്. ഡാഡിജി ആണ്. അതുകൊണ്ടാണ് നാനാജി എന്ന് പേരിട്ടത്. അപ്പൊ യാ. നാനാജിക്ക് സ്വന്തം മകനെ പോലെയാണ് അഗ്നിവേശ്. അത്രയും ഒരു പുത്രവാത്സല്യമുണ്ട്. അപ്പം ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവരുടെ ഈ പ്ലാൻ എല്ലാം പൊളിയുമല്ലോ. പൊളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അഗ്നിവേശ് പറയും അഡോൾഫ് ഹിറ്റ്ലറിന്റെ പോലെ തന്നെ ഒരു മരണം തന്നെ നമുക്കും ആകാം എന്നുള്ള ഒരു ഒരു വമ്പൻ ഡയലോഗൊക്കെ കേട്ടോ. ഒരു എന്താ എന്നാ വി വിൽ ബ്രിങ് ഫോർത്ത് അഗ്നി എന്തോ അഡോൾഫ് ഹിറ്റ്ലേഴ്സ് എന്തോ എന്തോ പറയും, എന്തോ ഒരു സാധനം പറയും. അപ്പം നനജി ഒരു ഡയലോഗ് പറയും, 60 വർഷങ്ങൾക്ക് മുമ്പ് അഡോൾഫ് ഹിറ്റ്ലർ സ്വയം വെടിവെച്ച് മരിക്കുമ്പോൾ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അഗ്നിവേഷ് യാ. നിനക്കൊപ്പം ഞാനുണ്ടാകും എന്നുള്ളൊരു ഊഹ്! ഓ എന്റെ ദൈവമേ. രോമാഞ്ചം. ആ രോമാഞ്ചമൊക്കെ, രോമൊക്കെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ, മാതിരി ഡയലോഗാണ്. അപ്പം യാ. നമുക്കും വേണം അങ്ങനെ ഒരു അങ്ങനെയൊക്കെയാണ് ഒരു ഒരു ബന്ധം വേണ്ടത് അല്ലേ? നാനാജിക്ക് അഗ്നിവേശ് പിന്നല്ലേ? എന്നുള്ള പോലെ.
അതെ. അല്ലേ? ഒരു നമ്മള് മാസ്. വിചാരിക്കും ദേവ്ജി ചതിക്കും അവസാനം. കാരണം നാന മരിക്കുവാ സോറി നമ്മുടെ അഗ്നിവേശ് മരിക്കുവാണല്ലോ. പക്ഷെ ഇല്ല ആ. ചതിക്കില്ല. കൂടെ നിക്കും. കാര്യം ദേവ്ജി എപ്പഴും ദേവ്ജിക്ക് അഗ്നിവേശിന്റെ കൂടെ വെടികൊണ്ട് മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, ഒരു ഇല്ല. വേറൊരു ക്ലോണിനെ ഉണ്ടാക്കി മറ്റൊരു Yeah. അഗ്നിവേശിനെ ഉണ്ടാക്കി വിടാവുന്നേ ഉള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അഗ്നിവേശിന് നനജി ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നുകൊണ്ടും എന്തൊരു എന്തൊരു പോയറ്റിക് ആയിട്ടുള്ള ഒരു ലൈൻ അല്ലേ. 60 വർഷം മുമ്പ് അഡോൾഫ് ഹിറ്റ്ലർ വെടിവെച്ച് മരിക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അഗ്നിവേശ് നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇവൻ ഡെത്ത്. രോമാഞ്ചം. അതെ, ഗൂസ്ബംസ്. ഇവൻ Yeah. ഡെത്ത് കാൻ സെപ്പറേറ്റ് ദം എന്ന് പറയുന്ന പോലെ. എന്നിട്ട് പിന്നെ സ്ക്രീൻ ബ്ലാക്ക് ഔട്ട് ആവുകയും ഒരു വെടിവെച്ച് കേൾക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോ ഉം. ഒരു വെടിവെച്ചേ കേട്ടുള്ളൂ. ഇനി ദേവ്ജി പറ്റിച്ചു. ഇല്ല ചെലപ്പം എക്സിറ്റ് വൂണ്ട് കാരണം അങ്ങനെ വെടിവെച്ച് എക്സിറ്റ് ചെയ്തിട്ട് ഓക്കെ. അല്ല, നിന്നോടൊപ്പം ഞാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അഗ്നിവേശിയെ അല്ലെങ്കിൽ വെടിവെച്ച് ചെലപ്പോ പുള്ളി ഉദ്ദേശിച്ചത് ഒന്നിച്ച് മരിക്കുംന്നായിരിക്കത്തില്ല. നീ മരിക്കുമ്പോ ഞാൻ കൂടെ ഇരിക്കാംന്ന് മാത്രം കൂടെ ഉദ്ദേശിച്ചു. ഉണ്ടാകും. അതായിരിക്കും അല്ലേ. നിന്നോടൊപ്പം ഞാൻ ഉണ്ടാവുന്നേ പറഞ്ഞുള്ളൂ. നീ വെടിവെച്ച് മരിക്കുവോ എന്തേലും ആവട്ടെ. ആ. ഏഹ്. അങ്ങനെ പറയുമ്പോ ഇത് ദേവ്ജിക്കൊപ്പം അല്ല കേട്ടോ. നിന്റെ ആദ്യത്തെ പടമാണ് ദേവ്ജി മരിക്കാത്ത പടം. നമുക്കങ്ങനെ ആണ്. പര്യവസായിട്ട് നിർത്താം. അത് കാര്യം ദേവ്ജി ഇതിന്റെ അകത്ത് മരിക്കും, നമ്മളെ കാണിക്കുന്നില്ല എന്താ സംഭവിക്കും. നിന്നോടൊപ്പം ഞാൻ ഉണ്ടാവുന്നേ പറഞ്ഞുള്ളൂ. അപ്പം പുള്ളി ഈ പിന്നെ മരിച്ച് അതും അഡോൾഫ് ഹിറ്റ്ലറിന്റെ തലയോട്ടിയൊക്കെ ഇതിന്റെ അകത്ത് കാണിക്കുന്നൊക്കെ ഉണ്ട്. ഒരു കണ്ണാടി ചില്ലിന്റെ അകത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അവര്. അപ്പൊ ആ ഒരു ഹിറ്റ്ലറിന്റെ ജീവകോശങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ദേവ്ജി പറയുമ്പോഴേ ഭയങ്കര ഒരു പവർഫുൾ ആണ്. Yeah. ദേവ്ജിയുടെ ഓരോ ഡയലോഗും ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന ഡയലോഗുകൾ കേട്ടോ ഇതിന്റെ അകത്ത്. ഒരു രക്ഷയില്ല. അതൊരു സിഗാറൊക്കെ കടിച്ചു പിടിച്ചൊരു ഒരു ടെറർ പുഫ്. ലുക്കിലൊക്കെ അതെ, ഉള്ളു അതെ, അതെ, വരുന്നത്. അതെ. ഓ, സൂപ്പർ ഭീകരം. അതെ. ഇപ്പൊ ഒരു ദേവ്ജി സ്വാഗ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലചക്രം കണ്ടിരിക്കണം. അപ്പം യെസ്. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു ട്രിവിയ പറയാം. ഇത് ശരിക്കും ട്രിവിയ ആണെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ എൻ്റെ ഇത് പറയാം. അതായത് നമ്മള് ഞാൻ കുഞ്ഞിലെ കാണുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു. സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത് വെരി ഫേമസ് ആക്ച്വലി. അമേരിക്കൻ അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ സീരീസ് തന്നെയാണ്. ഡീൻ ആൻഡ് ഹൊറർ സാം ഫാന്റസി. വിൻചെസ്റ്ററിന്റെ അല്ലേ? അതെ, അതെ, അതെ. ഡീൻ ഓ, ആൻഡ് സാം നമുക്കാണ് വിൻചെസ്റ്റർ. ഒരു സൂപ്പർ നാച്ചുറലിന്റെ ഇത് എപ്പോഴേലും ചെയ്യായിരുന്നു അല്ലേ? ഡെഫിനറ്റ്ലി. ഒരു ഭയങ്കര സൂപ്പർ ഭയങ്കര നാച്ചുറൽ നല്ല ഫാൻ എപ്പിസോഡ്. എന്നുള്ള നില. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫാന്റസി, ഹൊറർ ജോൺറിലുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി പോയിട്ട് ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇറ്റ്സ് വെരി ലോങ്. 15 സീസണുള്ള ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു സീരീസ് ആണിത്. 12ാമത്തെ ഏതാണ്ട് ഒരു സീസണിൽ അവര് നിർത്തിയതല്ലേ, എൻഡ് ചെയ്തതല്ലേ? പിന്നീട് ആക്ച്വലി ആ ആക്ച്വലി ഉണ്ടല്ലോ അവര് 6ാമത്തെ സീസണിൽ എൻഡ് ചെയ്യാന്നാണ് വിചാരിച്ചത്. സ്വാൻ സോങ് വെച്ചിട്ട്. അതിന്റെ അകത്തില് ആ ആ ലൂസിഫർ ക്യാരി മരിക്കുക ഓൺ അങ്ങനെ. ആ വേവ്സ്. സോ ആ സാധനം. അത് വെച്ചിട്ട് നിർത്താന്നാണ് അവര് ഓർത്തത്. പിന്നെ 12 നിർത്താന്ന് വിചാരിച്ചപ്പോഴും ഫാൻസ് പ്രശ്നം ഉണ്ടാക്കി 15-ലാക്കിയതാണ്. ബട്ട് ആ സ്റ്റിൽ ഇറ്റ്സ് ലെഗസി ഈസ് ഗോയിങ് ഓൺ. അവർക്ക് സ്പിൻ ഓഫുകളുണ്ട്. പല പല സ്കൂബി ഇത് വരുന്നു. ഡൂവിന്റെ അകത്തൊക്കെ അവര് വന്നിട്ടുണ്ട് ഉണ്ട്, അല്ലേ? ഉണ്ട്, ഉണ്ട്. സ്കൂബി ഡൂ അതെ. ആയിട്ട് ഒരു എപ്പിസോഡ് ഉണ്ട്. ഭയങ്കര രസമാണ്. അപ്പം മൈ പോയിന്റ് ബീയിങ് അത് 2005-ലെ ഡ്രാമ സീരീസ് ആണ്. 2005 തുടങ്ങി 2015 വരെ എത്തി നിൽക്കുന്ന ഒരു ലെഗസി ഉള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ടിവി ഷോ ആണ്. സൂപ്പർ നാച്ചുറലിലെ 12ാമത്തെ സീസണിലെ 12th സീസണിലെ 5th എപ്പിസോഡ് എന്തിനെ കുറിച്ചാണെന്നറിയാവോ? എന്തിനെ കുറിച്ച്? ഈ എന്താ ഹിറ്റ്ലറാണ്. ഹിറ്റ്ലറിന്റെ ജീവകോശങ്ങൾ എടുത്തിട്ട് അത് ഓ, വേറൊരാളിലേക്ക് കേറ്റുന്ന സാധനം. അവര് കാലചക്രം കണ്ടിട്ടുണ്ടായിരിക്കും. അവര് കാലചക്രം കണ്ടിട്ടുണ്ട്. കാലചക്രം ഓ, റീക്രിയേറ്റ് നൈസ് ചെയ്യാൻ. നൈസ് നൈസ് നൈസ്. ഇതാണ് നമ്മുടെ സയൻസ് ഫിക്ഷൻ ഒന്നും ആൾക്കാര് കാണുന്നില്ലെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ആ സയൻസ് ഫിക്ഷനിൽ സൂപ്പർ നാച്ചുറലിലേക്ക് ഒരു എപ്പിസോഡ് എടുത്ത് സീരീസ് ആയിട്ട് എടുത്തവര്. അതില് ഡീനാണോ ഹിറ്റ്ലറിനെ ആഹ്. കൊല്ലുന്നത്? പിന്നീടുള്ള എപ്പിസോഡുകൾ അതായത് ഡീൻ ഹിറ്റ്ലറിനെ കൊല്ലും. എന്നിട്ട് പിന്നീടുള്ള എപ്പിസോഡുകളെല്ലാം പുള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാനാണ് ഹിറ്റ്ലറിനെ ഹിറ്റ്ലറിനെ തട്ടിയെന്നൊക്കെ അല്ലേ? ഐ ഡിഡ് എ ബിഗ് തിങ് ഫോർ ദ വേൾഡ്. ഐ കൈൻഡ് ഓഫ് കിൽഡ് ഹിറ്റ്ലർ എന്നും പറയും. പുള്ളി ഭയങ്കര പ്രൗഡാണ്. ഐ നീഡ് ടു മേക്ക് എ ടീ ഷർട്ട് ഔട്ട് അതെ ഓഫ് അതെ. ഇറ്റ്. അപ്പൊ ആ, അപ്പൊ അങ്ങനെയുള്ള ഒരു അഡാപ്റ്റേഷൻ വന്നിട്ടുണ്ട്. അതെ, കാലചക്രം. കാലചക്രത്തിന്റെ അഡാപ്റ്റേഷൻ ആയിരുന്നു അത്. യെസ്, തീർച്ചയായും. യെസ്. പക്ഷെ അത് ആ എന്ത് ചെയ്യാം സെയിം കഥയാണ്. ആ സെയിം കഥയാണ്. പക്ഷെ അതിനകത്ത് ഇച്ചിരി അവര് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് ആ ഹിറ്റ്ലറിന്റെ തന്നെ ആം, ബ്ലഡ് ലൈനിലുള്ള ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് അതിന്റെ ബ്ലഡ് മൊത്തം ഊറ്റിയെടുത്തിട്ട് ആ ജീവകോശമുള്ള ആളാണ്. അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ വേയിലാണ്. ബട്ട് സ്റ്റിൽ കോൺസെപ്റ്റ് സിമിലർ ആണ്. സെയിം ആണ്. പിന്നെ കാലചക്രം 2002 വന്നതാണ്. ആൻഡ് വന്നാണ് 2005 ആദ്യത്തെ സീസൺ വന്ന സൂപ്പർ നാച്ചുറൽ 12ാമത്തെ സീസണിലാണ് ഈ സാധനം വരുന്നത്. ഇത് അപ്പൊ എടുക്കുന്നത്. yeah. പോസിബിലിറ്റീസ് ഉണ്ട്.
കാലചക്രം ഞാൻ പറയുന്ന ഒന്ന് റിലീസ് ചെയ്യണം. ഇതുപോലെ ദേവ്ജിയുടെ ബർത്ത്ഡേക്ക് വല്ലോം ഐ തിങ്ക് ദേ ഷുഡ് കണ്ടിരിക്കേണ്ട ഒരു അവര് കോപ്പിറൈറ്റ് ക്ലെയിമിന് കൊടുക്കണം. ഞാൻ അതെ. പറയുന്നത്. അല്ല ഇപ്പം എന്താ പറയുന്നത് നമ്മളെപ്പോഴും എന്താ നമ്മള് ഹോളിവുഡിനെ നോക്കി കോപ്പി അടിച്ചു എന്നൊക്കെ പറയുന്നു. Yeah. പാരസൈറ്റ് എന്നുള്ള പടം ഓസ്കാർ കിട്ടിയ പടം മിൻസാരക്കണ്ണ എന്ന് പറഞ്ഞ വിജയ് പടത്തിന്റെ കഥയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവതാറിന്റെ കഥ മറ്റേ വിയറ്റ്നാം കോളനിയുടെ വിയറ്റ്നാം കഥയല്ലേ? കോളനി. അല്ല പക്ഷെ അവതാർ അതിന് മുമ്പ് ഏതാണ്ട് എന്തോ ബുക്കിന്റെ ഏതാണ്ട് ഇത് ഉള്ളതാണ്. ബട്ട് സ്റ്റിൽ എന്താ പറയുന്നത്. പക്ഷെ പക്ഷെ ഇത് അതുപോലെയല്ല ഇത് ഡയറക്റ്റ് ആ സ്റ്റോറി തന്നെയാണ്. ആ സെയിം സ്റ്റോറിയാണ് അവരൊരു എടി ഒരു അതെ എപ്പിസോഡായിട്ട് എടുത്തേക്കുന്നത്. പാരസൈറ്റിന്റെ കഥ ഇത് തന്നെയാ. ഓ ആണോ? ഓക്കെ. ആ മിൻസാരക്കണ്ണയുടെ കഥയാ പാരസൈറ്റിന്റെ കഥ. പാരസൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. കൊറിയൻ സീരീസ്, കൊറിയൻ മൂവി. ബട്ട് ആ, കൊറിയൻ മൂവി പാരസൈറ്റിന്റെ കാര്യമല്ലേ നീ പറയുന്നേ? അതിന്റെ കാര്യം പറഞ്ഞേ ആ, ഓസ്കാർ ആ. കിട്ടിയ പടം ആ അത് ഓക്കെ, തന്നെ. ഓക്കെ. അല്ല ഹോളിവുഡ് എന്ന് ഏഹ്, പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഓക്കെ. അല്ല സോറി ഹോളിവുഡ് എന്താണ് പറഞ്ഞത് ആ. ഓസ്കാറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഓക്കെ. അത് തന്നെ മനസ്സിലായി. ഉം. പാരസൈറ്റിന്റെ അത് എന്തോ മിൻസാരക്കണ്ണ ഞാൻ കണ്ടിട്ടില്ല. സോ എനിക്കറിയില്ല അത്. മിൻസാരക്കണ്ണയുടെ കഥ അത് തന്നെയാ ആ. പാരസൈറ്റിന്റെ കഥ തന്നെ. എന്നിട്ട് മിൻസാരക്കണ്ണയുടെ പ്രൊഡ്യൂസർ ഏതാണ്ട് ഇതിന്റെ ഏതാണ്ട് കോപ്പിറൈറ്റ് ഓ, കൊണ്ട് ചെന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കോപ്പിറൈറ്റിന്റെ സംഭവത്തിൽ പോലെ എടുത്തില്ലാത്തത് കൊണ്ട് അത് സ്വാഭാവികം. ഏറ്റില്ല എന്നുള്ളത് കൊണ്ട് ബട്ട് സ്റ്റിൽ അതേ കഥ തന്നെയാണ്. ഞാനും യാ. ഈ പാരസൈറ്റിന്റെ കഥ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ഇതാ മിൻസാരക്കണ്ണയുടെ കഥയില്ലേ. ബട്ട് എനിവേസ് അപ്പം ഇവിടെ കാൽചക്രം സൂപ്പർ നാച്ചുറൽ തമ്മിലുള്ള ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഉണ്ട് ഇതില് അല്ലെ കാൽചക്രത്തിലും യാ. ഒരു ബട്ട് പ്രോപ്പർ ഡെഫിനറ്റ്ലി. സയൻസ് ഫിക്ഷൻ നമുക്ക് സയൻസ് ഫിക്ഷൻ പറയാവുന്ന രീതി പടമാണ്. യാ. ക്ലോണിങ് പരിപാടികളൊക്കെ ഇപ്പം അപ്പൊ അതാണ് അതില് ദേവ്ജി മരിക്കുന്ന നമ്മളെ കാണിക്കുന്നില്ല. ബട്ട് വെടിവെച്ച് വേണമെങ്കിൽ കേട്ടപ്പം നമുക്ക് അതെ നമുക്കത് ശുഭ പര്യവസായാണ് നമുക്ക് വിശ്വസിക്കാം. ഈ ദേവ്ജി ഈ പറഞ്ഞ മരിക്കുന്നില്ല. പോലെ ഏ, ഈ പറഞ്ഞ എൻഡിങ് ആയിരിക്കും നിന്നോടൊപ്പം ഞാൻ ഉണ്ടാവും പറഞ്ഞപ്പോഴത്തേക്കും കൂടെ അഗ്നിവേശ് ഇരിക്കാം. വെടിവെച്ച് കത്തു നീ കൂടെ നീ ഇരിക്കാം മരിച്ചോ എന്നായിരിക്കും കൂടെ ഞാൻ ഇരിക്കാം. ദേവിച്ചി പറഞ്ഞത്. പക്ഷെ ആ പറയുന്ന ഡയലോഗേ ഒരു ഭയങ്കര ഉം. ഗൂസ്പംസ് അത്. അതെ, അതെ, നിങ്ങൾ അതെ. കാണണം. യെസ് അപ്പൊ ഓക്കെ. അപ്പൊ അതാണ് എന്റെ പടം. എന്റെ ലാസ്റ്റ് പടം എന്നാ പിന്നെ നീ എന്താണേലും ഇപ്പൊ മരിക്കാത്ത പടം എടുത്തല്ലോ. പിന്നെ ആ. എന്നാ പിന്നെ ഞാൻ മരിക്കുന്ന പടം എടുക്കാം. അപ്പൊ നമ്മള് 2 മരിക്കുന്ന പടം, 1 മരിക്കാത്ത പടം അങ്ങനെ അങ്ങനെ. അല്ലേ? ആ. എനിവേയ്സ് അല്ല നീ 2 മരിക്കുന്ന അതായത് പടം, ഒരു എന്റെ മരിക്കുന്നു. എന്റെ ഞാൻ അതെ, അതെ, 2 അതെ. മരിക്കാത്ത പടം, 1 മരിക്കാത്ത പടം ഐ മീൻ 2 മരിക്കുന്ന പടവും, 1 മരിക്കാത്ത പടവും ഞാൻ എടുത്തു. ആ. നീ 2 മരിക്കാത്ത പടവും, 1 ഒരു മരിക്കുന്ന പടം. മരിക്കുന്ന പടം. യാ, യാ, യാ. അപ്പൊ അങ്ങനെ. യാഹ്. അടുത്തത് ഒരു പ്രോപ്പർ ഹോണി പടമാണ്. ഏതാണത്? നമ്മുടെ ബീച്ചുകളുടെ നാടായ ഗോവ എന്ന സിനിമയാണ് അടുത്തത്. അതിപ്പോ പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ഡയലോഗുള്ള പടമാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ട്. പക്ഷെ അതിപ്പോ പറയാൻ പറ്റില്ല പക്ഷെ അതിപ്പോ എന്നൊക്കെ പറയാൻ പറയാം. പറ്റില്ല. ഞാനേ നമ്മുടെ സ്പോട്ടിഫൈയുടെ ഇതിന്റെ എപ്പിസോഡുകളുടെ അകത്തേക്ക് പോൾ ഉം. ഇടുമ്പത്തേക്ക് ലാസ്റ്റത്തെ ഓപ്ഷനായിട്ട് അത് കൊടുക്കാറുണ്ട്. അതിപ്പോ ഇഷ്. പറയാൻ പറ്റില്ല. അത് സി മലയാളം ആണെങ്കിൽ അതിപ്പോ പറയാൻ പറ്റില്ല. തമിഴിലെ എന്തെങ്കിലും ഇപ്പൊ ബിഗ് ബോസിന്റെ ഒക്കെ എപ്പിസോഡിന്റെ പോൾ ആണെങ്കിൽ അതിപ്പോ സൊല്ല മുടിയാത്. ആ, ആ, പിന്നെ ആ. നമ്മുടെ ഈ വീരാട്ടപർവത്തിന്റെ അകത്ത് എന്തോ എന്തോ ചെപ്പണ്ടിലേതു ഏതാണ്ട് തെലുങ്കിന്റെ അതിന്റെ തെലുങ്ക് വെർഷൻ ഇട്ടിരിക്കുന്നത്. സോ ഇപ്പൊ ആക്ച്വലി ചെപ്പലേതെന്നോ ഉണ്ടല്ലോ ഏതാണ്ട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു എപ്പിസോഡ് നമ്മുടെ നമ്മൾ ദേവ്ജി ഡയലോഗ്സ് യൂസ് ചെയ്യുന്ന ഡയലോഗ്സ് എല്ലാം ഈ എപ്പിസോഡിനകത്തിലുള്ള ഫിലിംസിലുള്ളതാണ്. ഇഫ് യു അതെ നോട്ടീസ് ഇറ്റ് അത്. കറക്റ്റ്. അപ്പം എന്റെ പടം ഗോവയാണ്. ഗോവയ്ക്കതിൽ ഗോവ. ദേവ്ജി എക്സ്ട്രാ ഹോണിയാണ്. അനിയന്റെ ഭാര്യയുടെ ആ. സ്വന്തമാക്കാൻ നടക്കുന്ന അല്ല ദേവ്ജിയാണ്. എനിക്ക് മനസ്സിലാവാത്തത് പുള്ളി എന്തിനാ അനിയന് കെട്ടിച്ചു കൊടുത്തത്? പുള്ളിക്കെന്നെ കെട്ടിയാ പോരായിരുന്നു. കെട്ടിയാ മതി. അവക്കും തോന്നുന്നു സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അവളെന്തിനാണ് മധുപാലിനെ കിട്ടിയെന്ന് പറഞ്ഞത്? അതുപോലെ മധുപാൽ ഭയങ്കര ഒരുമാതിരി ഇന്നസെന്റ് സ്പെഷ്യലി ആയതുകൊണ്ടായിരിക്കും. ഏബിൾഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ലേ. പുള്ളി എന്തിനാണ് കെട്ടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്ക് കെട്ടിച്ചു കൊടുക്കുന്നത് ഇവർക്ക് നല്ല സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതാ ഞാൻ പറഞ്ഞെ. എന്നാ പ്രോപ്പറായിട്ട് പിന്നെ ദേവനെ അങ്ങ് കെട്ടിയാ ദേവ്ജിക്ക് പോരെ. ആ. അതിലൊരു ത്രില്ലില്ലത്. അയ്യേ എന്തേത് സ്വന്തം ശരി. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ത്രില്ല് പോകും. പക്ഷെ അനിയന് കെട്ടിച്ചു കൊടുത്തിട്ട് അത് സ്വന്തമാക്കാൻ വേണ്ട നടക്കുമ്പോൾ വേണ്ട. നീ ഒരുപാട് അർത്ഥതലങ്ങളിലേക്കൊക്കെ പോകുന്നു. അല്ല അങ്ങനെയല്ല ദേവ്ജിക്ക് എന്താ പറയുക ദേവ്ജിക്ക് ഒരു ചാലഞ്ച് വേണം മനസ്സിലായോ? ഈ ചീസ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു ചാലഞ്ച് ഒന്നുമില്ല. അയ്യേ ഇതെന്തോ ദേവ്ജിക്ക് എപ്പോ വേണേലും ആവാം. ബട്ട് അതിലൊരു ത്രില്ലില്ല. ഇതാവുമ്പോഴത്തേക്ക് ത്രില്ല് കൂടിപ്പോയി. പുള്ളിക്കാരിക്ക് ആദ്യം വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു അല്ലേ? പിന്നീട് പക്ഷെ മധുപാലിന്റെ ആ ഒരു ഇന്നസെൻസും ഒരു ചൈൽഡ് ലൈക്ക് നേച്ചറൊക്കെ കണ്ട് പുള്ളിക്കാരിക്ക് ശരിക്കും ഇഷ്ടമായി അങ്ങനെ. എന്തായിരുന്നു പുള്ളിക്കാരിയുടെ എന്താണേലും പേരെന്തായിരുന്നു ഇതിന്റെ അത്?
ഡെയ്സി. റോസമ്മയോ? ഡെയ്സി. ഡെയ്സി. യാഹ്. അതിപ്പോ പറയാൻ പറ്റില്ല. ലലലലലാ. സാമച്ചായ എന്നാണല്ലോ പുള്ളിയുടെ പേര്. സാമലക്സ് അങ്ങനെയാണ് പേര്. സെമലക്സ്. ഒരു സെമച്ചയൻ. ഇടിവെട്ട് പേരാണ്. മധുപാലാണെങ്കില് എന്താ ഞാനത് ആലോചിച്ചു. മധുപാൽ അവസാനം തലക്കടി കിട്ടി നന്ദാവുന്നൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് വാട്ടെവർ. ഈ പടം ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് പടമാണ്. എന്തിന് കെട്ടി എന്നുള്ള ഒരു കാര്യം. കെട്ടി കഴിഞ്ഞിട്ട് എന്തിന് ഞരമ്പ് കാണിക്കുന്നു എന്നുള്ള അടുത്ത പറഞ്ഞല്ലോ ഒരു ത്രില്ലില്ല. ദേവ്ജിക്ക് ഒരു 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 എന്താ പറയുന്നത്, ഹണ്ടിങ് എ ഗെയിം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ആ ഗെയിമാണിത്. നോട്ടി തന്നെ ടോട്ടലി. പാവം ഒരു കിക്കിന് വേണ്ടിയിട്ട് ഈ പരിപാടിക്കൊക്കെ പോയതാണ്. പക്ഷെ എന്ത് ചെയ്യാനായിട്ട് ലാസ്റ്റ് മധുപാലിന്റെ കൈ കൊണ്ടാവും. മധുപാലിന്റെ കൈ കൊണ്ടല്ലോ ഉണ്ടാവും. മധുബാല കൊല്ലുന്ന പെണ്ണുമ്പിള്ള കയറി പിടിക്കാൻ പോകുമ്പോഴത്തേന്. മധുപാലിന്റെ കൈ കൊണ്ട്. അതും ദേവ്ജി ശരിക്കും റിയൽ ലൈഫിൽ പുള്ളി അത്ര നോട്ടിനെസ് കാണിക്കുന്നില്ല. പക്ഷെ ദേവ്ജി സോഫയിലിരുന്ന് ചിന്തിച്ചിട്ട് കാണിക്കുന്ന ചിന്ത നമ്മളെ കാണിക്കുക. ആ ചിന്ത ഭയങ്കര അൾട്രാ നോട്ടിയാണ്. അതെ 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 ഓ അതെ. അത് അത് ഇതൊരു എന്താ ഫാമിലി ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണാം. ഇത് പേരൻസിന്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റാത്ത പടമാണെന്ന് ഞാൻ ഇപ്പോഴേ അതെ പറയാം. അതെ. ഭയങ്കര ആൻഡ് നോട്ടിയാണ്. അഡൽട്സ് ഓൺലി 18+ ആണ് അല്ലേ നമ്മള്. തീർച്ചയായിട്ടും. ഏഹ്, എനിവേസ് തീർച്ചയായും അപ്പൊ അങ്ങനത്തെ അതാണ് ഒരു പടമാണ് ഗോവയ്ക്കകത്തിൽ എനിക്ക് അങ്ങനെ വലുതായിട്ട് പറയാനൊന്നുമില്ല. ക്യൂട്ട് ദേവ്ജി, ഹോണി ദേവ്ജി അതാണ് ഇതിന്റെ അത്ര ഹോണി ക്യൂട്ട്. ദേവ്ജി. മധുബാലും ദേവ്ജി ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, "ഓ, എന്തൊരു സ്നേഹം ഈ ആ അനിയനോട് ഈ അനിയനെ മനുഷ്യന്." ഇത്ര, ആ പക്ഷെ അവിടെയാണ് എനിക്ക് മധുപാലിനോടൊരു ഇത് തോന്നിയത്. കാര്യം ഇത്രയും സ്നേഹിച്ച് ഇത്രയും yeah. കാലം എന്താ പറയുന്നത് പോറ്റി വളർത്തിയ ദേവ്ജീനെ, ഏട്ടനെ, ഇവൻ ഈ പെണ്ണുമ്പിള്ളക്ക് വേണ്ടിയിട്ട് അതിക്രൂരമായി കൊല്ലുകയാണ്. കുത്തിയാണ്ടാ കൊല്ലുന്നതെന്നാ തോന്നുന്നത്. എനിക്ക് വ്യക്തമായിട്ട് പാവം ഓർക്കുന്നില്ല. ദേവ്ജി. ഒരു എന്നിട്ട് ദേവ്ജി ആണെങ്കിൽ ചെന്ന് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യും. ചക്കര കുട്ടാ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്ത് ക്യൂട്ടാ. ക്യൂട്ടാണ് അച്ചടാ. മധുപാല. അന്യായം ക്യൂട്ടാണ്. ദേവ്ജി അന്യായം ഓണിയാണ്. ദേവ്ജിയുടെ ചിന്തകളാണ് പ്രശ്നം. ദേവ്ജി ശരിക്കും ചിന്തകള്. അങ്ങനെ കയറി പിടിക്കാനോ പോവുമൊന്നുമില്ല. ഇല്ല, ദേവ്ജി ഇല്ല, ഇല്ല. പക്ഷെ ജസ്റ്റ് ഒളിഞ്ഞു നോക്കുന്നവള്. ഞാൻ ഇതുവഴി പോയപ്പോ വെറുതെ കേറി നോക്കിയതാന്നൊക്കെ പറയുന്നെ. ഞാനിതിലെ പോയപ്പോ വെറുതെ. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ബട്ട് യാ മികച്ച ഒരു പടമാണ് ഇത്. ഗോവയ്ക്കകത്ത് അങ്ങനെ വലുതായിട്ട് പറയാനൊന്നുമില്ല. ഒരു കൾട്ട് ക്ലാസിക് പടമാണ്. ഹോണി ആയിട്ടിരിക്കുന്ന എല്ലാ ഓഡിയൻസും പോയി കാണുക. കാണാൻ പറ്റിയ പടം. ഈ നമ്മുടെ രാത്രിയാകുമ്പത്തേക്ക് എന്താ പറയുന്നത്, നമ്മുടെ ആറാട്ടണ്ണനെയൊക്കെ പോലെ ചില എന്താ പറയാ പ്രത്യേകതരം നോട്ട്സിനെസ്. നോട്ടിനെസ് ഒക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. എന്താണെങ്കിലും കണ്ടു ഇത് നോക്കുക. 2001 ഇറങ്ങിയ പടമാണ്. ഡയറക്ടർ നിസാർ എന്ന് പറയുന്ന ഒരാളാണ്. സോ നിസാർ കൊള്ളാം. ആരാന്നറിയാത്തോണ്ട് വേറെ ഏതെങ്കിലും നല്ല പടം പുള്ളി ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇല്ല, ബട്ട് എനിക്ക് തോന്നുന്നില്ല. ഗോവയുടെ ഒരു നിലവാരം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഓ എന്താണെങ്കിലും പുള്ളിക്ക് ആക്ച്വലി ഏതൊക്കെയോ പടങ്ങളൊക്കെ ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. 27 പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് പുള്ളി. ആ, പക്ഷേ 27 ഇങ്ങനത്തെ പടങ്ങളായി. ന്യൂസ് പേപ്പർ ബോയ് നീ കണ്ടിട്ടുള്ള പടമാണോ? അയ്യോ, മുകേഷ് ജിയുടെ പേര് പടം. കേൾക്കുമ്പോ തന്നെ എന്തോ പോലെ. നമ്മുടെ മുകേഷ് ജിയുടെ പടമാണ്. സോ ആണോ? എന്നാ പിന്നെ പുള്ളിയുടെ ഫിൽമോഗ്രഫിയിലൂടെ ഒന്ന് ഓ പോണമല്ലോ. അച്ഛൻ രാജാവ് അപ്പൻ ജേതാവ് ഈ പടം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതെന്താ നല്ല പടാന്ന് തോന്നുന്നല്ലോ. ആ അതെ അത് ഞാൻ കേട്ടിട്ടുള്ള പടമാണ്. ത്രീ മെൻ ആർമി നിനക്കറിയാവോ? ദിലീപ്, പ്രേംകുമാർ, ഇന്ദ്രൻസ് ഉള്ള പടം. അത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ടിവിയിൽ വന്ന് കണ്ടിട്ടുണ്ടെന്ന്. ഉം. ഒന്നും വലിയ കുഴപ്പമില്ലാത്ത പടങ്ങളൊക്കെയാ. അതെ, അതെ, അതെ. ഇത് ആക്ച്വലി വലിയ കുഴപ്പമില്ലാത്ത പടങ്ങളാണ് പുള്ളിയുടെ കേട്ടോ. ഇത് മാത്രം അത് ഇങ്ങനെ ഗോവ വയലൻസ്. മാത്രം ഇച്ചിരി, ഗോവ നോ പുള്ളി ഡൗട്ട്. വേറെന്തോ ഒരു മൂഡിലിരുന്നപ്പോ ചെയ്തതെന്ന് തോന്നുന്നു. ഓ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു പടമുണ്ട്. വാണി വിശ്വനാഥും ബാബു ആന്റണിയും കൂടെ ഉള്ള ഒരു പടം. ഈ ഓ, പടം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തിൽ പുള്ളിക്കാരിക്ക് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ള പടമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഈ ഗോവക്കകത്തല്ലേ മറ്റേ കുലുങ്കുലും കുലുങ്കു പാട്ടുള്ളത്. അതെ, അതെ, അതെ. ഗുലുങ്കുലുക്കുലു ഗുലുങ്കുലുക്കുലു. ആ, ആ, അവക്ക് അവക്കൊരു ഹോണി സിസ്റ്ററും ഉണ്ട്. അതാണ് ആ, അവള് അതെ. അവളും ദേവ്ജിയായിട്ടുള്ള സീൻസ് ഒന്നും പോരാതെ ഒരു ഹോണി ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു സിസ്റ്ററും ഉണ്ട്. ഭയങ്കര എപ്പഴും ഫുൾ ടൈം. ഫുൾ ടൈം. അതെ, ഫുൾ ടൈം ഹൈ ആയിട്ട്. അയ്യോ! എന്റെ ദൈവമേ! ബുള്ളറ്റ് എന്ന് അതെന്താണ് പറയുന്ന പടം നീ കണ്ടിട്ടുണ്ടോ? നമ്മുടെ സുരേഷ് സുരേഷ് ജിയുടെ ഗോപിയുടെ. അത് അതൊരു ഇദ്ദേഹത്തിന്റെയാണ്. ഈ കൾട്ട് ക്ലാസിക്കില് വെക്കാൻ പറ്റുന്ന ഒരു നിസാറിന്റെ പടമാണത്. ആണോ? ബുള്ളറ്റ്സ്. നല്ല മികച്ച ഒരു പടമാണ്. ഓ! അതോടെ നിർത്തിയോ? അതോ അത് കഴിഞ്ഞിട്ട് അല്ല പടമുണ്ടോ? ഉണ്ട്, ഉണ്ട്. ആ. ലാഫിങ് അപ്പാർട്ട്മെന്റ് നിയർ ഗിരിനഗർ എന്ന് പറയുന്നൊരു
ഇതൊക്കെ ഏത് പടം? കോമഡി ആൾക്കാരെല്ലാരും. 'ടൂ മെൻ ആർമി' എന്ന് പറയുന്ന സാധനമാണ് 2023 ഇറങ്ങിയ പടമാണ് പുള്ളിയുടെ അവസാനത്തെ പടം. ഓ, 'ത്രീ മെൻ ആർമി' പോലെ 'ടൂ മെൻ 'ടൂ ആർമി'. മെൻ ആർമി. എനിക്ക് തോന്നുന്നു 'ത്രീ മെൻ ആർമി' വിജയിച്ച് കാണും. അപ്പൊ പുള്ളി 'ടൂ മെൻ ആർമി' എടുക്കാന്ന് അതത്ര വിചാരിച്ചതായിരിക്കും. പക്ഷെ വിജയിച്ച് കാണത്തില്ലായിരിക്കും. അതത്ര വിജയിച്ചു. അതിന് വിക്കിപീഡിയ പേജ് പോലും ഇല്ല. അയ്യോ! 2023 എന്താണേലും സോ കൊള്ളാം. ഇപ്പം യാഹ്. അതൊക്കെയാണ് ദേവ്ജിയുടെ പടങ്ങൾ. ഇപ്പം കാര്യം ദേവ്ജി ഇതുപോലെ സിനിമകളിലൊക്കെ ഇതുപോലെ നോട്ടിയായിട്ടൊക്കെ ഉണ്ടെങ്കിലും ദേവ്ജി റിയൽ ലൈഫിലെ വളരെ ഒരു ഡീസന്റ് റിയൽ ആയിട്ട് ഫാമിലി മാൻ ആണ്. യാഹ്. ഒരു റിയൽ ജെന്റിൽമാൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി പുള്ളി ഒരു പാർട്ടിയുടെ ആ, എന്താ പറയുന്നത്, തീർച്ചയായും. അതെ, പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ലീഡറായിട്ട്. ഇതിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അതിപ്പം BJP-യുമായിട്ട് ലയിച്ചു എന്നാണ് ലയിച്ചോ? കേട്ടത്. ഓക്കെ. അതിന്റെ പുള്ളിയല്ല ഇപ്പൊ അതിന്റെ എന്തോ സംസ്ഥാന എന്തോ എന്തോ ഇതാണ് പുള്ളി. ആ. ആ, BJP-യുടെ ഈ കേരളത്തിലെ എന്തോ സംസ്ഥാന പ്രസിഡന്റ് അല്ല, അത് മറ്റേ പുള്ളിയാ, നമ്മുടെ സുരേഷ്? സുരേന്ദ്രൻ. ആ, സുരേന്ദ്രൻ. ഓക്കെ, ഓക്കെ. കേരളത്തിന്റെ. ആ, പക്ഷെ ആ. ഈ ദേവ്ജി അതുപോലെ എന്തോ ആണ്. എന്തോ ഒരു ടൈറ്റിൽ ഉണ്ട് പുള്ളിക്ക്. എന്താണെന്ന് അറിയില്ല. യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ആവാൻ പറ്റില്ല, ഈവൻ ദോ ദേവ്ജി ഈസ് എ യൂത്തൻ. ബട്ട് എന്തോ അതുപോലെ എന്തോ സംസ്ഥാന എന്തോ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. എന്താണേലും ദേവ്ജി എന്ന് നമ്മൾ വിളിക്കുന്ന ദേവന്റെ ഫുൾ നെയിം ദേവൻ ശ്രീനിവാസൻ എന്നാണ്. അദ്ദേഹം 8 ജാനുവരി 1952 ജനിച്ചത്. അപ്പം നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത് 8 ജാനുവരിയിലാണ്. പക്ഷെ ഇത് എപ്പോഴാണ് വരുന്നതെന്നുള്ളത് അറിഞ്ഞുകൂടാ. അറിഞ്ഞൂടാ. അതെ. അപ്പം ആൻഡ് ആ. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, അതെ, അതെ. കേരളത്തിലെ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ദേവ്ജി ഇപ്പോൾ. ഓ! കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദാറ്റ്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേരെന്താന്നറിയോ? നവകേരള പീപ്പിൾസ് പാർട്ടി. 2020 ഏഹ്, സ്ഥാപനം സ്ഥാപിച്ചത്. പുള്ളി എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിലെ ഏതോ ഒരു നേതാവിന്റെ അതായത് എന്തോ സമരത്തിന് ഏതാണ്ട് കാണാൻ പോയപ്പോ അവിടെ ഏതാണ്ട് അടി നടന്നപ്പം പുള്ളി സുധീരനാണെന്ന് തോന്നുന്നു. ആ. പുള്ളി ഇങ്ങനെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുന്നതും ചെറുത്ത് നിൽക്കുന്നതും കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ദേവ്ജിക്ക് ഇങ്ങനെ. ദേവ്ജി ആക്ച്വലി പട്ടാളത്തിൽ ചേരാൻ പോയതാണ്. ആ മനുഷ്യനെ പിടിച്ച് ഒരു പടത്തിന് പ്രൊഡ്യൂസറാക്കി കുത്തുവാള അതെ. എടുപ്പിച്ച് അത് പടത്തിൽ അഭിനയിപ്പിച്ച് പട്ടാളത്തിൽ കഷ്ടമുണ്ട്. ചേരാൻ പോയി. എന്തോ ഇതിൽ ഏതാണ്ടൊക്കെ എന്തോ ചെന്നൈയിലോ എവിടെ ഏതാണ്ട് എന്തോ ഒരു ഇതിലൊക്കെ പോയി ഹോസ്റ്റലിൽ ഏതാണ്ടൊക്കെ പോയി നിൽക്കുക, അങ്ങനെ അങ്ങനെ ചെയ്തു. പക്ഷെ ദേവ്ജിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഓഹ്! ആഹ്. ദേവ്ജിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് ദേവ്ജിയുടെ ഫാദർ ഇതുപോലെ പുള്ളീനെ കൊണ്ട് പുള്ളി ഓഫീസിൽ നിന്ന് വരുമ്പത്തേക്കും ദേവ്ജിയോട് ചോദിക്കുമായിരുന്നു പത്രത്തിലെ ഇതൊക്കെ. അപ്പൊ ദേവ്ജി അത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് പറയണമായിരുന്നു. അപ്പൊ ആഹ്. അങ്ങനെയാണ് പുള്ളിക്ക് ഈ പൊളിറ്റിക്സിനോടൊക്കെ അന്നേ ഒരു 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 ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ദേവ്ജി ഇങ്ങനെ ഏതോ ഇന്റർവ്യൂവിന്റെ അകത്ത് പറഞ്ഞൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ബട്ട് വെള്ളം സിനിമ കാരണമാണ് നമുക്ക് ഇന്നത്തെ ദേവ്ജീനെ നമുക്ക് കിട്ടിയത്. ആൻഡ് അത് ദാറ്റ് ഫിലിം വാസ് റിയലി ഗുഡ്. സത്യം പറഞ്ഞാൽ അതെ. നിങ്ങൾ കേട്ടിട്ടില്ല ഞങ്ങളുടെ എപ്പിസോഡ് എങ്കിൽ ഡെഫിനറ്റ്ലി പോയി ചെക്ക് ഔട്ട് ചെയ്യണം. കാരണം അതൊരു കൾട്ട് ക്ലാസിക് ഒന്നുമല്ല. പ്രോപ്പർ ക്ലാസിക് ഫിലിമാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നിങ്ങൾ 2018 അല്ലേ? 2018 ഫിലിം എൻജോയ് ചെയ്ത ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി പോയിട്ട് വെള്ളം ചെക്ക് ചെയ്യണം. കാരണം വെള്ളത്തിനകത്തിൽ ആ ഒരു സെയിം സിനാരിയോ ആണ്. ബട്ട് നമ്മുടെ പ്രീവിയസ് വെള്ളപ്പൊക്കത്തിന്റെ കാര്യമാണ് പറയുന്നത്. ആൻഡ് ദെർ ഈസ് എ സ്റ്റോറി ഇൻ ഇറ്റ്. ഒരു സ്റ്റോറി ലൈനിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ ആ എപ്പിസോഡ് ഡെഫിനറ്റ്ലി പോയി ചെക്ക് ഔട്ട് ചെയ്യണം. ഇറ്റ്സ് എ വെരി ഈവൻ നൈസ് മൂവി. ഈ കൾട്ട് ക്ലാസിക്കിന്റെ ഡെഫിനിഷൻ തന്നെ ഇപ്പം എന്താ പറയുന്നത്, ഒരു ചോദ്യചിഹ്നമാണ്. കാര്യം നമ്മൾ പറയുന്ന കൾട്ട് ക്ലാസിക് അല്ല, മലങ്കൾട്ട് ക്ലാസിക്കുകളാണ്. ബട്ട് കൾട്ട് ക്ലാസിക് എന്ന് പറയുമ്പോൾ ഞാൻ ഈയിടെ ഒരു ഒരു ഇതിന്റെ അകത്ത് ഇങ്ങനെ കണ്ടായിരുന്നു, ഒരു ഡിസ്കഷന്റെ അകത്ത് ഇങ്ങനെ കണ്ടു. അതിൽ അവർ ചോദിക്കുന്നത് ഇപ്പൊ ഒരു പടത്തിന് എങ്ങനെ കൾട്ട് ക്ലാസിക് ആയിട്ട് പറയാൻ പറ്റും. ഇപ്പം ഇറങ്ങിയിട്ട് ആ സമയത്ത് ഇപ്പം കമലഹാസന്റെ ഒരു സിനിമ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഹെയ്റാം ഒക്കെ ഒരു കൾട്ട് ക്ലാസിക് എന്ന് പറയാം. ഉം. കാര്യം അത് ഇറങ്ങിയ സമയത്ത് പരാജയപ്പെട്ട ചിത്രം. ഏഹ്, ആളവന്താൻ, ദേവദൂതൻ. നമ്മുടെ ദേവദൂതൻ. നമ്മുടെ കോണ്ടെക്സ്റ്റ് ആ, പറയുകയാണെങ്കിൽ. ഇറങ്ങിയിട്ട് വലിയ വിജയമായില്ല, തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ട് പിന്നീട് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്തതിനെ ആണ് കൾട്ട് ക്ലാസിക് വെട്ടം. എന്ന്. വെട്ടം. ആ, വെട്ടം.
ഒരു കൾട്ട് ക്ലാസിക് എന്ന് പറഞ്ഞാ അങ്ങനത്തെ ഡെഫിനിഷൻ കൊടുക്കുന്നവരുണ്ട്. പക്ഷെ പക്ഷെ ഇതൊരു മലയാളം കൊണോട്ടേഷനിലാണല്ലോ നമ്മള് പറയുന്നത്. ഇപ്പൊ കേരള ആ. കൊണോട്ടേഷനിൽ ഇതാണ് കൾട്ട് ക്ലാസിക് എന്ന് പറയുന്നത്. അല്ല, അപ്പൊ അത് കൾട്ട് ക്ലാസിക്ക്ന്ന് അങ്ങനത്തെ ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അതല്ല, ഒരു സിനിമ ഇറങ്ങി ആ സിനിമയ്ക്ക് തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ടായി. ഒരു കൾട്ട് പോലെ അതിനൊരു ഫാൻ ബേസ് ഫോം ചെയ്ത് അതിനെ സെലിബ്രേറ്റ് ചെയ്ത് അതിന്റെ ഓരോ ഇപ്പൊ പുതുപ്പേട്ടയൊക്കെ പറയുന്ന പോലെ പുതുപ്പേട്ട ആക്ച്വലി അന്നേരം ഇറങ്ങിയ സമയത്ത് ഒരു ഹിറ്റായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇല്ല, ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഹിറ്റായില്ല. ഉം. ബട്ട് അതിനൊരു ഇപ്പം വിരുമാണ്ടി ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷെ ഉം. അതിനൊരു ഒരു 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 ഫാൻ ബേസ് ഉണ്ട്. അതിനൊരു ഒരു എന്താ പറയുന്ന ഒരു നമ്മുടെ നരസിംഹം ആക്ച്വലി അങ്ങനെ ഒരു പടാണെന്ന് വേണേ പറയാല്ലോ. അതിനൊരു പ്രത്യേക ഫാൻ നരസിംഹം. ബേസ് ഉണ്ട്. ആ. പക്ഷെ ബ്ലോക്ക് ബസ്റ്റർ ആണല്ലോ. അപ്പൊ ഇതിലെങ്ങനെ കൾട്ട് ക്ലാസിക്കിന് ഇതിൽ ഏത് ഡെഫിനിഷനാ കൊടുക്കണ്ടേന്നുള്ള രീതി രണ്ടും പറയാവുന്നതാണ്. ഇപ്പൊ ഒരു പടം കൾട്ട് ക്ലാസിക് ആവാനായിട്ട് തിയേറ്ററിൽ ഹിറ്റായോ ഇല്ലയോ എന്നുള്ളതല്ല. അതിനൊരു സ്പെഷ്യൽ ഫാൻ ബേസ് ഉണ്ടായി. ഉം. അതിനൊരു ഒരു റിലീജിയസ് ഉള്ള രീതിയിൽ ഒരു ഫോളോ ചെയ്ത ആൾക്കാർ അതിനെ ഉം. ഡിസ്കസ് ചെയ്ത് ആ ഓക്കെ. ലെവലിൽ അങ്ങനെ കൊണ്ടാടുന്ന ഒരു പടമാണ് കൾട്ട് ക്ലാസിക് എന്ന് പറയുന്നത്. ഉം. ഉം. അങ്ങനെ നോക്കുവാണെങ്കിൽ അതൊരു ഇപ്പോഴത്തെ ഉം, പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. അതൊരു പോപ്പുലർ അല്ലെങ്കിൽ അതൊരു വേൾഡ് വൈഡ് അക്നോളജ്ഡ് സെൻസിലാണല്ലോ അത് പറയുന്നത്. പക്ഷെ നമ്മളും കേരളത്തിൽ പറയുമ്പോ അങ്ങനെയല്ലല്ലോ. അതിനൊരു വേൾഡ് വൈഡ് ആവണമെന്നുമില്ല. ഉം. ഒരു ഇതുണ്ടായാൽ മതി. ഒരു 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 ഫാൻ അല്ല ഗ്രൂപ്പ് ഉണ്ടായാൽ മതി. ഞാനൊരു ഫിലിമിന്റെ കാര്യമല്ല പറഞ്ഞത്. ഓവറോൾ ഐഡിയയുടെ കാര്യമാണ് പറഞ്ഞത്. അതായത് ഓക്കെ ഈ ഓക്കെ. കൾട്ട് എന്ന് പറയുന്ന ആ ഐഡിയ വേർഡ് കൾട്ട് ക്ലാസിക് വേർഡ് എന്നുള്ള വേർഡ് വേർഡ് വേൾഡിൽ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു ഫാൻ ബേസ് ഉള്ള മൂവി എന്നുള്ള രീതിയിലാണ് കൾട്ട് ക്ലാസിക് എന്നുള്ള വെറും വേർഡ്. ഫാൻ ബേസും അല്ല, ഒരു ആ. റിലീജിയസ് ഫോളോയിങ് പോലെ അത്രയും ഇതായിട്ടുള്ള ഒരു ഹാർഡ് കോർ ഫാൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ രീതിയിൽ ഉം. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഇതാക്കിയിട്ട് ഇപ്പം ഹാരി പോട്ടർ ഹാരി അല്ലെങ്കിൽ പോട്ടർ ആ ഗോഡ് ഫാദർ ഒക്കെ പറയുന്ന പോലെ. പറയുന്ന പോലെ ഉം. പക്ഷെ നമ്മുടെ കേരള കൊണോട്ടേഷനിൽ അങ്ങനെയല്ലല്ലോ. ഇപ്പം അതാണ് കൾട്ട് ക്ലാസിക് വേറൊരു വേറെയാണ്. ഡെഫിനിഷനാണ്. അതെ, ഡെഫിനറ്റ്ലി. നമ്മൾ അതൊരു ഉദ്ദേശിക്കുന്നത്. റീജിയണൽ യെസ്. സാധനാണ്. നമ്മളെ കേരളത്തിനെ ഹഗ് ചെയ്തു. നമ്മുടെ കേരളത്തിന്റെ വികാരത്തിനെ ഹഗ് ചെയ്തു. ആ ഒരു രീതിയിലാണ് നമ്മള് അതെ. ഇനിയിപ്പോ ഇനി അങ്ങനെ പറയുമ്പോ ആർക്കെങ്കിലും ഇനി കൂടുതൽ ഇതായാലോ എന്ന് ഓർത്തോണ്ടാണ് ഞാനൊരു മലം ആ. കൾട്ട് എന്നുള്ളത് ചേർത്ത് വെച്ച് പറഞ്ഞത്. ബട്ട് തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പുത്തനംപുത്രിയൊക്കെ അങ്ങനത്തെ ഇതിനകത്ത് മലങ്കൾട്ടാണത്. ഓ എടുത്ത് ഗോവയും എന്റമ്മോ! ഹൈലി എൻജോയബിൾ. ഗോവ നിങ്ങൾ വല്ല വേറെന്തെങ്കിലുമൊക്കെ മോഡിലിട്ട് അതിലും ദേവ്ജി കുറച്ചുകൂടെ എക്സ്ട്രീം ആയിട്ട് പോയ മറ്റൊരു ചിത്രമുണ്ട്. അത് നമുക്ക് ഒരു സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് അതെ, തന്നെ ചെയ്യുന്നതായിരിക്കും തീർച്ചയായും. നല്ലത്. നമ്മുടെ നമ്മുടെ കൂട്ടത്തിലെ എൻജോയബിൾ ഡ്യൂഡിനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഒരു ദിവസം. അതെ, 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 അതെ. യാഹ്. ഞങ്ങളുടെ കൂട്ടത്തിലെ തങ്കൻ ജ്യേഷ്ഠനെ വിളിച്ചാണ്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പം ഡെഫിനറ്റ്ലി. അപ്പം അദ്ദേഹത്തിനെ കൊണ്ടുവരാം. ഇപ്പൊ എന്താണേലും ദേവ്ജിയുടെ മറ്റ് പടങ്ങളും കൂടെ നമ്മൾ ഇതുപോലെ കൂടുതൽ ഉം. കണ്ടിട്ട് നമുക്ക് ഞാൻ പറയുന്ന ഒരു ഒരു ദേവ്ജി സീരീസ് ക്ലാസിക്സ് എന്ന ഒറ്റ വീഡിയോയിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഒറ്റ വീഡിയോ മതി. അതിന്റെ ഇപ്പൊ ആവശ്യമുള്ളൂ. ലാലേട്ടൻ ക്ലാസിക്സ്, നമ്മൾ മമ്മൂക്ക ക്ലാസിക്സ് ചെയ്തു, കമലഹാസൻ ക്ലാസിക്സ് അതൊക്കെ ഒറ്റ വീഡിയോ ഒക്കെ ധാരാളം മതി. അത് മതി എന്റെ ഇഷ്ടം. ബട്ട് ദേവ്ജി ക്ലാസിക്സ് നമുക്കൊരു ഒരു സീരീസ് ആയിട്ട് അങ്ങനെയല്ല. ഇങ്ങനെ പാർട്ട് ഉം. 1, പാർട്ട് 2, യെസ്. പാർട്ട് 3, പാർട്ട് 4 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പോകാം. ഇപ്പൊ ഏഹ്. എന്താണേലും ഇപ്പൊ അപ്പം അതോടുകൂടി അല്ല ഡെഫിനറ്റ്ലി നമ്മള് കാരണം അതിനുള്ള ഈ ഒരു ആക്ച്വലി ഈ ഒരു സീരീസ് ഈ ഒരു ക്ലാസിക് സീരീസ് ചെയ്യാന്ന് പറഞ്ഞപ്പോ നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതായത് ദേവ്ജിക്ക് മെയിനായിട്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഫോക്കസ് ചെയ്തത് ദേവ്ജി മെയിൻ റോളുകളിൽ വരുന്ന പടങ്ങള് എന്നുള്ള മെയിൻ റോളിൽ വന്നിട്ട് നമ്മളത് എൻജോയ് ചെയ്ത പടങ്ങൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ എപ്പിസോഡിനെ ട്രീറ്റ് ചെയ്തത്. ഇപ്പൊ നെക്സ്റ്റ് എപ്പിസോഡ്സ് വരുമ്പോഴത്തേന് അത് വേറെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ. ദേവ്ജിയുടെ നിനക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ഏതായിരിക്കും? ഞാൻ പിൻഗാമിയിലെ ക്യാരക്ടർ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര മെമ്മറബിൾ ക്യാരക്ടറാണ്. കാരണം എനിക്ക് ആ മോഹൻലാലിന്റെ ക്യാരക്ടർ ആ ക്യാപ്റ്റൻ വിജയ് മേനോൻ അങ്ങനെന്തോ ആണ് അതിന്റെ പേര്. ഞാൻ ഓർക്കുന്നില്ല. ദേവ്ജിയുടെ ക്യാമിയോകളില് ബെസ്റ്റ് ക്യാമിയോയിൽ ഒരെണ്ണമായിട്ട് നീ ഇത് പറയല്ലേ? ഇത് ഈ പിൻഗാമി. കാരണം പിൻഗാമി. ഓൾദോ ലാലേട്ടന്റെ ക്യാരക്ടറാണ് ത്രൂ ഔട്ട് ഉള്ളത്. ഇത് കുറച്ച് നേരമല്ലേ ഉള്ളൂ ദേവ്ജിയുടെ ക്യാരക്ടർ. പക്ഷെ ത്രൂ ഔട്ട് മോഹൻലാല് ട്രാവൽ ചെയ്യുന്നത് തിലകൻ എഴുതി വെച്ച ഡയറിയുടെയും ഇദ്ദേഹത്തിന്റെ ലെഗസിയിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഈ 2 ക്യാരക്ടേഴ്സ് തിലകന്റെ ദേവ്ജിക്ക് ക്യാരക്ടേഴ്സും വേണ്ടി ആ പ്രതികാരം ചെയ്യുകയാണ് ലാലേട്ടൻ. അറിയാതെ തന്നെ. പക്ഷെ അപ്പൊ ആ 2 പേരുടെ ലെഗസി ക്യാരി ചെയ്തോണ്ടാണ് ലാലേട്ടൻ പടം മൊത്തം പോകുന്നത്. അതുകൊണ്ടാണ് അത് ഉം. ഭയങ്കര ഒരു ഒരു
ഒരു സ്പെഷ്യൽ പടം ആകുന്നത്. സോ ഡെഫിനറ്റ്ലി ദേവൻ എന്ന് പറയുന്ന നടന്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് റോൾസിൽ ഞാൻ പറയും എന്താ എന്റെ പിൻഗാമി. ഫേവറേറ്റ് ദേവ്ജി ക്യാമിയോ ഗുലുമാലിന്റെ അകത്ത് ദേവ്ജിയുടെ റോളാണ്. ഡെഫിനറ്റ്ലി അത് അവസാനം വമ്പൻ നീകാരന്റെ ഒക്കെ വേഷത്തില് വമ്പൻ ബിസിനസ് മാഗ്നറ്റ് ആയിട്ടൊക്കെ വന്നിട്ട് ഇത്തിരി നോട്ടി ആയിട്ടൊക്കെയാണ് പുള്ളിയില് പെരുമാറുന്നതൊക്കെ. പക്ഷെ എന്നിട്ട് ക്ലൈമാക്സിൽ റിവീൽ ചെയ്യുമ്പോ ഷൂട്ടിംഗ് സെറ്റില് അലക്കുകാരന്റെ വേഷത്തിൽ ഇരുന്നിട്ട് കഷ്ടം. അടിപൊളി റോളായിരുന്നു. ദേവ്ജിയുടെ ഒരു സർപ്രൈസ് ക്യാമിയോ ഞാൻ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തത് സൈക്കിൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത്. വിനീത് കണ്ടിട്ടില്ല ശ്രീനിവാസന്റെ ഫസ്റ്റ് പടം. അത് അതില് ദേവ്ജി ഉണ്ട്. ക്രിസ്റ്റഫർ അങ്കിൾ ആയിട്ട് വരും ലാസ്റ്റ്. ആഹാ. നല്ലൊരു നല്ലൊരു എനിക്ക് എനിക്ക് കുഞ്ഞു ക്യാമിയോയാ. തുറുപ്പുകലാനിലെ ക്യാമിയോ ഇഷ്ടമാണ്. എന്താ സ്നേഹയുടെ അപ്പനായിട്ട് നമ്മുടെ വരുന്നല്ലേ കൺവിൻസിങ് സ്റ്റാർ കൺവിൻസ് ചെയ്ത് ചതിക്കുന്ന പാവം ചതിക്കുന്നത്. പാവം മനുഷ്യൻ. ദേവ്ജി Yeah. നല്ലൊരു നമുക്ക് ബാഡ് വേണമെങ്കിൽ ബോയ്. ദേവൻ ക്യാമിയോസ് ഒരു സീരീസിലെ ഒരു എപ്പിസോഡ് നമുക്ക് ദേവൻ ക്യാമിയോസ് ചെയ്യാം. ക്യാമിയോ ക്ലാസിക് അടുത്ത എപ്പിസോഡ് ക്യാമിയോസ് ചെയ്യുക. ഡെഫിനറ്റ്ലി അപ്പൊ ക്ലാസിക്സ് ചെയ്ത പോലെ ദേവ്ജി ക്യാമിയോസ് എടുത്തിട്ട് ക്യാമിയോസ് നമുക്ക് ചെയ്യാം. ഡെഫിനറ്റ്ലി അപ്പൊ ഡെഫിനറ്റ്ലി എന്താണേലും ഞങ്ങള് ദേവ്ജിയുടെ ഫിൽമോഗ്രഫിയിലൂടെ ഈ വർഷം ത്രൂ ഔട്ട് സഞ്ചരിച്ച് പല പല വീഡിയോസ് ആയിട്ട് അതെ. ഇടാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ആരും സഞ്ചരിക്കാത്ത വഴികളിൽ കൂടെ ഞങ്ങൾ വഴികളിലൂടെയൊക്കെ ഒരു ഭ്രാന്തനെ അതെ പോലെ ഈ ബർത്ത്ഡേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത സ്പെഷ്യൽ ഐറ്റം അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് ഇറക്കി വിടണം. ഡെഫിനറ്റ്ലി എന്താണേലും ചെയ്തേ പറ്റൂ. കാര്യം എന്താണേലും അത് ചെയ്യും. ഒരു വലിയൊരു ജേണി ഒരു പ്രൊജക്റ്റ് നടത്തിയാലേ ആണ്. അതെ അതെ അതെ. അതെ ഞങ്ങളുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ് ഈ അംബീഷ്യസ് ചാനലിന്റെ. പ്രൊജക്റ്റ് ആണത്. അതെ മികച്ച ഒരു സാധനമായിരിക്കും. അത് നമുക്ക് ചെയ്യണം. അപ്പൊ എന്താണേലും ഡെഫിനറ്റ്ലി. അപ്പം വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു ദേവ്ജി. അപ്പം നമുക്ക് എൻഡ് ചെയ്താലോ? ഉം. യെസ്. അപ്പോൾ ബർത്ത്ഡേ വിഷസ് ഒരുപാട് ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ എന്റർടൈൻ ചെയ്യാൻ സഹായിച്ച ഒരുപാട് ക്യാരക്ടേഴ്സ് ഞങ്ങൾക്ക് തന്ന ദേവ്ജിക്ക് വേണ്ടി നമ്മളെ എത്ര ഞങ്ങളൊരു ഒരു എന്താ പറയുന്നേ ഒരു ഭയങ്കര സാഡ് ആയിട്ടുള്ള ഇപ്പൊ ഞാൻ ഈ എപ്പിസോഡ് ചെയ്യാൻ വന്നിരിക്കുമ്പോ തന്നെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഓവർനൈറ്റ് വർക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ്. പക്ഷെ ആ ഒരു ക്ഷീണമില്ലാതെ ഇത്ര എനർജറ്റിക് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ എന്റെ അദ്ദേഹത്തിന്റെ ആ ദേവ്ജിക്ക് ഒരു വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. യെസ്. സോ ഇത്ര മനോഹരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഓഡിയൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്ത ഒരു മഹാപ്രതിഭയ്ക്ക് വേണ്ടി ഉള്ള ഒരു സമർപ്പണമാണ് ഈ വീഡിയോ. ഈ ആൻഡ് വീഡിയോ യെസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പടങ്ങൾ, അത് കൾട്ട്, നോൺ കൾട്ട്, പ്രോപ്പർ ക്ലാസിക്സ്, മലം കൾട്ട് ക്ലാസിക് എല്ലാ വെറൈറ്റിയിലും ഉള്ള എന്താണ് മൂവീസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് ചെക്ക് ഔട്ട് ചെയ്യണം. സോ ഓൺ ദാറ്റ് നോട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലല്ലോ. സോ ഓൺ ദാറ്റ് വേറെ നോട്ട് ഒന്നും ആഡ് ചെയ്യാനില്ല. കാര്യം ദേവ്ജി ചെയ്തിട്ടുള്ള റോളുകൾ തന്നെ നോക്കിയാലും മതി. നല്ല ഇതുപോലത്തെ പ്രോപ്പർ ആയിട്ടുള്ള റോളുകളും ഉണ്ട്. അല്ലാതെ നമുക്ക് തരുന്ന ചില ഫണ്ണി ആയിട്ടുള്ള ഇതും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ പടങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലാത്തത് ഇതിന്റെ അകത്ത് കാണും. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യുക. കാലചക്രമൊക്കെ ഡെഫിനറ്റ്ലി കണ്ടിരിക്കേണ്ടതാണ്. അപ്പം അപ്പൊ അത് സോ പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മള് അത് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. സോ ദിസ് ഇസ് മീ UDC കുമാരി സൈനിങ് ഔട്ട് വിത്ത് മിസ്റ്റർ ദിഗംബരൻ. ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് എൻജോയബിൾ 2025. ബൈ. ബൈ. ഇല്ലീഗൽ ബിസിനസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉഗ്രൻ കൊമ്പൻ സ്രാവാണ് ഈ സൂര്യദാസ്. ഇവൻ പോലീസിന് തന്നെ ഒരു വൻ ഭീഷണിയായിരിക്കുക. അങ്ങനെ ആരെങ്കിലും കൊള്ളിവെക്കാൻ കൃഷ്ണദാസ് ഒരിക്കലും അനാഥനൊന്നുമല്ലല്ലോ. അയാൾക്ക് എന്തിനും തയ്യാറുള്ള കൂടെ പറഞ്ഞ ഒരു സഹോദരനുണ്ട്. ഉണ്ടായിട്ട് എന്താ കാര്യം? കൊള്ളി വെക്കാൻ ആളെത്തണ്ടേ? അങ്ങനെ ആരെങ്കിലും കേറി കൊള്ളി വെച്ചാലേ കൊള്ളി വെക്കുന്നവന്റെ കുടുംബം അടച്ചു കൊള്ളി വെക്കുന്നവനാ സൂര്യദാസ്. അവനിപ്പൊ മോർണിംഗ് ബോലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കം, നമുക്ക് വിശദമായി സംസാരിക്കാം. യെസ് ഐ നോ, വാക്ഷിയുടെ കാര്യത്തിൽ ഞാൻ ഒരു പടി കൂടി മുന്നിലാണ്. ഇതിലെന്തെങ്കിലും തരികിട കാണിച്ചാൽ നീയും ക്ലോസ്. That is impossible. It is possible. Yeah, it is possible. തന്നെ കൊണ്ട് അതിന് കഴിയണം. പണ്ട് കഞ്ഞി പിഴിയാത്ത കതർമുണ്ടും ഷർട്ടും ഘട്ടത്തിൽ കുറെ ആത്മവിശ്വാസവുമായി ഇടുക്കിയിലെ വെള്ളത്തൂവിൽ നിന്നും എന്നെ കാണാമെന്ന മോഹൻ ജോർജിനെ താൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പൊസിഷൻ ഉണ്ടല്ലോ, അവിടെ എനിക്ക് എത്തിക്കാമെന്നുണ്ടെങ്കിൽ തിരിച്ച പഴയ കഞ്ഞി പിഴിയാത്ത കതർമുണ്ടിലേക്ക് എത്തിക്കാനും നിഷ്പ്രയാസം. എന്താ ഷോക്കായോ? നിന്നെ പോലെ ഒരു പോലീസ് ഓഫീസർക്ക് എന്നെ കണ്ടാലേ ഷോക്കാവും. ആരാടാ ഇത്?
തല നരച്ചപ്പോ തന്റെ തലയ്ക്കുള്ളിൽ ബുദ്ധി മരവിച്ചോ? ഇത് തന്റെ കൊച്ചുമോൻ, സൺ ഓഫ് അലക്സാണ്ടർ. അലക്സാണ്ടറുടെ പരമ്പര ജീവിച്ചിരുന്നാൽ ഈ സൂര്യദാസ് ജീവനോട് ഇരിക്കുന്നതിൽ അർത്ഥമില്ല. ഇത്രയും കാലം എന്നെ കബളിപ്പിച്ച് നിന്റെ പേരക്കൂട്ട് ജീവിച്ചിരുന്നത് തന്നെ അവന്റെ മഹാഭാഗ്യം. തനിക്ക് അവനെ ദുബായിലേക്ക് അയക്കാനല്ലേ പറ്റുള്ളൂ. ഈ സൂര്യദാസിന് അവനെ പരലോകത്തേക്ക് അയക്കാൻ കഴിയും. ആ എന്താ മോനെ? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. തന്നെ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒന്ന്. അച്ഛാ, ലെഫ്റ്റില് ജൂലി, റൈറ്റില് സൂസി. എന്തടാ ആച്ചോടാണോ ഇങ്ങനെ? അല്ലടാ, നിന്റെ തലയിൽ എന്തോ കളിമണ്ണോ അതോ ആമക്കാട്ടോ? अच्छा अच्छा, इसके बारे में मैं फिर बात करूंगा. ओके? 60 വർഷങ്ങൾക്ക് മുമ്പ് സ്വയം വെടിവെച്ച് മരിക്കുമ്പോൾ അഡോൾഫിനോടൊപ്പം കൂട്ടിന് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അഖിലേഷ്, നിന്നോടൊപ്പം ഞാനുണ്ടാവും. നിന്റെ നാനാജി